പടക്കളം ഇത് പടക്കളം പടക്കളം ഇത് പടക്കളം. അത് പോരാട്ടം ആരംഭമായി. ഓക്കെ, അപ്പൊ പൊളിപ്പടം പടക്കളത്തിന്റെ ഡയറക്ടർ മനു സ്വരാജാണ് ഇന്ന് വിറ്റോക്സിൽ നമ്മുടെ അതിഥി. വിറ്റോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പോ മനു സ്വരാജ്, എന്തുണ്ട് വിശേഷങ്ങൾ? തിരുവനന്തപുരംകാരൻ. അതാണ് ദീപകിന്റെ ആവേശത്തിന്റെ പിന്നിലൊരു എവിടെ? തിരുവനന്തപുരം കരമനയാണ്. കരമനയാണ്. ഓ, ഞാൻ കുമാരപുരം. കരമന. എന്നിട്ട് ബ്രോ എവിടെ പഠിച്ച സ്കൂള്? ഞാൻ സ്കൂള് ചിന്മയ വിദ്യാലയ കുന്നുംപുറം ആൻഡ് ഹരിഹോം. ഹരിഹോം പിന്നെ സ്കൂള് കോളേജ് പാപ്പനംകോട് SCT. അതാണ് എന്നോട് നമ്മുടെ കൂട്ടുകാരൻ ആരിഫ്, പുള്ളി ഇതുപോലെ SCT-യിലെ അലുമിനിയാണ്. പുള്ളി പറഞ്ഞു ഈ സിനിമ കാണുമ്പോ എനിക്ക് SCT ആണ് ഓർമ്മ വരുന്നത്. ഭയങ്കരമായിട്ട്. ഷൂട്ട് ചെയ്തേക്കുന്ന കോളേജ് സീനൊക്കെ അമൽജ്യോതിയാണ്. അത് അമൽജ്യോതി പ്രിഫർ ചെയ്തതിന്റെ കാര്യം ഈ നമ്മുടെ SCT എന്ന് പറഞ്ഞ കോളേജിൽ ഓപ്പൺ ബ്രിക്ക് ഫീച്ചേഴ്സ് ആണ്. റെഡ് അതേപോലെ തപ്പിപ്പിടിച്ചാണ് ഇപ്പുറത്തെ അമൽജ്യോതി. SCT തന്നെ അത്. SCT പോയി ചോദിച്ചില്ല പെർമിഷൻ? SCT ആക്ച്വലി ട്രിവാൻഡ്രത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ലോജിസ്റ്റിക്സ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഫ്രൈഡേ തന്നെയാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചതും. പിന്നെ SCT-കൾ അമൽജ്യോതിക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട്. SCT-യിൽ കുറച്ചും കൂടെ ക്ലോസ്ട്രോഫോബിക് ആയിരിക്കും. പക്ഷേ ഈ SCT വൈബ് കൊണ്ടുവന്നത് അത് പർപ്പസ്ഫുള്ളി കൊണ്ടുവന്നതാണ്. ഇതിൽ എന്തൊക്കെയാണ് വളരെ ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള എലിമെന്റ്സ്? ഫാന്റസി എലമെന്റ് ഒഴികെയുള്ള ഇല്ല. അതിൽ മറ്റേ ഇന്റർവെല്ലിൽ സന്ദീപ് പാർട്ടിക്കാർ അടിക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, വളരെ ക്ലിയർലി അടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അവന്മാർ എന്നെ എടുത്തിട്ട് ഇടിച്ചേനെ. ഏത് പാർട്ടിക്കാരൊന്നും പറയില്ല, അത് ഞാൻ പറയില്ല. ആഗ്രഹം സിനിമയിലൂടെ സാധിച്ചു. അല്ല, അടിച്ചതല്ല. ഇവർ ഇതേപോലെ ഇലക്ഷൻ ക്യാമ്പയിന് വന്ന സമയത്ത് ഇച്ചിരി സംസാരിച്ചിട്ട് നമ്മളാരും തിരിച്ചു പറയില്ലെന്ന് പറഞ്ഞു. ഞാനൊരു ആവശ്യത്തിനകത്ത് ഫ്രണ്ട് വെഞ്ഞത് ചാടി പറഞ്ഞു. തൊട്ടിപ്പുറത്തിരിക്കുന്ന നമ്മുടെ കോ-റൈറ്റർ നിതിനാണ്. ഞാൻ ഈ ചാടി പറഞ്ഞപ്പോൾ തന്നെ വന്ന് നശിപ്പിച്ച് അവൻ. പിന്നെ വഴക്കായി പിടിയായി അടിയായി ആൾക്കാർ കയറി. ഞാൻ വരണ്ട് പിറ്റേ ദിവസം വീട്ടിലൊക്കെ വിളിച്ചിട്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വെട്ടോ എന്നൊക്കെ ഉള്ള ലൈനിൽ ഓക്കെ അങ്ങനത്തെ കൂടായി. അപ്പൊ അമ്മ പെട്ട്. ഇത് ഫസ്റ്റ് ഇയറിൽ ഇത് സെക്കൻഡ് ഇയർ. ഒരു ആവശ്യമില്ലായിരുന്നു എനിക്ക്, ഒരാവശ്യമില്ലായിരുന്നു. അവർ മര്യാദയ്ക്ക് വന്ന് ക്യാമ്പയിന് നടത്തി പോകുമായിരുന്നു വെറുതെ. എൻ്റെ ഒരു ഫ്രണ്ട് ഇത് SCT പഠിച്ചത് ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ സ്കൂളിൽ നിന്ന് കുറേ പേര് SCT-യിലോട്ട് പോയിട്ടുണ്ട്. SCT ഒരു ലെവലിൽ ഒരു ഡ്രീം കോളേജാണ്. അതായത് CET SCT അത് രണ്ടുമാണ് തിരുവനന്തപുരത്തിലെ മെയിൻ കോളേജസ്. പാർട്ടി വന്നിട്ട് വെച്ച് നമുക്ക് ഫസ്റ്റ് ഇയറിൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അതിൽ. അപ്പോൾ എല്ലാവരും അവിടെ വിളിച്ചു അതിൽ നിന്ന് വിളിച്ചു. അപ്പോൾ അതിൽ ഞാനില്ല, ആ കൈ പൊക്കിയിരിക്കുന്നു. ആക്ച്വലി കോമഡിയാണ്. SCT-യിലുള്ള അടികളൊക്കെ ഭയങ്കര രസമുള്ള അടികളാണ്. ഇതിൽ നമ്മുടെ കാരണങ്ങളാണോ? അതെ, റീസൺസ് ഒക്കെ വൻ കോമഡിയാണ്. റെപ്പക്കർഷൻസ് അതിനപ്പുറം. ഒന്ന്, നമ്മുടെ ഈ കോളേജിൽ തന്നെ നമ്മളൊരു ബസ്സിൽ സെൽഫി എടുക്കുമ്പോൾ അടി ഉണ്ടാകുന്നില്ല, ഇത് നടന്നതാ. സെക്കൻഡ് ഇയർകാരൻ എടുത്ത് ഇങ്ങനെ സെൽഫി എടുത്തപ്പോൾ ഒരു തേർഡ് ഇയർകാരൻ പിറകെ വന്നതിന്റെ പേരിൽ അടിയായി. ബാത്റൂമിന്റെ ചില്ല് പൊട്ടിച്ച് ഒരുത്തന്റെ ഇയർ ഡ്രം പോയി. വേറൊരിക്ക ഇൻസ്റ്റാഗ്രാമിൽ ഏതോ ഒരു ജൂനിയർ ഇറക്കം ഒരു പോസ്റ്റ് ഇട്ടു. അതിലൊരു സീനിയർ ഇറക്കം വന്നിട്ട് എന്തോ കമന്റ് ഇട്ടു. അപ്പോൾ ഈ ചെറുക്കൻ ബ്രോയുടെ പേരെന്നാണ് ദീപക് എന്നല്ലേ, ഹൂ ഈസ് ദിസ് ദീപക് എന്ന് ചോദിച്ചു. ഇതിനടിയായി, പൊരിഞ്ഞടി, കോളേജിൽ പൊരിഞ്ഞടി. അങ്ങനെ കോളേജിൽ അടിയൊക്കെ വെറും കോമഡിയാണ്. പിന്നെ ഈ നമ്മളൊക്കെ ഇറങ്ങിയതിനു ശേഷം അടി ഇത്തിക്കൂടെ വിപുലീകരിച്ചെന്നാ കേട്ട. പോലീസൊക്കെ ഇറങ്ങി ആ ലെവലൊക്കെ പോയി. അങ്ങനെ ഇത് നമുക്ക് SCT-യിൽ നമ്മുടെ ഫൈസലിന്റെ കഥ അറിഞ്ഞു. അതായത് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫൈസൽ. ഓക്കെ, അവനാണെങ്കിൽ പാർട്ടി ഒരു പാർട്ടിയിലാണ്. അപ്പോൾ എന്താന്ന് വെച്ചാലാണെങ്കിൽ വേറെ ഒരു പാർട്ടിക്കാരെ ഇവന്റെ പാർട്ടി അടിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവർ ആശുപത്രി കിടക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഒരു നേതാവാണല്ലോ. അപ്പോൾ ഇവനാണെങ്കിൽ സമാധാനത്തിന്റെ പേരിൽ ആ പാർട്ടി ആൾക്കാരെ കാണാൻ അവിടെ പോയി കയ്യെ കൊടുത്തിട്ട് അവൻ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് അടുത്ത ഒരു സെറ്റ് ഇവന്റെ പാർട്ടിക്കാർ പോയി അവരെ വീണ്ടും അടിച്ചു. ഈ കേസിൽ ഫസ്റ്റ് പ്രതി ഇവ ആപ്പിളൊക്കെ മേടിച്ചോണ്ടാണ് പോയ എല്ലാവരെയും കേരളം കാണിക്കാൻ വേണ്ടി സമാധാനത്തിന്റെ പേര്. നമ്മുടെ കൂട്ടുകാരല്ലേ പിന്നാലെ വന്നിട്ട് അടിച്ചിട്ട്. എനിക്ക് ഇതിലാണെങ്കിൽ ആ സെൽഫി എടുക്കണേൽ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഡയലോഗ് മെക്കാണെന്ന് ചോദിക്കും.
അത് ശരിക്കും അത് അത് കൊണ്ടു ട്രിഗർ വാർണിംഗ് ആണ്. മെക്കാണല്ലേ? ബ്രോ ഏതാ? ഞാൻ ഈസി. അത് എവിടെ ഒരു അടി ഉണ്ടായിട്ടുള്ള മെക്കുകാർ വന്നിട്ട് ഈസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ MECH എന്ന് എഴുതി വെച്ച് എം വെച്ച് കൊടുത്ത് കളഞ്ഞു. അപ്പൊ ഈസി ആയി. അപ്പൊ ഈസി ആയി. അപ്പൊ അതിന്റെ പേരിൽ അടി. അങ്ങനെയൊക്കെ അങ്ങനെ ക്രിയേറ്റീവ് അടികളുണ്ട് ഒരുപാട് അവിടെ. എല്ലാ കോളേജിലെ അടികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് നമ്മൾ ഇതിന്റെ ആഫ്റ്റർ മാത്ത് നോക്കി കഴിയുമ്പോൾ ഒരുത്തന്റെ ചെവി പോയി കല്യാണം പെണ്ണിന്റെ മറ്റേ പെങ്ങടെ കല്യാണം മുടങ്ങി എന്നൊക്കെ പറഞ്ഞ സ്കീമാണ്. പക്ഷെ അടി തുടങ്ങണൊക്കെ ഇമ്മാതിരി ഇഞ്ചം പുള്ളി കേസ് സ്ഥിരം. ബ്രോ കൊടുത്തിട്ടുണ്ട്, അടി കൊടുത്തിട്ടുണ്ട്? ഇല്ല, കിട്ടിയിട്ടുണ്ട്. ഇല്ല. രണ്ടില് ഞാൻ എങ്ങനെ എസ്കേപ്പ് ആയി. തുടങ്ങി ഞാനാണെങ്കിൽ അടിയാവുമ്പോ കാണൂല, കിട്ടൂല. അങ്ങനെ അടി കിട്ടിയിട്ടില്ല. കൊടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചാൽ പിന്നെ കൊടുത്തിട്ടൊന്നുമില്ല. ഡേ സ്കോളർ ആയിരുന്നു ബ്രോ? അതെ അതെ. നമുക്ക് ആദ്യം ബ്രോയിന്റെ കഥ പറയാം, എന്നിട്ട് നമുക്ക് സിനിമയിലോട്ട് വരാം. അപ്പൊ ബ്രോ SCTയിൽ അപ്പൊ എങ്ങനെയാണ് SCTയിൽ ആദ്യം പോയി? ആദ്യം ഒരു പഠിക്കാനൊരു എഫേർട്ട് ഇട്ടോ അതോ കോളേജിൽ പോയത്? അല്ല, അങ്ങനെയല്ല, കോളേജിൽ പഠിക്കാനുള്ള മൈൻഡ് ആയിട്ടാണോ പോയത് അതോ കോളേജ് പൊളിക്കണം എന്നുള്ള ഒരു മൈൻഡ് ആയിട്ട്? എനിക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ട്. അപ്പൊ അത് എന്ത് പഠിക്കാനും ഇഷ്ടമുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ എന്തും, ബാക്കി ഇപ്പൊ കൊമേഴ്സ് ആണെങ്കിലും ഫിലോസഫി ആണെങ്കിലും എന്തും പഠിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് പിന്നെ ഒരു ഡിഗ്രി, എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്ന് പറഞ്ഞ് ചെന്നതാ. ചെന്ന് കയറിയപ്പോൾ തന്നെ മനസ്സിലായി പണി പാളിന്ന്. പഠിത്തം വയസ്സല്ല, പക്ഷേ അപ്പോൾ കോളേജിൽ തന്നെ എൻ്റെ ദൈവമേ കോളേജ് പറഞ്ഞാൽ പഞ്ഞിക്കിടുണ്ടോ. അതായത് ലൈക്ക് പാർട്ടി ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്, നോട്ട് ടാലൻറ്റ്. യു ഹാവ് ടു ബി സംബഡി ഇൻ എ പാർട്ടി. അപ്പോൾ അങ്ങനെ വന്നിട്ട് പണി പാളി, നല്ല രീതിയിൽ പണി പാളി. അപ്പോൾ അവിടെ എന്ത് ചെയ്യണമെങ്കിലും അങ്ങനെ ഒരു ലൈൻ വേണമെന്നുള്ള ലൈനായി. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് മൊത്തത്തിൽ തേഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ഈ നമ്മുടെ ഇതിന്റെ കോറേറ്റർ നിതിന് ഞാൻ അവനെ നമ്മളൊക്കെ ഇങ്ങനെ ഫ്രണ്ട് ബെഞ്ചിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ജീവിതം ആസ്വദിച്ചിട്ട് പണി വാളി എന്നൊക്കെ മനസ്സിലായപ്പോഴാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. ഇത് 2013 ഫസ്റ്റ് ഇയർ പോയപ്പോ തന്നെ പോയിട്ടൊരു എനിക്ക് തോന്നുന്നു ഒരു 3 months വെടി തീർന്നു. ആ ലെവലായി പെട്ടു. എന്നിട്ട് അപ്പൊ ഇനിയിപ്പോ കോളേജിൽ രക്ഷയില്ല എന്ന് കണ്ടിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരൻ നിതിൻ, അവനാണ് ഇതിന്റെ കോറേറ്റർ. നമ്മൾ 2-3 ഫ്രണ്ട്സും ചേർന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അത് വാഗ്മയ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിൽ കാണിക്കുവാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ഫെസ്റ്റ് നടന്നുകൊണ്ടിരുന്ന അപ്പോൾ ഈ കോളേജ് ഫെസ്റ്റിൽ നമ്മൾ കാണിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഈ സാമൂഹിക പ്രതിബദ്ധതയാണ് മെയിൻ തീം. നമ്മളെടുത്തൊരു പ്രേത കഥയുമാണ്, വേറെ തന്നെ പരിപാടി. മറ്റേ വെള്ളത്തിന്റെ ഷോർട്ടേജ്, വേസ്റ്റേജ്, മാലിന്യം, ആ സ്കീമിൽ കൂടെ പ്രേതം ആ ലെവലായി. അപ്പോൾ അങ്ങനെ ഇത് നമ്മളപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വലിയ സ്ക്രീനിൽ പടം കാണാം, അതായിരുന്നു ഓഡിയൻസിന് വിട്ടിരുന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കംപ്ലീറ്റ് കണ്ടു. എന്നിട്ട് ഇത് കഴിയുമ്പോൾ ഇങ്ങനെ സ്റ്റേജിലോട്ട് വിളിക്കും സംസാരിക്കാനായിട്ട് മേക്കേഴ്സിന്. അപ്പോൾ നമ്മൾ കേൾക്കും ഇപ്പം എന്ന് പറഞ്ഞപ്പോൾ അതിലിരുന്ന ഒരു ജഡ്ജ് ഇങ്ങനെ പറഞ്ഞ് ആദ്യമായിട്ടാണ് ഒരു ചെറിയ സിനിമ ഷോർട്ട് ഫിലിം കാണുന്നത്. ആ ജഡ്ജാണ് ബേസിൽ ജോസഫ്. പുള്ളിക്ക് എന്നിട്ട് പുള്ളി അത് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളി ഒരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ടാക്കി പ്രൈസും തന്നു. അതെ, ഉണ്ടാക്കി ബെസ്റ്റ് അപ്കമിങ് ടാലന്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടാക്കിച്ചിട്ട് പ്രൈസ് തന്നു. എന്നിട്ട് പുള്ളി ഇങ്ങനെ വിളിച്ചു കുഞ്ഞിരാ മേണത്തിൽ AD ആയിട്ട് വരണമെന്ന്. അപ്പോൾ കോളേജ് ഓൾറെഡി ഒരു തീരുമാനം, എങ്കിൽ പിന്നെ ഷോർട്ട് ഫിലിം സിനിമയും കൂടെ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഫസ്റ്റ് ഇയർ അവസാനം സെക്കൻഡ് ഇയർ കട്ട് ചെയ്ത് സിനിമയും ചെയ്തു വന്ന് പിന്നെ കോളേജ് തിരിച്ചു കയറി 10-21 സപ്ലി എല്ലാം കൂടെ എഴുതിയെടുത്തുനിന്ന് സെറ്റായി. അത് കഴിഞ്ഞ് ഒരു 1.5 കൊല്ലം ബാങ്ക് കോച്ചിങ് എന്ന് പറഞ്ഞ് വീട്ടുകാരെ പറ്റിച്ചിരുന്ന തിരക്കഥയോടെ എടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നൊരു സമയത്താണ് ബേസിലേട്ടൻ മിന്നൽ മുരളിക്ക് വിളിക്കുന്നത് 2019 മെയ്. അവിടെ നിന്ന് പിന്നെ ആ ജേണി ഞാൻ കണ്ടിന്യൂ ആയി. 21-22 മിന്നൽ മുരളി നെറ്റ്ഫ്ലിക്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്നവരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 24 ഈ പടം. ആ സമയത്ത് എഴുതി തുടങ്ങിയ സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത്? ആദ്യം എഴുതുന്ന സ്ക്രിപ്റ്റുകളിൽ നമ്മൾ ഇത് പഠിക്കുമായിരുന്നു കൂടുതൽ. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ 7ഓളം സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ 7ഓളം സ്ക്രിപ്റ്റ് എഴുതുന്ന പറഞ്ഞാൽ 6ാമത്തെ സ്ക്രിപ്റ്റ് തൊട്ടാണ് പരിപാടി സെറ്റായി തുടങ്ങിയത്. അപ്പൊ ഇതിന് എനിക്ക് സ്ക്രിപ്റ്റ് എഴുതേണ്ടി വന്നില്ല. എനിക്ക് ആ ഒരു 4 വരിയിൽ അല്ലെങ്കിൽ ഒരു 20 ഒരു 4 പേജിൽ ഈ സാധനം എഴുതി കഴിഞ്ഞാൽ ഇതെനിക്ക് എഴുതി എത്തിക്കാൻ പറ്റുമെന്നുള്ള അറിയാം. അപ്പൊ അതിന് മുന്നേ ഉള്ള 6 സ്ക്രിപ്റ്റുകൾ പഠിപ്പിച്ചതാണ് 7ാമത്തെ സ്ക്രിപ്റ്റ് വേണ്ടെന്നുള്ളത്. ഈ 6 എഴുതുമ്പോൾ ഇതുപോലെ ഓരോ പ്രൊഡ്യൂസേഴ്സിനെ പോയി കാണുന്ന ഫീഡ്ബാക്ക് ഇല്ല. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 5ാമത്തെ സ്ക്രിപ്റ്റോട്ടാണ് പ്രൊഡ്യൂസേഴ്സിനെ പോയി കണ്ടു തുടങ്ങിയത്. ആദ്യത്തെ 4 ഇന്റേണൽ പ്രോസസ്സിൽ അതിപ്പം ബേസിലായിട്ട് മിന്നലിന്റെ റൈറ്റർ ജസ്റ്റിൻ മാത്യൂസ് ഉണ്ട്. ജസ്റ്റിൻ എന്ന് പറയുമ്പോൾ ഒരു ബ്രൂട്ടൽ ഗൈ ആണ്. നമ്മൾ ഭയങ്കര സ്നേഹമാണ്. ഞാനൊരു കഥ പറഞ്ഞ് എന്നെ കരയിച്ചു, ജസ്റ്റിൻ കരയിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മിന്നലിന്റെ പ്രീ പ്രൊഡക്ഷന് വലിയ എൻ്റെ ഏറ്റവും കൂടുതൽ മാഗ്നം ഓപ്പസ് എന്ന് പറഞ്ഞൊരു കഥ പറഞ്ഞ് ജസ്റ്റിൻ കരയിച്ചു കളഞ്ഞു. എന്നിട്ട് പിന്നെ ജസ്റ്റിന്റെ കൂടെ ഇരുന്ന് കൊറോണ സമയത്ത് ഞാനും ജസ്റ്റിന് മാത്രമായി റൂമിൽ. അപ്പോൾ ജസ്റ്റിന്റെ കൂടെ ഇരുന്ന് പഠിച്ചെടുത്തതാണ് ഈ റൈറ്റിംഗ് സ്കില്ലും കാര്യങ്ങളും. പിന്നെ ആ സമയത്ത് നിതിനുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. നിതിൻ വേറെ മൂഡാണ്. അവൻ
നിതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ അവൻ സ്കൂളിലായിരുന്ന സമയത്ത് ഓരോ ദിവസം ഓരോ നോവൽ വെച്ച് എഴുതും, ഓരോ ഡ്രാമ. അവർ 4 ഹൗസ് ഉണ്ട്. അപ്പൊ എല്ലാ ഹൗസിനും ഓരോ ദിവസം ഒരാഴ്ച ഡ്രാമ വേണം. എല്ലാവരും എഴുതാൻ കൊണ്ടുവരണം ഇവന്റെ അടുത്താണ്. അപ്പൊ ഓരോ ദിവസവും ഓരോ ഡ്രാമ, അങ്ങനെ ഒരു വർഷം 52 ഡ്രാമയൊക്കെ എഴുതിയിട്ടാണ് നിതിൻ. അപ്പൊ അങ്ങനെ വന്നിട്ട് അവനും ആ പ്രോസസ്സിങ് വർക്കായി. പിന്നെ കൊറോണ സമയത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എനിക്കൊന്നും ലേറ്റർ ഒരു ലാസ്റ്റ് ഒരു 3 സ്ക്രിപ്റ്റ്സ് ഒക്കെയാണ് ഞാൻ അവനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളത്. അതിലൊരെണ്ണം ഇതായി. അതാണ് പരിപാടി. അതിന്റെ എഴുത്തിന്റെ പരിപാടി എങ്ങനെയായിരുന്നു? ഇത് ഓണാവാൻ കുറച്ച് ടൈം എടുത്തോ? അതായത് കൺവിൻസ് ചെയ്യാൻ ഒരാളെ പറഞ്ഞ് എങ്ങനെയാണ് ആ പരിപാടി നടക്കുന്നത്? അല്ല, ഇത് ആക്ച്വലി ബ്രോ ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാലേ, നമ്മൾ ഈ ഒരു 120 പേജും കൊണ്ട് ഒരാളെ കൺവിൻസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പാടുപെടും. കാര്യം നമ്മൾ കാണുന്നതിനേക്കാൾ പാടാണ് ഇത് വായിക്കാനോ പറയാനോ. അത് ഷാജി ജിതിൻ അത് ഫലപ്രാന്താണ്. പക്ഷേ ഇതിൽ എനിക്ക് ഉണ്ടായിരുന്ന ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അതിന് മുന്നേ 6 സ്ക്രിപ്റ്റ് എഴുതിയത് കൊണ്ടും ഈ ഒരു 10 അല്ലെങ്കിൽ ഒരു 4 പേജിൽ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള അറിയായിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും ബേസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കഥ ഒരു 4 വയസ്സുകാരൻ അല്ലെങ്കിൽ 5 വയസ്സുകാരൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒരു ബോർഡ്, ആൾക്കാരുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്ന് പറയുന്നത് ഏതൊരു 5 വയസ്സുകാരൻ്റെ അടുത്ത് പറഞ്ഞാലും അവൻ കേട്ടിരിക്കും. 5 വയസ്സുകാരനെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ അതിന് മേലുള്ള ആരെയും കൺവിൻസ് ചെയ്യാൻ പറ്റും. അതൊരു ബേസിക് തിയറിയാണ്. അപ്പോൾ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ആസ് ഇൻ പ്രൊഡ്യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യുക എന്ന് പറഞ്ഞത് ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷേ ആക്ടേഴ്സ് വന്നപ്പോൾ ഞാൻ വെള്ളം കുടിച്ചു ഇൻ ദ സെൻസ് അവർക്ക് അവരുടെ ഒരു ആർക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ ഇത് ഏതെങ്ങനെ പ്ലേ ചെയ്യണം. സെക്കൻഡ് ഹാഫിൽ പ്ലേ ചെയ്യുന്ന ഫസ്റ്റ് ഹാഫിൽ പ്ലേ ചെയ്ത ക്യാരക്ടറിന്റെ ആർക്കിന്റെ കണ്ടിന്യൂഷൻ. അപ്പോൾ എൻ്റെ ആർക്കിന്റെ കണ്ടിന്യൂഷൻ അത് പാടുപെട്ടു. ഞാൻ അത് പാടുപെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ സിനിമയിലെ പെർഫോമൻസസ് ഭയങ്കര അടിപൊളിയാണ്. അതെ യൂസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര സാഫ് ബോയ്, അരുൺ പ്രദീപിന്റെ ഒക്കെ ഭയങ്കര ഒരു പീക്ക്. പിന്നെ എസ്തെറ്റിക് കുഞ്ഞമ്മ ആ പയ്യനല്ലേ ഇത്? അതെ, അരുൺ അജികുമാർ. അത് ഒരിക്കലും അരുൺ അജികുമാർ പല ഇതിലും നകുൽ അജിത് കുമാർ, അരുൺ അർജുൻ കുമാർ, എല്ലാത്തിലും ഓരോ രീതിയിലാണ് അവന്റെ പേര്. അപ്പൊ അവന്റെ പേര് അരുൺ അജികുമാർ. അതെ, അവരൊക്കെ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എസ്പെഷ്യലി സന്ദീപിന്റെ മാസ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയല്ലോ ഇതിനകത്ത്. ആക്ച്വലി എനിക്ക് അവൻ മാസ് ചെയ്യുമെന്ന് അറിയായിരുന്നു. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവൻ ജിതിൻ ചെയ്തതായിരുന്നു. അവന്റെ ഫസ്റ്റ് ഹാഫ് സാധനമായിരുന്നു. അവൻ മറ്റേത് സോൾഡ് ആണ്. ഭയങ്കര ഡിഫറൻസ്. അതെ, അത് ഈവൻ ഇപ്പം വേറൊരു സംഭവം ഉള്ളത്, ഈ നമ്മൾ ഇന്റർവെല്ലി ബോഡി സ്വാപ്പ് ആവുന്ന ഒരു VFX കാണിച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് അത് കാണിച്ചില്ല. പക്ഷെ ആൾക്കാർക്ക് ഡൗട്ട് വരാത്തത് ആ ഒറ്റ ഷോട്ട് സന്ദീപിന്റെ മുഖത്ത് വെച്ചിട്ട് രഞ്ജിത്തിൽ നിന്ന് ജിതിനാവുന്ന ഇവൻ കാണിക്കുന്നുണ്ട്. ഭയങ്കര കൺവിൻസിങ് ആണത്. അപ്പൊ അങ്ങനെ കുറെ പരിപാടി ഉണ്ട് അവൻ്റെ കയ്യിൽ. അപ്പോൾ ഒരു VFXന്റെ പോലും എയ്ഡില്ലാതെ എനിക്ക് ആ ഒറ്റ ഷോട്ട് വെച്ച ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഈ പടത്തിൽ കൺഫ്യൂഷൻ വരും, ഇനി മാറി കാണില്ലയോ ആ സാധനം വരാൻ ഈ ഒറ്റ ഷോട്ടേ എടുത്തിട്ടുള്ളൂ. നമ്മൾ വേറെ ഒരിടത്തും അത് പറഞ്ഞിട്ടില്ല. അപ്പൊ അത്ര ഇമ്പാക്ട്ഫുൾ ആണ് അവന്റെ ആക്ടിങ്. ബ്രോ, ഈ റൈറ്റിംഗ് പ്രോസസ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, നമുക്ക് പ്രോസസ്സ് എന്താണ് പ്രോസസ്സ്? ബ്രോ ഇങ്ങനെ ഇരുന്ന് എഴുതുന്നതാണോ? ഏറ്റവും ബേസിക് ആയിട്ട് ഒരു 5 വയസ്സുകാരന് മനസ്സിലാവണം എന്നുള്ളത്. ഇപ്പൊ ഒരു ഭയങ്കര കോംപ്ലക്സ് പടമല്ലേ ഇൻസെപ്ഷൻ. ഇൻസെപ്ഷന്റെ ലോഗ് ലൈൻ ഒരു 5 വയസ്സുകാരനെ മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ്. 5 വയസ്സുകാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ മതി, സ്വപ്നത്തിൽ കയറി സാധനം മോഷ്ടിക്കുന്ന ഒരു കള്ളനോട് ആദ്യമായിട്ട് മോഷ്ടിച്ച ഒരു സാധനം തിരിച്ചു വെക്കാൻ പറയുന്നു. ഇത് 5 വയസ്സുകാരന് മനസ്സിലാവുന്ന കഥയാണ്. ഇത്രയേ ഉള്ളൂ പരിപാടി, ഇത്രയേ ഉള്ളൂ. നമ്മളൊരു 5 വയസ്സുകാരനെയോ 10 വയസ്സുകാരനെയോ മാത്രം ചിന്തിച്ച് എന്ത് കഥയോ എഴുതാം. അത് ഏറ്റവും കോംപ്ലക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് ആണെങ്കിലും അത് അത്ര സിമ്പിളാണ് ഈ പരിപാടി. നമ്മൾ വേറെ എന്തോ അൽത്തരങ്ങളും ഈ പൊളിറ്റിക്കൽ ആക്യുറസീസും സബ് ടെക്സ്റ്റും ഒക്കെ തപ്പി പോകുമ്പോഴാണ് ഈ പ്രശ്നം. 5 വയസ്സുകാരനെ അല്ലെങ്കിൽ ഒരു 10 വയസ്സുകാരനെ നിങ്ങൾ, പിന്നെ ഈ നമ്മുടെ ജസ്റ്റിൻ പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. അതായത് മിന്നലുള്ള റൈറ്റർ ജസ്റ്റിൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര തിരക്കിൽ പോകുന്ന ഒരാളെ നീ വിളിച്ചെടുത്തിട്ട് ചേട്ടാ എൻ്റെ ഒരു കാര്യം ഉണ്ടെന്ന് കേൾക്കാമോ എന്ന് പറയാം. അയാൾ ഒട്ടും കേൾക്കാൻ താല്പര്യമില്ല. അപ്പോൾ നിനക്ക് ആദ്യത്തെ ഒരു 2 സെൻറ്റൻസ് കൊണ്ട് ആളെ ഇന്നാക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതാണ് നിൻ്റെ കഥ. ഞാൻ ഈ പടക്കളത്തിൻ്റെ ഫസ്റ്റ് നറേഷൻ നടക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരന് മറ്റേ ഫിറ്റ്സ് വന്ന് ബോധം പോയിട്ട് ഇവൻ ആശുപത്രി കൊണ്ടെടുത്ത് എല്ലാവരും ടെൻഷൻ അടിച്ച് കിടക്കണം. അപ്പോൾ എൻ്റെ 3 കൂട്ടുകാരൻ നിഖിൽ, രാഹുൽ, ജയകൃഷ്ണൻ. നകുൽ എന്ന് പറഞ്ഞ കൂട്ടുകാരനാ. ആ നകുലാണ് ഈ അരുൺ അജികുമാറിന്റെ ക്യാരക്ടർ റെഫറൻസ്. അവൻ അകത്ത് കിടക്കുന്ന എല്ലാവരും ടെൻഷൻ അടിച്ച് കിടക്കുന്ന സമയത്താണ് ഞാൻ കഥ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചാണ് ഞാൻ പടക്കളത്തിന്റെ കഥ പറയുന്നത്. അപ്പോൾ എനിക്കത് പറയുന്നുള്ള ആദ്യമൊക്കെ ഇവർ ഇരുന്നിട്ട് തീരുന്ന സമയത്ത് ഇവരിങ്ങനെ ഇന്ന ഞാൻ ക്ലൈമാക്സ് പറഞ്ഞില്ല. പറയാതിരുന്നപ്പോൾ ഒരു എൻ്റെ കൂട്ടുകാരൻ നിഖിൽ, വെരി ക്ലോസ് ഫ്രണ്ട്, നിഖിൽ വന്നിട്ടുണ്ട് എങ്ങനെയാണ് തീരുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ പോലൊരു രീതിയിൽ തൊട്ടപ്പുറത്തൊരു ചാവാൻ കിടക്കുമ്പോൾ ഈ കഥ പറഞ്ഞ് എനിക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വർക്കാണ്. ഇങ്ങനത്തെ ചില ചെറിയ സാധനങ്ങളേ ഉള്ളൂ ഇതിൽ. പിന്നെ ഇപ്പം ഞാനത് പറയണം, അവിടെ ആ ഒരു സമയത്ത് ഞാൻ റിയലിസ്റ്റിക് കഥയും മനസ്സിൻ്റെ ആഴങ്ങൾ തൊട്ടഴിയുന്ന കഥ പറയാൻ ചെന്ന് കഴിഞ്ഞാൽ ഇടി വീഴും. അപ്പം അത്രയേ ഉള്ളൂ. അത് ഞാൻ ചിന്തിക്കുന്ന എഴുതുന്ന കഥകളുടെ പ്രത്യേകതയാണത്. ബ്രോ പണ്ട് സിനിമകൾ കണ്ടതായിരിക്കുമല്ലോ ബ്രോയിനെ ഒരു ഫിലിം മേക്കർ ആക്കി. അപ്പൊ അങ്ങനെ ബ്രോയിനെ ഇൻസ്പയർ ചെയ്ത ഫിലിംസ് ഏതൊക്കെയാണ്?
ചെറുപ്പത്തിലൊരു ഇതുണ്ടോ, അതായത് സിനിമ പറഞ്ഞാലേ ഇപ്പം ചിന്മയ കുന്നുംപുറം ആ ഇരിക്കുന്ന ലൊക്കേഷൻ അറിയാലോ, ആ എന്റെ സ്കൂൾ ഇരിക്കുന്ന സ്ഥലത്തിന് ഒരു 1.5 കിലോമീറ്റർ റേഡിയസ് ഒരു വട്ടം വരച്ചു കഴിഞ്ഞാൽ ഒരു 32 തിയേറ്ററോളെങ്കിലും ഉണ്ട്. ശ്രീകുമാർ, ശ്രീവിശാഖ, ന്യൂ, കൈരളി, ഏറസ്, കൃപ, മറ്റേ ഏറസ് ഫ്ലെക്സിലെ 4 സ്ക്രീൻ, ധന്യ, രമ്യ, ഒരു ലോഡ് തിയേറ്റർ ഉണ്ട്. ഞാൻ ഈ എന്റെ സ്കൂള് വിട്ടിട്ട് നടന്ന് ബസ് സ്റ്റോപ്പിൽ പോണേനെ ഇടയ്ക്ക് ആ പോകുന്ന വഴി തന്നെ ഒരു 10 തിയേറ്ററെങ്കിലും ഉണ്ട് ഏറ്റവും കുറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ പോകുന്ന വഴിക്ക് നമ്മുടെ ഈ മറ്റേ പവർ ഹൗസ് റോഡിന്റെ ഒരു ഭിത്തി കംപ്ലീറ്റ് സിനിമ പോസ്റ്റേഴ്സാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ പോകുന്ന പോലെ തന്നെ ഇറങ്ങുന്ന പടങ്ങൾ അറിയാം, അതിന്റെ ഓളം എന്താണെന്ന് അറിയാം, ഈ പോസ്റ്റേഴ്സ് അറിയാം. അപ്പോൾ അത്രയും സിനിമാറ്റിക് ഇൻഫ്ലുവൻസോടെ ജീവിക്കുന്നതാണ് ഞാൻ. ഈ നേരത്തെ പറഞ്ഞ നിഖിൽ, അവന്റെ വീടെന്ന് പറഞ്ഞാൽ ഏറസ് ഫ്ലെക്സിന് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അവനറിയാം, അവൻ ഇറങ്ങി അവിടെ ഒരു പടം ഹിറ്റാണെങ്കിൽ ഇവന്റെ വീടിന്റെ ഫ്രണ്ടിൽ വരെ പാർക്കിംഗ് വരും അതിന്റെ. അപ്പൊ ഒരു പടം ഹിറ്റാകുന്ന എങ്ങനെയാണെന്ന് അറിയുന്ന പറഞ്ഞാൽ ഇവന്റെ വീടിന്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് വന്നാൽ പടം ഹിറ്റ്. അപ്പൊ അത്രയും നമുക്ക് സിനിമ എന്ന് പറയുന്നത് സെക്കൻഡ് നേച്ചർ. അപ്പൊ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ്. പിന്നെ അച്ഛൻ ഭയങ്കര സിനിമാ പ്രേമിയാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് TV വന്നിട്ടുള്ളത്. അതുവരെയും നമ്മൾ മറ്റേ ലെഷർ എന്ന് പറഞ്ഞ സിനിമ മാത്രമാണ്. അപ്പം അച്ഛൻ ഇതേപോലെ എല്ലാ സിനിമയ്ക്കും കൊണ്ടുപോകും. തിരുവനന്തപുരത്തെ എല്ലാ സിനിമയുടെയും ടിക്കറ്റ് കൗണ്ടർ എനിക്ക് കാണാൻ അറിയാം. ഒരു കാലത്ത് നമ്മുടെ ബുക്ക് മൈ ഷോ വരുന്നതിന് മുന്നേ ഏത് ഷോ ഏത് ദിവസം കണ്ടാൽ എവിടെ ടിക്കറ്റ് കിട്ടുമെന്നുള്ളവരെ എനിക്കറിയായിരുന്നു. നമ്മൾ പേപ്പറിൽ നോക്കിയിട്ട്. അതെ, അതല്ല ഇപ്പം ഫസ്റ്റ് ഡേ റിലീസ്, എനിക്കിപ്പം ബാഹുബലി റിലീസ് ചെയ്യുന്ന സമയത്ത് ബുക്ക് മൈ ഷോ ഇല്ല. അപ്പം അന്നത്തെ ദിവസത്തെ ട്രെൻഡ് വെച്ചിട്ട് അന്ന് ന്യൂ ചെന്ന ടിക്കറ്റ് കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ അത്രയും എക്സ്പോസ്ഡ് ആണ് ഞാൻ. പിന്നെ അച്ഛൻ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഞാനൊരു 4ാം ക്ലാസ് തൊട്ട് ഒരു 8-9ാം ക്ലാസ് വരെ ഞാനും അച്ഛനും ഒക്കെ എപ്പോഴും ടെറസിന് മേളിൽ ചെന്ന് സംസാരിക്കുന്ന അത്രയും സിനിമയാണ്. അച്ഛന് പ്രിയദർശൻ സാറ്, സിദ്ദിഖ് ലാല്, പിന്നെ ജോഷി സാർ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ ജോഷി സാറിൻ്റെ ഒരു പടം ഓണത്തിനുണ്ടെങ്കിൽ അതേ കാണും. അപ്പോൾ അച്ഛൻ ആ കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭയങ്കര ആരാധകനാണ്. അപ്പോൾ അത് കണ്ട് കേട്ട് അതും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. പിന്നെ എനിക്കിത് എടുക്കണമെന്ന് തോന്നുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ആ സമയത്ത് ചിന്മയിൽ പഠിച്ചിരുന്നവർക്കെല്ലാം ഇത്രയും സിനിമ എക്സ്പോഷർ ഉണ്ട്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ക്ലാസ്സിലുള്ളവരെല്ലാവരും ലൈക്ക് മൈൻഡഡ് ആയിരുന്നു. അപ്പൊ സിനിമ ചെയ്യണ്ടേ സിനിമ ചെയ്യണ്ടേ ആ മൂടായി. ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യണം, സിനിമ ചെയ്യണ്ടേ. അങ്ങനെ ആദ്യമൊക്കെ ചെറിയ മറ്റേ 3GP ഫോണിലൊക്കെ ഷൂട്ട് ചെയ്ത് കുറേ പടങ്ങളും അങ്ങനെ പതുക്കെ അതൊരു പരിപാടിയിൽ പോയി. എനിക്കത് സീരിയസ് ആയിട്ട് തോന്നിയത് എനിക്ക് തോന്നുന്നു ഞാൻ 11ൽ പഠിച്ചിരുന്നപ്പോൾ ഒരു കുറച്ചധികം, അതായത് നമ്മുടെ ഈ മെയിൻ സ്ട്രീം വിട്ടിട്ട് അതെല്ലാ റൈറ്റേഴ്സിനും ഉള്ളതാണ്. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന മലയാളം മെയിൻ സ്ട്രീം എല്ലാം പുച്ഛിക്കും, അതിൻ്റെ മറ്റേ ക്ലാസിക്കലിലോട്ട് പോകും. അങ്ങനെ ക്ലാസിക്കലിലോട്ട് പോയപ്പോഴാണ് എനിക്ക് ഈ സാധനം വന്നത്. പക്ഷെ പിന്നെ തിരിച്ചു വരും, ആ തിരിച്ചുവരവാണ് പിന്നെ തിരിച്ചറിയാം മലയാള സിനിമ എൻ്റെ കൊള്ളാം, ആ സാധനത്തോട് പിന്നെ തിരിച്ചു വരും. ഈ ട്രജക്ടറി എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് കുറച്ച് സമയത്ത് ഈ IMDb ഒക്കെ അപ്പോഴാണ് ഡിസ്കവർ ചെയ്യുന്നത്. അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നു ചേഞ്ച് വരുന്നത് ഗുരു സിനിമ കണ്ടത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. പിന്നെ ഇൻസെപ്ഷൻ, ഈ 2 പടവും കണ്ട്. ഇൻസെപ്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഹാർഡ് അതിൻ്റെ ഡയറക്ടർ, പിന്നെ അവിടെ നിന്ന് നോക്കിയിട്ട് പ്രസ്റ്റീജ്, അങ്ങനെ പോയി ആ ലൂപ്പിൽ വീണിട്ടാണ് സിനിമയാണോന്ന് തോന്നിയത്. പക്ഷെ അപ്പം നമ്മൾ മലമറിക്കുന്ന ബിൽഡിംഗ് വെക്കണം, ആ മൂഡ് ചിന്തിച്ചാൽ 200 കോടിക്ക് മേലെ ആ മൂഡ്. അടുത്ത വർഷം അതെ ആ മൂഡായിരുന്നു ഫുൾ. അതിന് മറ്റേ ക്യാരക്ടർ ആർക്കും ഒന്നുമില്ല. നമ്മൾ വരുന്നു, 4 ബിൽഡിംഗ് മറിക്കുന്നു, ഒരു സുനാമി, അങ്ങനത്തെ സ്കീമാണ്. അപ്പോൾ അതിങ്ങനെ വന്ന് പിന്നെ ഒരു പോയിന്റ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ മലയാളത്തിലോട്ട് ഗ്രാവിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ സമയം തൊട്ടാണ് ഈ എഴുത്ത് കുറച്ചും കൂടെ സീരിയസ് ആയി തുടങ്ങിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു പിൻ പോയിന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 8ാം ക്ലാസ്, പിന്നെ നമ്മൾ 10ാം ക്ലാസ്സിലെ വെക്കേഷൻ ഇതേപോലെ ക്യാമറ എടുത്തിറങ്ങി കുറേ കോപ്പി ഹൗസ് അവിടെ ഇവിടെയൊക്കെ കുറേ ഷൂട്ട് ചെയ്തു. അപ്പോൾ അതായിരുന്നു ഒരു ഇത് ചെയ്യാൻ തോന്നിയ പോയിന്റ്. മേ ബി ഞാൻ 10ാം ക്ലാസ്സിലെ വെക്കേഷൻ ആയിരിക്കാം. അതാണ് ആ ഈ പറയുന്ന പോലെ അത് നമുക്കൊരു സ്വിച്ച് ഇട്ട പോലെ ഉണ്ടായതല്ലേ. നമ്മൾ സിനിമ ചെയ്യണ്ടേ, ഇപ്പോഴായാലും ചെയ്യണ്ടേ, ആ മൂഡിൽ ചെയ്തതാണ്. ബ്രോ ബാങ്ക് കോച്ചിങ്ങിന് പോയ സമയത്തും ബാങ്ക് കിട്ടണമെങ്കിൽ ഒരു സേഫ് സ്ഥലം, പക്ഷെ സിനിമ ബാങ്ക് കോച്ചിങ്ങിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഏറസ് ഫ്ലെക്സിന്റെ ഓപ്പോസിറ്റ് റേസ് എന്ന് പറഞ്ഞൊരു, ഈ റേസിൽ ഇരുന്നാൽ തന്നെ എനിക്ക് അവിടെ ഏറസ് ഫ്ലെക്സ് കാണാം. അപ്പൊ അവിടെ പിന്നെ ഈ സോളോ ക്യാബിനിൽ പഠിക്കാനെന്ന് പറഞ്ഞ ഡിസ്ട്രാക്ഷൻ, അവിടെ ബുക്ക് എടുത്തിരുന്ന തിരക്കഥ. ഇപ്പൊ അയ്യപ്പാസ് ആയിരുന്നു, പിന്നെ റേസ് ആയി. റേസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ഫീസ് കൊടുത്താൽ നമുക്ക് പരീക്ഷ കിട്ടണ വരെ നമുക്ക് അവിടെ ഇരിക്കാം. ഞാനൊരു 13,000 രൂപ കൊണ്ട് അയച്ചു തിരക്കഥ. എത്ര കാലം ഉണ്ടായിരുന്നു അവിടെ? എനിക്ക് തോന്നുന്നു ഞാനൊരു 14 മന്ത്സോളം അവിടെ ഇരുന്ന് മറ്റേ സാഹിത്യം വാരിച്ചൊരിയായിരുന്നു. അതെ. എന്നിട്ട് ഏരീസിൽ നമ്മുടെ സിനിമ റിലീസ് ആയിരുന്നു.
ഏതാ പടം? ആ സ്ക്രീൻ വണ്ടി പാർക്ക് ചെയ്ത ആ വീട് വരെ എത്തി. അല്ല എത്തിയില്ല. ഇപ്പൊ അവിടെ അവന്മാര് മറ്റേ അവരുടെ പാർക്കിംഗ് അടിപൊളിയാക്കി. പാർക്കിംഗ് ഇല്ലായിരുന്നെങ്കിൽ റോഡ് ബ്ലോക്ക്. പണ്ട് ഓർമ്മയുണ്ട് ഒരു തിയേറ്റർ ഭയങ്കര കൂടായിരുന്നു TV. അതെ 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 ഇപ്പോഴുണ്ട്. അല്ല എയർസ്പ്ലെക്സിൽ ഒരു എനിക്ക് സ്ക്രീൻ 5 ചെറുതാ. അല്ല സ്ക്രീൻ 5 ചെറുതാ. അജന്ത എന്റെ ഫേവറേറ്റ് തിയേറ്ററാ. ട്രിവാൻഡ്രത്തെ ഏറ്റവും ഫേവറേറ്റ് തിയേറ്റർ അജന്ത. എനിക്ക് സ്ക്രീൻ 5-ലാണെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം ബദ്മാഷ് കമ്പനി, ഷാഹിദ് കപൂറിന്റെ ബദ്മാഷ് കമ്പനി കണ്ടുപോയി. അതിൽ സത്യത്തിൽ സിനിമയുടെ ഒരു കാൽഭാഗം മറ്റേതിന്റെ മോളിലായിരുന്നു. ഒരു ചെറിയ TV അതെ. അവിടെ ഹിന്ദി പടങ്ങളൊക്കെ അവിടെ ഓട്ടിക്കണം, ആൾക്കാർ വരാത്തിരുത്താണ്. ബ്രോയിന് ഏറ്റവും ഇഷ്ടമുള്ള തിയേറ്റർ ഏതാണ്? അജന്ത തിയേറ്റർ. അജന്ത തിയേറ്റർ. നിങ്ങൾ അജന്തയാണ് മൂൺ വാക്കിൽ അവർ മറ്റേ അജന്തയിലെ മറ്റേ വുഡൻ പാനൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കൃപയാണല്ലേ? അല്ല അവിടെ 2-3 നടത്തതുണ്ട് ഉണ്ടായിരുന്നു, ആ കാലത്തുണ്ടായിരുന്നു. മൂൺ വാക്ക് സിനിമയില് എനിക്ക് തോന്നുന്നു കൃപയാണെന്ന് തോന്നുന്നു ഇവരത് റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കൃപ മാറ്റിയല്ലോ. കൃപ മാറ്റി ഇപ്പൊ PVR ആയി. പണ്ട് കൃപയില് നമ്മളൊരു പടിയുടെ അടിയില് ശ്രീകുമാർ ശ്രീവിശാഖായിരുന്നു. പടിയുടെ അടിയിൽ അതെ അതെ ശ്രീകുമാർ ശ്രീവിശാഖ അമ്മമാര് റിക്രിയേറ്റ് ചെയ്തത്. ശ്രീകുമാർ ശ്രീവിശാഖ അതെ 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 ശ്രീകുമാറാണ് പടിയുടെ അടിയിലുള്ളത്. അതെ ഞാൻ ശ്രീകുമാർ ശ്രീവിശാഖ് ഇത് മോഹൻലാലിന്റെ എനിക്ക് അതെ ഒരു പിൽഗ്രിമേജ് സെന്ററാണ്. എനിക്ക് നരനൊക്കെ ഇറങ്ങുന്നു, നരനിലൊക്കെ ഭയങ്കര പോലീസ് നരൻ ഇറങ്ങി. അതെ നമ്മള് മറ്റേ ബസ്സിൽ പോകുമ്പോ തന്നെ കാണാം ഇങ്ങനെ ക്യൂ ആണ് ഭയങ്കര. 3 തിയേറ്റേഴ്സ് ഇപ്പൊ തന്നെ തുടരുവിന്റെ വലിയ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ന്യൂ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ. നമുക്ക് ഫാനാണ്. പടം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ആയിട്ടില്ല, അത്രയ്ക്ക് ആയിട്ടില്ല. ബ്രോ ഇപ്പൊ ഈ പടക്കളത്തിൽ എടുത്തിരിക്കുന്ന ഒരു ഫാന്റസി വർക്ക് ആക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ച് അല്ലേ ഇപ്പൊ? അല്ല ഫാന്റസി വർക്ക് ആക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 വയസ്സുകാരന്റെ സാധനമാണത്. അപ്പൊ വർക്ക് ആക്കുക എന്നുള്ളതിലെ ഡ്രാമയും ഇമോഷനുമാണ്. ഈ ഫെറ്റോൾ ചെറിയ ഇമോഷൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡ്രാമ ഇവരുടെ ഇക്വേഷൻസ് അതിലേക്ക് അഡൾട്ട്സ് വരുന്ന സമയത്താണ് പ്രശ്നം. 5 വയസ്സുകാരൻ അപ്പോഴും ഹാപ്പിയാണ്. ഫാന്റസി പറഞ്ഞ 5 വയസ്സുകാരൻ ഹാപ്പിയാണ് ബ്രോ. അതായത് അത്രേ ഉള്ളൂ. അത് ഭയങ്കര സിമ്പിൾ ആണ് ആ ലോജിക്ക്. അപ്പൊ ഫാന്റസി വർക്കാക്കുക എന്ന് പറയുന്ന ഒരിക്കലും ഒരു പ്രശ്നമില്ല. പക്ഷെ ഫാന്റസിക്ക് നിയമങ്ങളുണ്ട്. നിയമങ്ങൾ ഇൻ ദ സെൻസ് ഫാന്റസി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും കാണിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇടി വീഴും. അങ്ങനല്ല, അതിന് നമ്മൾ തന്നെ നമ്മുടെ ഇന്റേണലായിട്ട് ഇപ്പം ഈ പടത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫാന്റസി പടം അല്ലെ VFX ഒരുപാട് സാധ്യത ഇല്ലേ എന്നുള്ളത് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് 2 പേരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ VFX ലിമിറ്റ് ചെയ്യുക എന്ന് തന്നെയായിരുന്നു ഇൻറ്റൻഷൻ. അപ്പം അതിൻ്റെ കാര്യം ഇതാണ് ബ്രോ. ഇപ്പം ഈ പടത്തിൽ VFX സംഭവിക്കുന്ന എവിടെയെന്ന് പറഞ്ഞാൽ ആ ബോർഡിൽ മാത്രമേ VFX സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് ബിലീവബിൾ ആവുന്നുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ വേറൊരു ഷോട്ടിൽ ഈവൻ മറ്റേ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വയ്ക്കുന്ന ഒരു സാധനമുണ്ട്. ആ ഷോട്ട് ഞാൻ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, അതായത് ഫോണിലേക്ക്. അല്ലാത്ത പക്ഷെ ഞാൻ ഇപ്പുറത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ മറ്റേ പോപ്പപ്പ് പോലെ കാണിക്കേണ്ടി വന്നത്. ആ പോപ്പപ്പ് കാണിച്ച പോലെ ആ ഇല്യൂഷൻ ബ്രേക്ക് ആവും. ഫാന്റസിയിൽ ഓൾറെഡി നമ്മൾ കുറച്ച് മാജിക് കാണിക്കുന്നതുകൊണ്ട് ഈ പോപ്പപ്പ് കണ്ടെത്തുന്നത് വേറെ യൂണിവേഴ്സായി. ഇപ്പം തല്ലുമാലയിൽ ചെയ്ത പോലെ കുറച്ച് ഗിമിക്കി ആയിട്ട് ഞാൻ ഈ പടം കട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഫാന്റസി ഫേക്ക് ആയി പോകും. ഫാന്റസി റിയൽ ആയിട്ടിരിക്കുന്ന ഫാന്റസി വെച്ചിട്ട് ഞാൻ ബാക്കിയെല്ലാം റിയൽ ആക്കിയോണ്ടാണ്. തല്ലുമാല പോലെ ആയിരുന്നു ചെയ്തിരുന്നതെങ്കിൽ ക്രാക്ക് വീണേനെ ഫാന്റസിയിൽ. അപ്പൊ അങ്ങനെ ചില നിയമങ്ങൾ അതിനകത്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ബിലീവബിൾ ആവുന്നത്. പിന്നെ ഇത് കൂടുതൽ വർക്കാവാൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്പൈഡർമാൻ പരിപാടിയാണ്. പീറ്റർ പാർക്കർ ഇങ്ങനെ നിൽക്കുന്ന പീറ്റർ പാർക്കർ പെട്ടെന്ന് സ്പൈഡർമാൻ ആയി കഴിയുമ്പോൾ വേറെ മൂഡാവുകയാണ്. ഈ വേറെ മൂഡെന്ന് പറയുന്ന 2 രീതിയിൽ. ഒന്ന് സന്ദീപ് പേടിത്തൊണ്ടനായിരുന്ന സന്ദീപ് പെട്ടെന്ന് സെക്കൻഡ് ഹാഫിൽ മാസാവുകയും, പിന്നെ രഞ്ജിത്തിൽ സംഭവിച്ച ഷറഫിക്ക മറ്റേ സയ്യിദ് മസൂദ് മൂടി നിന്ന പുള്ളിക്കാരൻ പെട്ടെന്ന് കയറിയിട്ട് മറ്റേ വേറെ പരിപാടിയിലോട്ട് പിടിക്കുന്നു. പിന്നെ സുരാജേട്ടൻ ഈ ഒരു പരിപാടിയിലാണ് അത് വർക്കായിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട അതിൻ്റെ ഇമോഷൻ ലെയർ അത് കിട്ടിയിട്ടുള്ളവർക്ക് അറിയാം. സ്ക്രിപ്റ്റിൽ നല്ല രസമായിട്ട് ഇമോഷൻ ഉണ്ട്. മേ ബി അത് ഞാൻ ഡയറക്റ്റ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ വിടവ് കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിലുള്ള കാര്യം. സ്ക്രിപ്റ്റിലെ നിതിൻ സി ബാബു അവനാണ് ഇമോഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇമോഷൻ ട്രസ്റ്റ് ചെയ്യുന്ന ആളുമല്ല. ഞാൻ ഇമോഷനേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് അവൻ പണിപ്പെട്ട് കുറേ ഇമോഷൻ ആ ടൈലൻ്റൊക്കെ അങ്ങനെ വരാൻ കാര്യം അതാ. അപ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇമോഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് റൈറ്റർ നിതിനുള്ളതാണ്. അതെ ബ്രോ, ഇതിലിപ്പം ഇന്റർവെൽ ബ്ലോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബോഡി സ്വാപ്പ് അതൊക്കെ ആദ്യമേ ബ്രോയിന്റെ മനസ്സിലുണ്ടോ അതോ പിന്നെ ഇന്റർവെൽ ബ്ലോക്ക് ഒരു അടിപൊളി വേണം? ആദ്യം ഇതിന്റെ 1 ലൈനർ എന്തായിരുന്നു? അതായത് ആദ്യം ഇത് ബോഡി അല്ല, കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഒരു ടൈറ്റ് സിനിമയാണ് അല്ലേ? പല ഇന്റർവെൽ ബ്ലോക്കിൽ ഒരു സ്വാപ്പ് ഉണ്ട്. ഇപ്പൊ അതൊക്കെ ആദ്യം ചിന്തിച്ചാണോ അതോ? അല്ല, ഇത് 2-3 രീതിയിൽ ഇവോൾവ് ആയതാണ്. ഒന്ന്, നമ്മുടെ ഞാനും നിതിനും കൂടി ഒരു സൂപ്പർ ഹീറോ പടം എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ നിതിൻ എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു, ഒരു ലൈൻ പറഞ്ഞു. എടാ, ഒരു സ്കൂളിൽ ഒരു പ്രൊഫസർ, അയാൾക്ക് ഒരു ടീച്ചർ അല്ലെങ്കിൽ ആ സാറ്, അയാൾക്ക് എന്തോ ഒരു ചെറിയ സൂപ്പർ പവർ ഉണ്ട്. ഇതറിയാന്നുള്ള അയാൾ ഈവിളാണ്. ഇതറിയാന്നുള്ള ഒരു ചെറുക്കൻ, ഒരു ഇൻട്രോവേർട്ട് ചെറുക്കൻ മാത്രം ആ ക്ലാസ്സിലുണ്ട്. ഇതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞെടാ, അത്
കൊള്ളാം, പക്ഷെ അതൊരു സൂപ്പർ ഹീറോ പടത്തിനുള്ള സാധ്യത ഇല്ലല്ലോ അതിൽ. കാര്യം അതൊരു ക്ലാസ്സിനുള്ളിൽ ഒതുങ്ങുന്ന കഥയില്ലെന്ന് പറഞ്ഞാൽ അന്ന് അവിടെ നിന്ന് മാറ്റി വെച്ചു. പിന്നെ 2023 ഫെബ്രുവരി 23 ജിമ്മിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചിട്ട് മാനന്തഭദ്രത്തിൽ ബോഡി മറ്റേ സ്വാപ്പ് ഉണ്ട്. അത് എവിടെ എന്നിട്ട് അപ്പം എനിക്ക് അവൻ പറഞ്ഞ ആ ലൈനിൽ ഇത് വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള തോന്നൽ വന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലായി വർക്കാവുന്നു. അന്ന് പക്ഷേ സാറും സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നു സ്വാപ്പ്. അതും പടത്തിൻ്റെ 5ാമത്തെ മിനിറ്റിലോ അല്ലെങ്കിൽ 15ാമത്തെ മിനിറ്റിൽ സ്വാപ്പ് സംഭവിക്കുന്ന പോലെയാണ് കൺസീവ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ എന്നിട്ട് നമ്മളൊരു 3-4 ഡേയ്സിൻ എനിക്ക് തോന്നി ഒരാളും കൂടെ അതിൽ വരാനുണ്ട്. അങ്ങനെ ഒന്നാണ് ഷായ് സാറിൻ്റെ ക്യാരക്ടർ. അങ്ങനെ 3 വേ സ്വാപ്പ് ആവുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എനിക്ക് ബോഡി 3 വേ സ്വാപ്പ് ആവുന്നു. അന്നത്തേൽ 15ാമത്തെ മിനിറ്റിൽ ബോഡി സ്വാപ്പായി. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ 6-5 സ്ക്രിപ്റ്റ് അതിന് മുന്നേ എഴുതിയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ഞാൻ ഈ 15ാമത്തെ മിനിറ്റ് സ്വാപ്പ് ആയി കഴിഞ്ഞ് ഇൻ്റർവെൽ ആകുമ്പോൾ തന്നെ ആൾക്കാർ ഈ പടം മടുക്കും. പിന്നെ സ്വാപ്പ് എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ വിചാരിച്ചു ഇൻ്റർവെല്ലിൽ സ്വാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റർവെൽ വരെ എന്ത് ചെയ്യാം, അങ്ങനെ ബോഡി കൺട്രോളിലോട്ട് എത്തുന്നു. ഇതാണ് ആ പ്രോസസ്സ്. എന്നിട്ട് ബോഡി കൺട്രോൾ എന്നുള്ള സാധനം കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ വെരി ഫസ്റ്റ് ഷോട്ട്, അതിലാണ് പടത്തിൻ്റെ ആദ്യത്തെ ഷോട്ട് കിട്ടുന്നത്. മറ്റേ ഷെറഫിക്ക കാഡ്ലാബിനകത്ത് താലതിരിക്കുന്ന ഷോട്ടാണ്. അത് സ്ത്രീന്ന് ഇൻസ്പയർഡ് ആണ് ആ ഷോട്ട്. സ്ത്രീയുടെ തുടക്കത്തിൽ അതേ ഷോട്ട്. അപ്പോൾ ഓക്കെ ഈ ഷോട്ട് വയ്ക്കാം. അങ്ങനെ ആദ്യം കിട്ടിയ ഷോട്ട് അതാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോന്നായിട്ട് അൺഫോൾഡായി വരുമായിരുന്നു. ഇൻ്റർവെല്ലിൽ സ്വാപ്പ് നടക്കുമെന്നറിയാം. പക്ഷേ ഇൻ്റർവെൽ സീക്വൻസ് തുടങ്ങുന്ന പോയിന്റ് തൊട്ട് ഇൻ്റർവെൽ എഴുതി കാണിക്കുന്നവരെ നമ്മൾ എഴുതിയ കൂട്ടത്തിൽ വന്നൊരു സാധനമാണ്. ഇങ്ങനെയൊക്കെ വരുമെന്നുള്ളതറിയാം. അതിന് എഗെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ SCT ആണ്. SCTയുടെ ജോഗ്രഫി വെച്ചാണ് ഞാൻ എഴുതിയത്. അപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് ഓടി ഇങ്ങനെ വരുന്നു, മറ്റേ ആൾ ഇവിടെ നിന്ന് ഓടി ഇങ്ങനെ വരുന്നു എന്നൊക്കെ ഉള്ളത് ആ SCTയുടെ ജോഗ്രഫിയിൽ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ SCTയിൽ അൺഫോൾഡ് ചെയ്യുന്നൊരു സ്റ്റോറി പോലെ ഞാൻ അവിടെ നിന്ന് എഴുതുമ്പോൾ എളുപ്പമാണ്. അങ്ങനെ പിന്നെ ഹൈ പോയിന്റ്സ് ഫിഗർ ഔട്ട് ചെയ്യുക, അതൊക്കെ ഈ പറയുന്ന പോലെ ആദ്യം പ്രൊജക്റ്റ് ആയി പോയ 6 അല്ലെങ്കിൽ 5 സ്ക്രിപ്റ്റിന്റെ ലേണിംഗ് ആയിരുന്നു. അതെ ബ്രോ, എന്തെങ്കിലും സ്ട്രക്ചർ ലെവല് നേരത്തെ നമ്മളാണെങ്കിൽ ഷെർഷയുടെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷെർഷ ഷെരീഫ് പറഞ്ഞിട്ടുണ്ട് ബേസിൽ ജോസഫ് സേവ് ദ കാറ്റ് വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ബ്രോ? അതെ, അതിന്റെ സ്ട്രക്ചറാണ് ഞാൻ ഭയങ്കര ഹാർഡ് കോർ ആയിട്ട് ഫോളോ ചെയ്യുന്നത്. വെരി ഹാർഡ് കോർ ആയിട്ട് ഫോളോ ചെയ്യുന്ന. അതൊന്നും പറയാമോ നമുക്കറിയാം? ബ്രോ അത് പെട്ടെന്ന് അങ്ങനെ സമ്മറൈസ് ചെയ്യാൻ പറ്റില്ല. അതൊരു ബീറ്റ് ഷീറ്റ് പോലെയാണ്. നമ്മുടെ ട്രഡീഷണൽ 3 ആക്ട് സ്ട്രക്ചർ അല്ല. പുള്ളി സേവ് ദ കാറ്റില് പുള്ളിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മറ്റേ ട്രഡീഷണൽ സ്ട്രക്ചറിൽ 3 ആക്ട് സ്ട്രക്ചറിൽ 0 to 15th മിനിറ്റ്, 15th to 25th മിനിറ്റ്, അങ്ങനെ മിനിറ്റ് വെച്ചാൽ പറയുന്നത്. ഇയാൾ പേജ് വെച്ചാൽ പറയുന്നത് 1ാമത്തെ പേജിൽ ഇത് സംഭവിക്കണം. 1ാമത്തെ പേജിൽ, നോട്ട് ഡ്യൂറേഷനിലല്ല, 5ാമത്തെ പേജിൽ ഇത് സംഭവിക്കണം. അങ്ങനെ അയാൾ എന്താ പറയുക, സിനിമയല്ല ബ്രേക്ക് ചെയ്യുന്നത്, അയാൾ സ്ക്രിപ്റ്റിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എനിക്കതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ട്രഡീഷണൽ സ്ട്രക്ചറിൽ ഉള്ളൊരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ആവുന്നുണ്ടോ? ട്രഡീഷണൽ സ്ട്രക്ചറിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്റർവെല്ലിന് മുന്നേ ഉള്ള എപ്പിസോഡ്സ് അവർ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് പ്രീ ക്ലൈമാക്സ് വരെ, അതായത് പടത്തിന്റെ ഇന്റർവെല്ല് തുടങ്ങി ഹാഫ് ഉണ്ടല്ലോ, ഇന്റർവെല്ല് തുടങ്ങിയിട്ടുള്ള സെക്കൻഡ് ഹാഫിന്റെ ഫസ്റ്റ് ഹാഫ്, ആ ഏരിയ ട്രഡീഷണൽ സ്ട്രക്ചറിൽ ഭയങ്കര ഡ്രൈ ആണ്. ഈ സേവ് ദ കാറ്റ് സ്ട്രക്ചറിൽ ഇയാൾ ഇത് രണ്ടും പൊളിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇതിലെന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഇന്റർവെല്ലിന് മുന്നേ ഉള്ള ആ പോയിന്റിൽ ഇയാൾ പേജ് നമ്പർ 35 to 55 ഫൺ ആൻഡ് ഗെയിംസ്, പ്രോമിസ് ഓഫ് ദ പ്രിമൈസ്, നമ്മുടെ പടക്കളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പേജ് നമ്പർ 35 to 55 ഇടയ്ക്കാണ് ഈ ബോഡി കൺട്രോളിന്റെ സാധനം പറഞ്ഞത്. 35 ഇവനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അരാഹുകാലം അത് കഴിഞ്ഞിട്ട് ഈ മറ്റേ പടക്കളം സോങ് വരുന്നു, ഇന്റർവെല്ലിൽ ഓട്ടം പിടി, ഫൺ ആൻഡ് ഗെയിംസ് എന്നാണ് അയാൾ ആ സാധനത്തിന് ഇട്ടേക്കണം. അപ്പോൾ എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പ്രോമിസ് ഓഫ് പ്രിമൈസ്, നമ്മൾ എന്താണോ പ്രിമൈസ് ചെയ്യുന്നത് അത് കൊടുക്കണം. ഭയങ്കര എളുപ്പമായിരുന്നു. 35ാമത്തെ പേജ് എത്തിക്കാനേ എനിക്ക് പാടുണ്ടായിരുന്നുള്ളൂ. 35 to 55 വരെ പറന്നു. ഇതേ പരിപാടി തന്നെയാണ് ഇയാൾ സെക്കൻഡ് ഹാഫിലും ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ ഇതേപോലെ ഒരു സെഗ്മെന്റിൽ ബാഡ് ഗൈസ് ക്ലോസിംഗ് ഇൻ, അതായത് ശത്രുക്കൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ സെഗ്മെന്റ് ഉണ്ട്. അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇതിൽ. അത് ഞാൻ എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ, രഞ്ജിത്ത് സാറും അതായത് സെക്കൻഡ് ഹാഫിൽ സന്ദീപും സുരാജേട്ടനും കൂടെ ഒരു എഗ്രിമെന്റ് എത്താൻ ഡൈസ് എടുക്കാം. പിന്നെ അവരിങ്ങനെ പതുക്കെ സ്റ്റോറിയുടെ പ്രോഗ്രഷനിൽ 2 സൈഡിലോട്ട് വന്ന് ഇനി എനിക്ക് എൻ്റെ വഴി നിനക്ക് നിന്റെ വഴി എന്ന് പറഞ്ഞ് ഒരു പോയിന്റ് ഇയാൾ മനസ്സിലാക്കുകയാണ് ഇവന് ചതിക്കാൻ തന്നെയാണ് പ്ലാൻ. അപ്പം ഈ സാധനം എനിക്ക് ക്രാക്കായി കഴിഞ്ഞതോടെ ഈ സാധനം മാത്രം ഞാൻ ഫിഗർ ഔട്ട് ചെയ്താൽ മതി. പിന്നെ അവിടെ ഇടുന്ന എല്ലാ സീനിലും എനിക്ക് ഫൺ ചെയ്യാൻ പറ്റും. ഈ ഒറ്റ ലെയർ അതിൻ്റെ പിറകെ പതുക്കെ കിടന്നാൽ മാത്രം മതി. ഞാൻ അതിനായിട്ടൊന്നും എഴുതാനൊന്നും പോകണ്ട. അപ്പോൾ അതാണ് ആൾക്കാർക്ക് ലാഗ് അടിക്കാത്തതിൻ്റെ കാര്യം. അതിങ്ങനെ വളരെ ചെറുതായിട്ടാണെങ്കിൽ ആ അനക്കം ഉണ്ട് അവിടെ. അപ്പോൾ ട്രഡീഷണൽ സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്താൽ ഇത് കിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഉറപ്പായിട്ടും അതിന് തർക്കമുള്ളൊരു കാര്യം. ഞാൻ മിഥുൻ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരന് സേവ് ദ കാറ്റ് സജസ്റ്റ് ചെയ്തിട്ട് അവൻ എനിക്ക് തിരിച്ച് മെസ്സേജ് ഇട്ട്, മനു പ്ലീസ് റീകൺസിഡർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലർക്കും പലതാണ്. പക്ഷേ ട്രഡീഷണൽ സ്ട്രക്ചർ നോക്കിയിട്ട് എനിക്ക് തലപ്പരാന്തായിട്ടുണ്ട്. സേവ് ദ കാറ്റ് എനിക്ക് ഭയങ്കര എളുപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റി. അതെ. ഈ ബ്രോ ആദ്യത്തെ 6 സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പേ സേവ് ദ കാറ്റ് വായിച്ചോ? ഇല്ല, എനിക്ക് തോന്നുന്നു ഞാനൊരു
5ാമത്തെ സ്ക്രിപ്റ്റ് തൊട്ടാണ് സേവ് ദ കാറ്റിലോട്ട് വന്നത്. അതിന് ബ്രോ ഒരു സ്ക്രിപ്റ്റ് എഴുതണ മുമ്പേ ഇപ്പൊ ആക്ച്വലി അത് മൊത്തം മാപ്പ് ഔട്ട് ചെയ്യും, അതായത് ബീറ്റ്സ് പറ്റും. അതെ അതെ, ഒരു ഐഡിയ കിട്ടിയാൽ തന്നെ ഈ ഐഡിയ ഒരു ഐഡിയക്ക് എത്രയാണ് എക്സ്പയറി എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഏറ്റവും പാട്. അതായത് ഇപ്പം ഞാൻ പെട്ടെന്ന് ബോഡി സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ 1ാമത്തെ മിനിറ്റ് ബോഡി സ്വാപ്പ് കാണിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെ മിനിറ്റിന് ശേഷമായിരിക്കും ഓഡിയൻസ് അത് മടുക്കുന്നത്. അത് ഫിഗർ ഔട്ട് ചെയ്തിട്ട് അതിനൊരു 5 മിനിറ്റ് മുന്നേ അടുത്ത സാധനം കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ വർക്കാണ്. അപ്പം ഇതാണ് അത്. എന്ത് കിടിലം ഐഡിയാസ് ഒരുപാട് പേർക്കുണ്ട്. ഈ ഐഡിയയുടെ എക്സ്പയറി ഫിഗർ ഔട്ട് ചെയ്യുക, ഐഡിയ എന്നിട്ട് നമ്മൾ ഐഡിയ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതാണോ, ഐഡിയയുടെ പുതിയ സാധ്യതകളാണോ, ഐഡിയയുടെ എസ്കലേഷൻ ആണോ, ഡ്രാമയുടെ എസ്കലേഷൻ ആണോ, അത് ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. അല്ല ഞാനിപ്പം അതിപ്പോൾ ഐഡിയാസ് അത്രയും വരുന്നുണ്ടാണ്. ഇപ്പം ഞാനിപ്പോൾ സ്പോയിലർ ആയിരിക്കും, രഞ്ജിത്ത് സാറിന്റെ ഒരു കണ്ടീഷൻ സെക്കൻഡ് ഹാഫ് വരുമല്ലോ. അതെ അതെ, അതൊക്കെ ബ്രോ ഇങ്ങനെ ഈ സ്ട്രക്ചറിലോട്ട് എനിക്ക് ഇവിടെ സാധനം വേണം അങ്ങനെ എഴുതിയതാണ്, അല്ലാതെ അതും പ്രീ പ്ലാൻ. അപ്പൊ അങ്ങനെ വേണം. അപ്പൊ അതിനെ പറ്റി ഇങ്ങനെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതെ, അങ്ങനെ ഒന്നാണ്. അതാ നമുക്ക് വൺസ് ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബീറ്റ്സ് മാച്ച് ചെയ്ത് പോകുക എന്നുള്ളൂ. ഈ ബീറ്റ്സ് ലോക്ക് ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം എന്താണെന്ന് അറിയാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സേവ് ദ കാറ്റിൽ അയാൾ പേജ് വെച്ചാ പറയുന്നത്. അപ്പൊ ആ പേജിൽ ആ സാധനം ഉണ്ടായാൽ മതി, അതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുള്ള മാറ്റർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ആ ഫ്രീഡം കിട്ടുന്നതും. സെക്കൻഡ് ഹാഫിൽ ഇപ്പം ഇത് എനിക്ക് എൻ്റെ പടം ഭയങ്കര പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു 10 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ പടം ഏറ്റവും മോശം പടമാണെന്ന് എനിക്ക് പറയാൻ പറ്റും, ബാധിച്ചെടുക്കാൻ പറ്റും. അത് പൂട്ടിയിട്ടുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഒന്നുമില്ല. ഇപ്പം രഞ്ജിത്തിന് ഇവനെ ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ ഫസ്റ്റ് ഹാഫിൽ. ഇയാൾക്ക് ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവന്റെ ബോഡി കൺട്രോൾ ചെയ്ത് ആ ബോർഡ് എടുത്ത് തിരിച്ചാൽ കൊടുത്താൽ മതി, ഇയാൾക്ക് കൊടുപ്പിച്ചാൽ മതി. അത് അയാൾ ചെയ്യുന്നില്ല. അത് ചെയ്യുന്നില്ല എന്നുള്ള ഞാൻ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ചില്ല, മനസ്സിലായി? അത് ഇനിയിപ്പോ അത് കാണുമ്പോ പടം പോയി, ഇവിടെ പടം വീണു. ഇങ്ങനെ സെക്കൻഡ് ഹാഫ് പറയാനാണെങ്കിൽ ഒരു ലോഡ് കാര്യങ്ങളുണ്ട്. ചോദിക്കില്ല. അതിനുള്ള പഴുതുകൾ അതിൽ ഇട്ടിട്ടുണ്ട്. പഴുതുകളെന്നല്ല പറയുന്നത്, നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മറ്റേ പറയുന്നില്ല എല്ലാവരും മേക്ക് ബിലീഫ് ഇല്ലേ, ആ ഒരു മൂഡിൽ നിൽക്കും. അതെ, സെക്കൻഡ് ഹാഫിൽ ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് എനിക്ക് കഥ തീർത്തു തരാൻ പറ്റും. സന്ദീപ് മറ്റേ ബാത്റൂം സീൻ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വഴി നിനക്ക് നിൻ്റെ വഴി. സന്ദീപ് പിന്നെ എവിടെയാണ് കറങ്ങി നടക്കണേ? അത് രഞ്ജിത്ത് സാർ എവിടെയാണ് കറങ്ങി നടക്കണം? കോളേജിൽ വെറുതെ കറങ്ങി നടക്കണം. അവൻ ഈ ഡ്രസ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇവർക്കാർക്ക് അച്ഛനും അമ്മയില്ലേ? അങ്ങനെ ഒരു ലോഡ് ചോദ്യങ്ങളുണ്ട്. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. മണിച്ചിത്രത്താഴ് സിനിമയിൽ ദൈവമേ ഈ മറ്റേ വാച്ച് എറിഞ്ഞ് പൊട്ടിക്കുന്ന ഷോട്ടുണ്ട്, ക്ലോക്ക് എറിഞ്ഞ് പൊട്ടിക്കുന്ന, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഫ്രെയിമിൽ ശോഭന ചേച്ചി നിപ്പുണ്ട്, ഓക്കെ, എന്നിട്ടാണ് ആ ക്ലോക്ക് പൊട്ടുന്നത്. നമ്മൾ ആരും ചോദിച്ചിട്ടില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ നിന്ന് ആ ക്ലോക്ക് എറിഞ്ഞ് പൊട്ടിക്കണമെങ്കിൽ പുള്ളിക്കാരിക്ക് ഇങ്ങനെ എറിയണം കാണിക്കണം. അത് അവിടെ നിൽക്കുന്ന ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ആ ഷോട്ട് എടുത്ത് നോക്കിയറിയാം പുള്ളിക്കാരി സാരിയുടെ സൈഡിൽ കല്ല് വെച്ചിട്ടുണ്ട്, കയ്യിലൊരു കല്ല് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാതിരിക്കുന്നിടത്താണ് അതിന്റെ ബ്രില്യൻസ്. നമ്മൾ പഴുതടച്ച് പടം ചെയ്ത് കഴിഞ്ഞാൽ പഴുതടക്കലേ നടക്കും, പടം കാണില്ല. ഇല്ല ബ്രോ, നമ്മുടെ അടുത്ത് സാധാരണ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് സ്ക്രിപ്റ്റ് റൈറ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ അവര് നമ്മൾ സ്ക്രിപ്റ്റ് നരേറ്റ് നമ്മൾ ഇത് ഫസ്റ്റ് ഹാഫിൽ തീരൂലേ ഇത് അല്ലേ, ഇതിലൊന്നും ഇല്ല, ഇതെന്തോ ഒരാള്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു, പക്ഷെ പിന്നെ ചിലവര് പറയും ബ്രോ ഇത് ഞാൻ മേക്കിംഗ് പിടിക്കുന്ന കാര്യം വളരെ റെയർലി സംഭവിക്കുന്നതാണ്. വളരെ റെയർലി അത് സംഭവിക്കും. മേക്കിംഗ് ബ്രോന്റെ അടുത്ത് ഇപ്പൊ ചോദിക്കുന്ന ബ്രോ ഒരു സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ ഇങ്ങനത്തെ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അത് എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ്? കാരണം ഈ പറഞ്ഞ ലോജിക്കൽ ചോദ്യങ്ങൾ ചോദിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാനീ പറയുമ്പോൾ അല്ലാതെ മണിച്ചിത്രമുള്ള ഈ ഒരു സാധനം നിങ്ങളത് അറിയുന്നില്ല. ഇപ്പൊ ഈ ദൃശ്യം കണ്ടിട്ട് ഒരുപാട് പേര് ദൃശ്യത്തിന്റെ ആ പാറ്റേണിൽ കൊലപാതകം നടത്തി എല്ലാവരും പിടിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ അവിടെ അവരാരും ആ ചോദ്യം ചോദിച്ചില്ല, ഇതിൽ എങ്ങനെയാ ലൂപ്പ് ഹോളെന്നുള്ളത്. പക്ഷെ പോലീസുകാർക്ക് അതറിയാം. ചോദിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ബ്രോ ഈ മേക്കിങ്ങിൽ പിടിക്കുന്നതിന്റെ എല്ലാവരും പറയുന്നത് മേക്കിങ്ങിൽ പിടിക്കുന്ന ബ്രോ അതിൽ സംഭവം എന്താണെന്ന് അറിയാമോ? നിങ്ങളൊരു ഷൂട്ടിംഗ് സെറ്റിൽ ചെന്ന് നിന്നറിയാം മേക്കിങ്ങിൽ പിടിക്കുന്നത് എന്ത് പാടുള്ള പരിപാടിയാണ്. മഴ, ജൂനിയർ ആർട്ടിസ്റ്റ്, ശിബുചേട്ടൻ നമ്മുടെ പ്രൊഡക്ഷനോട് ഇങ്ങനെ നോക്കും ചില സമയങ്ങളിലൊക്കെ. നമുക്ക് എല്ലാ ഫാക്ടേഴ്സും നമുക്ക് അനുകൂലമായിരിക്കവേ, നമ്മുടെ മൈൻഡും ഷാർപ്പായിരിക്കവേ മാത്രം സംഭവിക്കുന്ന ഒരു സാധനമാണ് മേക്കിങ്ങിൽ പിടിക്കുക എന്നുള്ളത്. അതായത് നിങ്ങൾക്കിപ്പം ഒരു 60 ദിവസം എല്ലാ ആർട്ടിസ്റ്റിനും ഡേറ്റ് വേണം. ഈ 60 ദിവസം എല്ലാ ആർട്ടിസ്റ്റിനും ഡേറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ മേക്കിംഗ് പിടിക്കാൻ നിൽക്കുന്ന പടമാണെങ്കിൽ ആർട്ടിസ്റ്റിന്റെ വയറിളക്കം, വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതെല്ലാം ബാധിക്കും ഇതെല്ലാം അതിനെ ബാധിക്കും. ഒരു ആർട്ട് ഡയറക്ടർ ഒരു ആണി കൊണ്ടുവരാൻ മറന്ന അന്നത്തെ മേക്കിംഗ് തീരും. മനസ്സിലായോ? അപ്പൊ മേക്കിംഗ് പിടിക്കാൻ നിൽക്കുന്ന പറഞ്ഞാൽ അത് അങ്ങനെ പിടിക്കുന്നവരുണ്ട്. അങ്ങനെ പിടിക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. കോമഡി പടങ്ങളൊക്കെ പണ്ടെന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ഇല്ലാതെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. കോമഡിക്ക് അത് വർക്കാണ്. കോമഡിക്ക് നമുക്ക് കോമഡി പടം അതെ അതില് അല്ല ബ്രോ, ഇതില് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇതിന്റെ
എല്ലാ കോമഡി എടുത്ത് മാറ്റിയാൽ ഇതിനകത്തൊരു കഥയുണ്ട്, ഒരു പടമുണ്ട്. അപ്പൊ അതിന് മേലെ ഇവർക്ക് ഇംപ്രൂവൈസ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ കണ്ടിട്ടുള്ള എസ്റ്ററിയോസ് മൂവീസിലെല്ലാം പ്രിയദർശൻ സാറിന്റെ മോഹൻലാലിന്റെ എല്ലാ പടങ്ങളിലുള്ള ഗുണം അതാണ്, അവരുടെ സ്റ്റോറി ഇൻടാക്ട് ആണ്. ഇപ്പം നമ്മൾ ബോയിങ് എടുത്താലും വന്ദനം എടുത്താലും സ്റ്റോറി ഇൻടാക്ട് ആണ്. അതെ, നോ ബ്രോ, അത് എനിക്ക് പറഞ്ഞേ പറ്റൂ. എല്ലാരും ആ മനുഷ്യനെ ഒരുപാട് പറയുന്നുണ്ട് ബ്രോ. ഞാൻ നിങ്ങൾക്ക് ബെറ്റ് ചെയ്യാം, നിങ്ങൾ ഒരു ഇംഗ്ലീഷ് പടം എടുത്ത് മലയാളത്തിലോട്ട് അത് ചെയ്യാൻ നോക്കുക, അപ്പം അറിയാം എൻ്റെ ബുദ്ധിമുട്ട്. വേറൊന്നുമല്ല, നമ്മുടെ കൾച്ചറിൽ റൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ ടാസ്ക് വേറെ ഇല്ല. ഞാൻ പുള്ളി CD എന്ന് പറയുന്നില്ലേ, ആ 10 CD ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളത് മലയാളത്തിൽ ചെയ്ത് നോക്കുക, ആൾക്കാർ കൂവും. അതിനെ മലയാളത്തിലോട്ട് കൾച്ചറലി ട്രാൻസ്ഫേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല. ഞാനത് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്. എത്രയോ ഇംഗ്ലീഷ് പടങ്ങൾ ഞാൻ ചുരണ്ടാൻ നോക്കിയിട്ടുണ്ട്. നടക്കത്തില്ല ബ്രോ, നടക്കത്തില്ല. അത് വേറെ തന്നെ സ്കില്ലാണ്. നമ്മളതൊരു സെക്കൻഡ് റേറ്റഡ് സ്കില്ലായിട്ട് ഒരിക്കലും കാണേണ്ട കാര്യമല്ല. വേറൊരു അതാ എനിക്കത് ഞാൻ ആ മനുഷ്യൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളാണ്. നമ്മുടെ ഞാൻ ഈ പടക്കളം കാണുമ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ജുമാൻജിയാണ്. അതെ, അതുകൊണ്ട് പറയാം പടക്കളത്തിന്റെ അതെ, പടക്കളത്തിന്റെ ഈ മറ്റേ ഇറങ്ങിയ സമയത്ത് റെഡിറ്റിൽ നമുക്ക് കുറെ ഊക്ക് കേട്ടു. പക്ഷെ ഞാനത് ജോളിയായിട്ട് എടുത്തോളൂ. പടക്കള മാറ്റിയ കറക്റ്റ് ആവും പടക്കം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഐറ്റംസ് വന്നു. 144P ജുമാൻജി, ജുമാൻജിയുടെ റീമേക്ക് ജുമാൻജി ഓക്കെ ഇൻസ്പയർഡ് ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പടം ഇൻസ്പയർ ആയിരിക്കുന്നത് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ, അനന്തഭദ്രം, ഇതിഹാസ, അടികപ്പിയരെ കൂട്ടമണി, പകൽപൂരം, അങ്ങനെ കംപ്ലീറ്റ് മലയാളം പടത്തിൽ നിന്നാണ് റെഫറൻസ് ഇട്ടെ. ഞാൻ ജുമാൻജിയാണ് റെഫറൻസ് എടുത്തിരുന്നെങ്കിൽ ഈ പടം പൊട്ടും, ഉറപ്പായിട്ട് പൊട്ടും. അതിവിടെ കൾച്ചറിൽ നമുക്ക് ഒരിക്കലും വർക്കാവാത്ത സാധനമാണ്. അപ്പം അതാണ് മനസ്സിലാക്കേണ്ട ഒരു കേസ്. അപ്പോൾ കൾച്ചറൽ റൂട്ടിംഗ് എന്ന് പറയുന്ന സാധനം. പിന്നെ ബ്രോ ചുരണ്ടാൻ വെളിയിൽ പോണ്ട, മലയാളത്തിലുണ്ട് അടിപൊളി സാധനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഒരു സമയം കഴിയുമ്പോൾ മലയാളം പടത്തിനെ പുച്ച് ചെയ്ത് വേൾഡ് ക്ലാസിക്കുകൾ കാണുമെന്ന് പറഞ്ഞാൽ ആ വഴിക്ക് പോകും. പിന്നെ തിരിച്ചൊരു വരവുണ്ട്, ആ വരവിലാണ് മനസ്സിലാവണം ഇവിടുത്തെ പരിപാടി എന്താണെന്നുള്ളത്. അതിലാണ് പരിപാടി ഇരിക്കുന്നത്. ഞാൻ ആ കോമഡിയുടെ കാര്യം, ഈ സിനിമയിലും കുറെ കോമഡി, അത് എത്രത്തോളം കയ്യിൽ നിന്നിട്ടെല്ലാം അതായത് ആക്ടേഴ്സ് കയ്യിൽ നിന്നിട്ട് മറ്റേ ആ ഏറ്റവും ചിരി പൊട്ടിയ സെക്കൻഡ് ഹാഫിൽ ഒരു സീൻ ഉണ്ടല്ലോ, ഷറഫുദ്ദീനും പൂജ മോഹൻരാജ്, അത് ഷർഫിക്ക കയ്യിൽ നിന്നിട്ടാണ് സ്പോട്ടിൽ. പുള്ളി ആ സീന് പറഞ്ഞിട്ട് മനു അങ്ങനെയല്ല, മനു അവിടെ എന്തോ ഒരു ഡയലോഗ് വേണമെന്ന് പറഞ്ഞ് പുള്ളി കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട്. വേറെ സംഭവമുണ്ട്, ഈ പടത്തിൽ എനിക്ക് മറ്റേ ഡബിൾ മീനിങ് ഉള്ള ജോക്ക് ഒന്നും പാടില്ല എന്നുള്ളത് നിർബന്ധമായിരുന്നു. ഈ പിള്ളേരടക്കി വെച്ച് എടാ കോപ്പയെന്നൊക്കെ വിളിക്കുമ്പോൾ അതൊക്കെ പറ്റൂല, എടാ പുല്ലേന്നൊക്കെ വിളിക്കുമ്പോൾ അതെല്ലാം ഞാൻ മാറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഡബിൾ മീനിങ് എനിക്ക് പറ്റൂല. ഈ പടത്തിന് എനിക്ക് ജനറലി പറ്റില്ലെന്നല്ല, നാളെ ഒരു പടം ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യുമായിരിക്കാം, ഈ പടത്തിന് അത് വേണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഷറഫിക്കും അറിയാം ഇത് ഞാനിത് ഇടാൻ സമ്മതിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഷറഫിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവിടെ എന്തോ ഒരു എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്തായൊക്കെ പറഞ്ഞ, അല്ല ഞാനത് കാണിച്ചു തരാം, അല്ലേക്ക പറ, ഇല്ല മനു അത് സ്ക്രീനിൽ കണ്ടോന്ന് പറഞ്ഞിട്ട് പുള്ളി ഡയലോഗ് ഇട്ട് ഞാൻ ഭയങ്കര ചിരിച്ചിട്ട് ഷറഫിക്ക ഡബിൾ മീനിങ് ഞാൻ ഇനി ടേക്ക് തരില്ല, പുള്ളി പോയി. അല്ല പിന്നെ അത് പക്ഷേ അത് വയ്ക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പുള്ളി പറയുന്ന ഡയലോഗിൽ ഒരു ഇന്നസെൻസ് ഉണ്ട്. ആ സാഹചര്യത്തിൽ ഒരു ഇന്നസെൻസ്, അതെ. പിന്നെ അത് എനിക്ക് ഞാൻ എപ്പോഴും ചിരിച്ചു പോകുന്ന സാധനം മറ്റേ ഈ മീശ മാധവനില് മറ്റേ ജഗദീഷ് ശ്രീകുമാർ വീട്ടിലോട്ട് കയറുന്ന സമയത്ത് പുരുഷ് വന്ന് നിൽക്കും. അപ്പൊ പെട്ടു പോകുന്ന സമയത്ത് പറഞ്ഞ പുരുഷ് എന്നെ അനുഗ്രഹിക്കും, ആ ഒരു സാധനമുണ്ട്. അത് ഭയങ്കര നിഷ്കളങ്കമാണ്, ഡബിൾ മീനിങ് ഒന്നുമില്ല, പക്ഷെ വന്ന് കാലിലുണ്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയില്ല, ആ ഒരു മൂഡാണത്. അപ്പൊ അത് പിന്നെ തിയേറ്ററിൽ ഏറ്റവും ഞാൻ കണ്ട തിയേറ്ററിൽ അല്ല എല്ലായിടത്തും കിട്ടിയ അതാണ് ആ സാധനത്തിനാണ് ഭയങ്കരമായിട്ട് ചിരിക്കുന്നത്. എനിക്ക് ശരിക്കും ഷറഫുദ്ദീനാണ് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. എസ്പെഷ്യലി സുരാജ് ചേട്ടനായിട്ട് വരുന്ന ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്ക് എന്റെ ചാറ് വിറ്റോ ഇത് ബ്രോ ഇത് എഴുതിയപ്പോ ഇവരെയൊക്കെ പ്ലേസ് ചെയ്തോ അതോ? അല്ല, ഈ കഥയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഡ്രോൺ അല്ല, പ്ലോട്ട് ഡ്രോൺ ആണെന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പ്ലോട്ട് ഉള്ളതുകൊണ്ട് എഴുതാൻ പറ്റും. പിന്നെ ആദ്യം മനസ്സിൽ കണ്ട രഞ്ജിത്ത് സാറ് ബേസിലേട്ടനായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ബേസിലേട്ടനിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ഈ പടത്തിൽ കൂടുതലുള്ളത്. അപ്പോൾ ഈ പടം പുള്ളിക്ക് വർക്കാവുന്നുള്ള എനിക്കറിയാം. കാര്യം പുള്ളി കേൾക്കുന്ന കഥകൾ, പുള്ളി എക്സൈറ്റ് ചെയ്യുന്ന കഥകൾ ഏതാണെന്ന് എനിക്കറിയാം. വെരി ക്ലിയർലി പുള്ളി എക്സൈറ്റ് ചെയ്യുന്ന കഥയാണിത്. അപ്പോൾ ബേസിലേട്ടന് വേണ്ടി എഴുതിയാണ്. പക്ഷേ പുള്ളിക്ക് ഒബ്വിയസ്ലി ഡേറ്റ് ഇല്ലാതെ പോയി. ആ സമയത്ത് ഞാൻ ചെന്നപ്പോൾ ഡേറ്റ് ഇല്ലാതെ പോയി. അങ്ങനെ പുള്ളി വിജയ് സുബ്രഹ്മണ്യം ഇതിൻ്റെ കോ പ്രൊഡ്യൂസറിനെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് പടം ഓണാവുന്നത്. പുള്ളിക്ക് ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് പ്രൊഡക്ഷനെ മുട്ടിച്ചു തന്നു. അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ അത് പുള്ളിയായിരുന്നു. പിന്നെ സന്ദീപിൻ്റെ റോളിൽ ഒബ്വിയസ്ലി ആ റോളിൽ മാർക്കറ്റബിൾ ആയിട്ടുള്ള ഒരു നടനെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പോൾ
വേണ്ട പറയൂല ഒന്നാലും പറയൂല. അപ്പോൾ പുള്ളിക്കാരൻ വായിച്ചിട്ട് പുള്ളിക്കാരൻ അത് ഇപ്പം അത് ചെയ്യണമെന്നുള്ള ഡൗട്ട് വന്നു. അത് വെരി വാലിഡ് ആണ് ആ ഡൗട്ട്. കാര്യം എന്നെ പോലെ ഒരു ന്യൂ മേക്കറെ ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? പേര് പറയുന്നത്. അപ്പോൾ പുള്ളി ബാക്ക് ഔട്ട് ചെയ്തു. അങ്ങനെയാണ് സന്ദീപ് വരുന്നത്. സന്ദീപ് വെരി ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ കൂളായിട്ട് പിക്ക് ചെയ്തു പരിപാടി. പക്ഷെ അന്നും എഴുതുമ്പോൾ ആദ്യം മനസ്സിലുള്ള സുരാജേട്ടനാണ്, ഷാജി സുരാജ് അല്ലാതെ എനിക്ക് വേറൊരു ഓപ്ഷൻ കാണാൻ പറ്റില്ല. ഞാൻ വഴക്ക് പിടിച്ച് വിജയ് സാറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് സുരാജേട്ടനെ കൊണ്ടുവരായിരുന്നു. അതിന് വാലിഡ് റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ഭ്രാന്തമായ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഓവർ ദ ടോപ്പ് ക്യാരക്ടറിനെ ചെയ്യാൻ ലൈസൻസ് മലയാളികൾ വളരെ കുറച്ച് നടന്മാർക്ക് ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലൊരാൾ ഹോപ്പ്ഫുള്ളി സുരാജേട്ടനാണ്. അപ്പോൾ എനിക്ക് പുള്ളിയെ വേണം അത് പുൾ ഓഫ് ചെയ്യാൻ. അതായത് അതിൽ ഏറ്റവും കൺവിൻസ് ചെയ്യാൻ പാട് സുരാജേട്ടൻ്റെ ക്യാരക്ടറാണ്. അതായത് ഒരു 20 വയസ്സുകാരൻ പെട്ടെന്നൊരു 45 വയസ്സുകാരൻ്റെ ശരീരത്തിനകത്ത് കയറി എന്ന് പറഞ്ഞാൽ ക്രിഞ്ചാവാൻ ഭയങ്കര ടാസ്ക്കാണ്. അത് സുരാജേട്ടനായതുകൊണ്ട് മാത്രമാണ് അവിടെ സേഫായിട്ട് പോകുന്നത്. അത് വളരെ വലിയ സത്യമാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി 8ന്റെ പണി കിട്ടാന്നുള്ള സാധനമാണ്. അതിപ്പം നമുക്ക് കാണുമ്പോൾ പോലും ബ്രോ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെർഫോമർ ഷർഫിക്കാണെന്ന് പേഴ്സണലി തോന്നി പറഞ്ഞല്ലോ. പക്ഷെ സുരാജേട്ടൻ അതിൽ വന്നതുകൊണ്ടാണ് നമുക്കത് കൺവിൻസ് ആയത്. ഇല്ലെങ്കിൽ പടം മൊത്തത്തിൽ വീണേനെ. അപ്പൊ അതൊരു കോമഡി അതിൽ ഏറ്റവും കയ്യടി കിട്ടിയ മറ്റേ ടാർ വിറ്റ് അതൊക്കെ ആ എൻറ്റയർ സീൻ കയ്യിൽ നിട്ടതാണ്. അതായത് ഫാസ്റ്റ് ഫാസ്റ്റിനുള്ള ബഡ്ജറ്റ് ഇല്ല. അതെ അത് ഇട്ടതാ. അത് ഒറിജിനൽ ഡയലോഗ് അങ്ങനല്ല. അത് മറ്റേ വന്നിട്ട് സാർ ചീഫ് ഗസ്റ്റ് ആരാ? ബേസിൽ ജോസഫ്. ആ സൈക്കോ ഇങ്ങനെയായിരുന്നു ഒറിജിനൽ ഡയലോഗ്. നമുക്ക് തിരിച്ച് ബ്രോയിന്റെ കഥയിലോട്ട് വരാം. ബ്രോ അല്ല, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോ ഓൾമോസ്റ്റ് സിനിമയുടെ കഥ മൊത്തം പറഞ്ഞു. കുഴപ്പമില്ല, OTT 10ാം തീയതി റിലീസാ. ബ്രോയിന് ഇത് ഇറങ്ങണം മുമ്പേ ഒരു പേടി ഉണ്ടായിരുന്നു, പാഷൻ കോക്ക് എന്ന് പറയും അങ്ങനെയൊക്കെ. റിവ്യൂസിന് എനിക്ക് പേടിയില്ലായിരുന്നു. റിവ്യൂസിന് പേടി വേറെ, പക്ഷെ ഞാൻ അറിഞ്ഞൂടാത്ത രീതിയിൽ അതിലൊരു പണി വന്നു. അത് ഞാൻ പിന്നെ ചിന്തിക്കുന്നത്. കാര്യം റിവ്യൂസിനെ ഞാൻ പേടിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 1.5 കൊല്ലമായിട്ട് ഞാൻ എല്ലാ റിവ്യൂസിനെയും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് വർക്കാവുന്നത് എന്താണ് വർക്കാവാത്തത് എന്നുള്ളത് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്ക് പണി പറ്റിപ്പോയി എവിടെയെന്ന് പറഞ്ഞാൽ അത് പാർട്ട്ലി എൻ്റെ മിസ്റ്റേക്കും കൂടാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഇതേപോലെ ഒരു മൈക്കിൻ്റെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. മീൻസ് യുവർ എക്സ്ട്രോവേർട്സ്. ഒരു റിവ്യൂവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മൈക്ക് തുറന്ന് ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ നിങ്ങളുടെ മുഖം കാണിച്ച് നിങ്ങളുടെ ഒരു വശം പറയാൻ കെൽപ്പുള്ള ആളാണെങ്കിൽ യു ആർ ആൻ എക്സ്ട്രോവേർട്ട്. അപ്പോൾ അവർക്ക് ഒരു ഇൻട്രോവേർട്ടിൻ്റെ കഥ റിലേറ്റ് ആവാൻ ഇച്ചിരി പാടായിരിക്കും. മനസ്സിലായോ? ആ റിലേറ്റബിലിറ്റി ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട്. ഇത് ഞാൻ മുൻകൂട്ടി കാണേണ്ടായിരുന്നു. അവിടെയായിരുന്നു എൻ്റെ മിസ്റ്റേക്ക് പറ്റിയത്. ഇനി അതിലെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വേർഡ് ഓഫ് മൗത്തിൽ നിൽക്കുന്ന ഒരു പടമാണ്. ഓക്കെ, അതായത് പ്രൊമോഷൻ്റെ സ്ട്രാറ്റജി തന്നെ വേർഡ് ഓഫ് മൗത്താണ്. അപ്പോൾ വെരി ഫസ്റ്റ് വരുന്ന റിവ്യൂ നമുക്ക് മാറ്റേഴ്സ് എ ലോട്ട്. ഓക്കെ, ഞാൻ ചെയ്യേണ്ടിയിരുന്ന എന്തോന്ന് അല്ല, ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനി ബ്ലെയിം എൻ്റെ തലയിലാണല്ലോ, കുഴപ്പമില്ല. അതായത് ഈ പിള്ളേർ ആദ്യം സൂപ്പർ ഹീറോയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അശ്വന്ത് കോക്കാണ് മെയിൻലി അത് പറഞ്ഞത്. അത് ഭയങ്കര ക്രിഞ്ചാണ്, അൺറിലേറ്റബിൾ ആണ്. അതിൻ്റെ പ്രശ്നം ഇതാണ്, ഞാൻ ആ 4 ക്യാരക്ടേഴ്സിനെയും കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു. കഥ പിന്നെ അങ്ങോട്ട് പ്രോഗ്രഷനിൽ നിങ്ങൾക്ക് അവർ റിലേറ്റ് ചെയ്യാൻ പറ്റി. അതായത് ആദ്യം പറയുന്ന ഈ സൂപ്പർ ഹീറോയുടെ അതേ വാചകങ്ങൾ തന്നെയാണ് ഇവർ പടം തീരുമ്പോഴും പറയുന്നത്. തീരുമ്പോൾ നമുക്കത് വർക്കാവണം. കാര്യം നമ്മൾ ഇവരുടെ കൂടെ ജേണി ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറ്റിപ്പോയ പ്രശ്നം ഇതാണ്. അപ്പം ഞാൻ വേർഡ് ഗോയിൽ 4 ഇൻട്രോവേർട്സിനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതങ്ങ് വർക്കാവുമെന്ന് വിചാരിച്ചു. അതങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അവിടെ എനിക്കൊരു തെറ്റ് പറ്റി. അപ്പോൾ എക്സ്ട്രോവേർട്സിന് ഒരിക്കലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ആദ്യത്തെ വന്നൊരു 4-5 റിവ്യൂസിലുണ്ടായിരുന്നു. അത് ഞാൻ കിടുങ്ങിപ്പോയി. കാര്യം വേർഡ് ഓഫ് മൗത്തിൽ കൂടെ നിൽക്കുന്ന പടമാണ്. ആൻഡ് കോൺട്രവേഴ്സി വേണ്ട, ഇല്ല വേറെ 2-3 പടം എൻ്റെ മനസ്സിൽ കൂടെ പ്ലിങ് എന്ന് പറഞ്ഞൊരു 3 പടം പോയി. റിവ്യൂസ് ഭയങ്കര പോസിറ്റീവ് പറഞ്ഞ പടങ്ങൾ. അപ്പോൾ അതിൽ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അതിലെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ ഫ്രം ദ വേർഡ് ഗോ അവർക്ക് റിലേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഇനീഷ്യൽ റിവ്യൂസിൽ ആ പടങ്ങളിൽ റിവ്യൂസ് ഭയങ്കരമായിട്ട് പറഞ്ഞു. പക്ഷേ ഫാമിലി ഓഡിയൻസ് കയറിയപ്പോൾ അത്യാവശ്യം നല്ല തെറിയും കേട്ടിട്ടുണ്ട്. OTT ഇറങ്ങിയപ്പോൾ അതിനപ്പുറത്തെ തെറിയും കേട്ടിട്ടുണ്ട്. നമ്മുടെ പടത്തിൽ നേരെ ഉൾട്ടയാണ് സംഭവിച്ചിരിക്കുന്നത്. ആദ്യത്തെ റിവ്യൂസിന് ഒരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊന്ന് ഫാമിലി ഓഡിയൻസ് കയ്യിലെടുത്തു, പടം ഏറ്റെടുത്തു. ഇനി OTT ഇറങ്ങുമ്പോൾ വേർഡിക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. തിയേറ്ററിൽ വർക്കാവുന്ന സാധനം എപ്പോഴും OTT വർക്കാവണമെന്നില്ല. പക്ഷേ ഇത് സംഭവിച്ചു. ബ്രോ ആസ് എ ഫിലിം ലവർ, ബ്രോയിന് വളരെ ഇഷ്ടപ്പെട്ട പടം ഓടാതിരിക്കുന്ന നമുക്കൊരു വിഷമം തോന്നുമല്ലോ. അതായത് ഇത് ആൾക്കാർ, എനിക്ക് അതിനേക്കാളും വിഷമമുള്ളത്
എനിക്ക് ഇഷ്ടപ്പെടാത്ത പടം ഓടുമ്പോഴാണ്. അതെ, പറയില്ല. പക്ഷെ അത് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ നാട്ടുകാർക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന പടങ്ങളുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പടം കാണും. ഓക്കെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ പടം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന് ഉത്തരം മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ അടുത്ത ബ്ലോക്ക് ബസ്റ്റർ സ്ക്രിപ്റ്റ് ഇരിക്കും. അതായത് ആ പടത്തിൽ ബാക്കി ആരും കാണാത്തൊരു പ്രശ്നം നിങ്ങൾ കണ്ടു എന്നുള്ളതാണ്. ആ സ്ക്രിപ്റ്റ് അതുപോലെ എടുക്കുക, ആ പ്രശ്നം മാറ്റി എഴുതുക, നിങ്ങളുടെ ഇരിക്കുന്ന സാധനം ബ്ലോക്ക് ബസ്റ്റർ. അപ്പൊ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ ഓടാത്തതിൽ വിഷമം ഇല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്ത പടങ്ങൾ ഓടുമ്പോൾ ഭയങ്കര വിഷമമാണ്. ബ്രോ, അപ്പം ഈ സാധാരണ ഈ ഫിലിം മേക്കേഴ്സ് ഒക്കെ പറയുന്നതാണ് അവർ ചില പടങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പോലെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നോട്ട്സ് എടുത്തൊക്കെ പഠിക്കും എന്നുള്ളത്. അപ്പൊ ബ്രോ അങ്ങനെ പഠിച്ച മേക്കേഴ്സ് ഇൻസെപ്ഷൻ ഉണ്ടായില്ലേ? അല്ല, ഇൻസെപ്ഷൻ പോലൊരു കഥ വന്നാൽ ഇൻസെപ്ഷൻ റെഫർ ചെയ്യാം. അതാണ് നമുക്ക് അങ്ങനെ ഒരു ക്ലിയർ ടെക്സ്റ്റ്. ഈ സിനിമയിൽ അവസാനത്തെ എൻഡിങ്ങിൽ ഒരു ആംബിഗ്യൂറ്റി ഇടാൻ തോന്നിയില്ല. ഇങ്ങനത്തെ ഒരു ആംബിഗ്യൂറ്റി ഇല്ല. അന്യനെ പോലെ വീണ്ടും അതിന്റെ കാര്യം എന്റെ കോറൈറ്റർ നിതിനാണ്. അവന് ക്ലാരിറ്റി വേണം. അപ്പൊ ഞാനും അവനുള്ള വ്യത്യാസമാണ്. എനിക്ക് ആംബിഗ്യൂറ്റിയിലൊക്കെ സൗന്ദര്യം കണ്ടുപിടിക്കുന്ന ആളാണ് ഞാൻ. പറ്റൂല, ക്ലാരിറ്റി വേണം. അല്ല, ഈ പടത്തിൽ നമ്മൾ കോൺഷ്യസ്ലി ചെയ്തൊരു സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇപ്പൊ ഇന്റർവെൽ ആവട്ടെ, ടൈറ്റിൽ ആവട്ടെ, ഡയറക്ടറുടെ പേരാവട്ടെ, ഇതിലൊന്നിനും ആ ഹൈ എനർജിയിൽ കൊണ്ട് പേര് കാണിക്കണ്ട എന്നുണ്ടായിരുന്നു. അത് വെരി ക്ലിയർലി എഡിറ്ററിനെയും കൂടെ കോളായിരുന്നു അത്. കാര്യം ചെയ്യാൻ പറ്റും, അത് ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അടുത്തൊരു പടങ്ങളിൽ ഞാൻ ചെയ്യും. പക്ഷേ ഇതങ്ങനല്ല. ഇത് ഭയങ്കര വെരി ക്ലിയർലി നമ്മൾ ഭയങ്കര വ്യക്തമായിട്ടൊരു കഥ പറഞ്ഞ് തീർത്ത് വെച്ചിട്ട് ആ കഥയ്ക്കൊരു മെറിറ്റ് ഉണ്ട്. അതിങ്ങനെ ഒരു ഹൈ പോയിന്റ് കയറ്റിയിട്ടിട്ട് ഒരു കയ്യടിയിൽ തീർക്കുന്നതല്ല. ആ കഥ അങ്ങനെ നിൽക്കട്ടെ, അത് അതിൻ്റെ അതേ എല്ലാ സൗന്ദര്യത്തോടെ അങ്ങനെ അങ്ങ് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്തൊരു സാധനമാണ്. പിന്നെ മറ്റേ ടെക്സ്റ്റ് ബുക്കിൻ്റെ കേസ്, അത് ഡിപ്പെൻഡിങ് ഓൺ മൂവി. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പടങ്ങളാണ്. ഇപ്പം ഈ പടത്തിലെ വൺ ഓഫ് ദ റെഫറൻസ് മാനാടാണ് തമിഴിലെ. അപ്പോൾ അത് ഈവൻ ഞാൻ ഡയറക്ടർ റെഫറൻസ് ഉണ്ട്. ഈ മറ്റേ ഈ ചിമ്പുവിന് ടൈം ലൂപ്പ് നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് ബാക്ക്ഗ്രൗണ്ട് എസ് ജെ സൂര്യക്ക് ടൈം ലൂപ്പ് കിട്ടുന്നുണ്ട്. അതാണ് ഇവിടെ സന്ദീപിന് കൺട്രോൾ കിട്ടുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ സുരാജിന് കൺട്രോൾ കിട്ടുന്നത്. ഡയറക്ട്ലി ഇൻസ്പയർഡ് ഫ്രം മാനാടാണ്. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പടത്തിന് ഏതാണോ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാന്നുള്ളൂ. ഇപ്പോൾ എനിക്കൊരു മലയാളത്തിലൊരു കിടിലം ത്രില്ലർ പറയാൻ പറഞ്ഞാൽ ഞാൻ ഒബ്വിയസ്ലി റെഫർ ചെയ്യുന്ന പടം ഉത്തരവായിരിക്കും. അത് MT സാറിൻ്റെ സ്ക്രിപ്റ്റാണ്, അടിപൊളി പടമാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ജോണർ സ്പെസിഫിക് ആയിട്ടാണത്. പിന്നെ വെരി ക്ലിയർലി ബൈബിൾ എന്ന് പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൈഫൈ കൊമേഴ്ഷ്യലിൻ്റെ ബൈബിൾ എന്ന് പറയാനാണെങ്കിൽ ബാക്ക് ടു ദി ഫ്യൂച്ചർ ഭയങ്കര വർക്കായ പടമാണ്. മലയാളത്തിൽ മണിച്ചിത്രത്താഴ് ആക്ച്വലി ഒരു യൂണീക്ക് സ്ട്രക്ചറാണ്. അതിൻ്റെ സ്ട്രക്ചർ ഇതേവരെ ആരും റെപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മണിച്ചിത്രത്താഴിൻ്റെ സ്ട്രക്ചർ ആരും റെപ്ലിക്കേറ്റ് ചെയ്തില്ല. അതിലിപ്പം ഹൊറർ കോമഡി എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടേ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ആ കഥ എഴുതുമ്പോൾ ഇൻ്റർവെല്ലിൽ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന് എപ്പോഴും വണ്ടടിച്ചു പോകുന്ന സാധനം അതാണ്. ഹൊറർ കോമഡി എന്ന് പറഞ്ഞ് തുടങ്ങി തുടക്കത്തിൽ ഇന്നസെൻ്റ് ആയിട്ടുള്ള കോമഡി കാര്യങ്ങൾ പതുക്കെ ഹൊററിലോട്ടും ഒരു സാധനത്തിലോട്ട് വന്നിട്ട് ഇൻ്റർവെൽ എത്തിക്കഴിഞ്ഞിട്ട് ഈ പടത്തിൻ്റെ ഏറ്റവും മുറുകുന്ന സ്ഥലത്ത് അവർ ലാലേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് പ്രീ ക്ലൈമാക്സ് വരെയും കോമഡിയാണ്. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതെങ്ങനെ ആ ഗട്ട്സി മൂവ് എടുത്തു എന്നുള്ളത്. അത് ഭയങ്കര പാടുള്ള ഒരു പരിപാടിയാണത്. നമ്മൾ ഒരുപാട് സമയത്ത് ഞാൻ ഇതിനും പല കഥകളിലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പാളിപ്പോയിട്ടുള്ള സാധനമാണത്. അത് അൺടച്ച്ഡ് ആണ് ആ സ്ട്രക്ചർ ഇപ്പോഴും. ബാക്കി നമ്മൾ പറയുന്ന മലയാളത്തിലെ പല മൂവികളും നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം അതാണ്. അതിൻ്റെ നമ്മൾ ഏറ്റവും ഇന്നാവേണ്ട സ്ഥലത്ത് അവർ ചെയ്തിരിക്കുന്ന കോമഡിയാണ്. അത് ഭയങ്കര പരിപാടിയാണത്. അതെ, അതുകൊണ്ടാണ് പല ഭാഷകളിലും. അതെ അതെ അതെ. പടക്കളം റീമേക്ക് റേറ്റ്സ് സാധനം കിട്ടിയാൽ എനിക്ക് കുറച്ച് പൈസയും ബ്രോ ഹിന്ദി പോയി ഡയറക്റ്റ് അവിടെ കൾച്ചർ അറിയില്ല നമുക്ക് ബൈ ഡിഫോൾട്ട് അറിയാന്നുള്ള കൾച്ചറിൽ ചെയ്യാനേ പറ്റൂ. ഇത് തമിഴിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കറിയില്ല അവിടുത്തെ കൾച്ചർ എങ്ങനെയാണ്. ഈ പടം ഹിന്ദിയിലും അതുപോലെ തന്നെയാണ്. നമുക്ക് കൾച്ചർ അറിയാതെ പടം ചെയ്ത് കഴിഞ്ഞാൽ പാളും, എസ്പെഷ്യലി ഇന്ന കൺട്രിയിലേക്ക്. റീമേക്ക് ചെയ്താൽ വർക്കാവും വിത്ത് കൺവിക്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് പറയാം. സന്ദീപിനെ പോലെ ഒരു ചെറുക്കനാണ് അതിൽ 3 ക്യാരക്ടേഴ്സിൽ ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഏത് ഇൻഡസ്ട്രിയിലാണ് ഒരു ചെറുക്കൻ അങ്ങനെ നിൽക്കുക ഇപ്പുറത്ത് 2 ആൾക്കാർ അഭിനയിക്കാൻ വരുന്നത്? മലയാളത്തിൽ മാത്രമേ അത് സംഭവിക്കൂ. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് ഇത് റീമേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സന്ദീപിൻ്റെ പോലത്തെ റോൾ ആർക്ക് കാസ്റ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ സന്ദീപിനെ അവിടെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷാജിയും രഞ്ജിത്തും അതെ കാരണം ആ കാസ്റ്റ് വരില്ല. അവർക്ക് ആ ഈഗോ പ്രശ്നമുണ്ട്. നമുക്കിവിടെ അങ്ങനെ ഒരു പരിപാടിയില്ലായിരുന്നു. എവരിബഡി അത് എല്ലാവരും ഭയങ്കര സിങ്കായിരുന്നു. ഞാൻ രാത്രിയൊക്കെ നമ്മുടെ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഇവരൊക്കെ ഒരു റൂമിലൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. ആ മൂഡാണ്. അപ്പം അത്രയും ഒരു റാപ്പോ ബിൽഡ് ആയതാണ് ഈ പടത്തിന് ഏറ്റവും വലിയ ഗുണം. അത് റീമേക്ക് ചെയ്യുന്ന ലാംഗ്വേജുകൾ ക്യൂരിയസ് ആണ് ഞാൻ ആരത് പുൾ ഓഫ് ചെയ്യുമെന്നുള്ളത്. ബ്രോ ഇത് നിതിൻ
പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു കൊളാബറേറ്ററിനെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അതായത് ബ്രോ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാ. എന്നാലും ഫസ്റ്റ് ബെഞ്ചില് മറ്റേ ജിതിനും അരുൺ പ്രദീപും സന്ദീപും ഇരിക്കുമല്ലോ, അതുപോലെ ഇരുന്നവനാണ് ഞാനും ഈ നിതിനും. അപ്പൊ അങ്ങനെ വന്നതാണ് നിതിനെ. പക്ഷെ എനിക്ക് നിതിനെ കൊളാബറേറ്റ് ചെയ്യിപ്പിക്കാൻ തോന്നിയ കാര്യം എന്ന് പറഞ്ഞാലേ, നമ്മൾ പണ്ട് ഈ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഷോർട്ട് ഫിലിം ഞാൻ ഏടി ആയിട്ട് വാ എന്ന് അടുത്തിരിക്കുന്നവരുടെ പറയുന്നത്. ഞാൻ ഈ കോളേജിൽ ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞില്ല. അപ്പം ഞാൻ എൻ്റെ തിരക്കഥ എഴുതിയിട്ട് അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇവൻ മറ്റേ ശിവാജിയെ പോലെ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നവനാണ്. അപ്പോൾ ഈ തിരക്കഥ ഞാൻ ഇവന് കൊണ്ടുപോയി, എടാ നീ വായിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ പലർക്കും വായിക്കാൻ കൊടുക്കും, ചില വരും അവൻ്റെ ഒരു തിരക്കഥ എന്ന് പറഞ്ഞ് ഇവൻ പോയിട്ട് തൊട്ടടുത്ത ദിവസം എനിക്ക് നോട്ട്സും കൊണ്ടുവരുന്നു. ഡേയ് ഞാനേ എഴുതിയത് ഏതോ ഊള സ്ക്രിപ്റ്റ്, നീ അതിന് നോട്ട്സ് ഉണ്ടാക്കിയാണ് എന്നുള്ള ലെവലിൽ. അപ്പോൾ അവൻ പറഞ്ഞല്ല ഇത് ഞാൻ ചെയ്യാറുള്ളതാണെന്ന് പറഞ്ഞ് ഇവൻ്റെ നോട്ട്സൊക്കെ കാണിച്ചു. ഡേ കൊള്ളാം, നീ വാ. അതായിരുന്നു പരിപാടി. അങ്ങനെയാണ് നിതിനുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത്. പിന്നെ നിതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ എൻ്റെ അവൻ്റെ ഫിലിം ടേസ്റ്റ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. അത് ഭയങ്കര ഗുണം ചെയ്യും. ഞാൻ ചിലപ്പോൾ എഴുതി പൊക്കഴിഞ്ഞാൽ സാഹിത്യം അല്ലെങ്കിൽ ആംബിഗ്യൂട്ടി ആ ഷോട്ട് ഇങ്ങനെയെന്ന് പറയാൻ പറ്റൂല. നീ തിരിച്ച് അത് ഗുണം അതാണ്. ഞാൻ ചിന്തിച്ച് കാട് കയറിപ്പോൾ അവൻ പിടിച്ച് തള്ളി താഴെയിടും, അവൻ ചിന്തിച്ച് കാട് കയറിപ്പോൾ ഞാൻ തള്ളി താഴെയിടും. ആ ഒരു ഗീവ് ആൻഡ് ടേക്കിലാണ്. എൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് വാല്യൂസ് ആണ് അവന്. എനിക്ക് ഫണ്ണ് വർക്കാവണം, അവന് ഡ്രാമ വർക്കാവണം. എനിക്ക് പടത്തിൽ എക്സ്പീരിയൻസ് മതി, അവന് ഇമോഷൻ വേണം. എനിക്ക് പടം തീർത്താൽ മതി, അവന് ടേക്ക് അവേ വേണം. അങ്ങനെ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങളൊക്കെ ഭയങ്കര ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ അതാണ് അതിലെ ഗുണം, ഏറ്റവും വലിയ ഗുണം. പുള്ളി ഇതുപോലെ വേറെ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല. അതെ. പുള്ളി ബ്രോയിന്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. തീർച്ചയായും. അതെ, തീർച്ചയായും. ക്രിപ്റ്റനൈറ്റ്. ബേസിൽ ജോസഫ് ആസ് എ മെന്റർ എങ്ങനെയായിരുന്നു? അയ്യോ, ഒരുപാട് ഗുണമുണ്ടായിരുന്നു പുള്ളി. അത് എനിക്ക് ഈ സംഭവം എന്താണെന്നറിയാമോ, ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഒരു പ്രശ്നം, ഞാൻ വേറെ ഒരുപാട് പേരുടെ നിന്ന് പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് വെരി ക്ലിയർലി അറിയാം ഇതൊക്കെയാണ് എനിക്ക് ബേസിലായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ ഞാൻ പഠിച്ചതെല്ലാം പുള്ളിയുടെ നിന്നാണ്, മനസ്സിലായി. അപ്പോൾ അത് എനിക്കൊരു റെഫറൻസ് ഇല്ല. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാലേ, എനിക്ക് ഈ പടം നറേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഇതിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഈ ബേസിലായിട്ട് നറേറ്റ് ചെയ്യാനുള്ള എടാ എനിക്ക് നറേറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. എന്നിട്ട് ഞാൻ ചെന്ന് നറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സിന് എല്ലാവർക്കും വർക്ക്. ഞാൻ ഈ കടന്ന് ഉരുണ്ട് മറിഞ്ഞൊക്കെ കാണിക്കുന്നത്, എല്ലാവർക്കും വർക്ക്. സന്ദീപൊക്കെ ഈ ഇൻ്റർവ്യൂവിൽ മനു അടിപൊളിയായിട്ട് നറേറ്റ് ചെയ്യും. അപ്പം ഞാൻ ഇത് പ്രശ്നം, ഞാൻ അത്ര നന്നായിട്ട് നറേറ്റ് ചെയ്യില്ല. അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ ആൾ മാത്രമേ നറേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ, ബേസിൽ ജോസഫ്. പുള്ളി ഒരു സ്പീക്കറും കൊണ്ടുവന്ന് ഉരുണ്ട് മാറിഞ്ഞ് തകർന്ന് റൂം സ്പേസ് ഒക്കെ എടുത്താൽ നറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു 20% ഞാൻ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ മനസ്സിലാവുന്ന ആൾക്കാർ നറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന്. ഇതല്ല നമ്മുടെ പരിപാടി. അപ്പോൾ അതാ എൻ്റെ ഒരേ റെഫറൻസ് ബേസിൽ ജോസഫാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നോ അതിനെല്ലാത്തിനും പുള്ളിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് പുള്ളി സെറ്റ് ചെയ്യുന്നൊരു ബെഞ്ച് മാർക്കുണ്ട്, അത് തന്നെയാണ് എൻ്റെ ബെഞ്ച് മാർക്ക്. അപ്പോൾ ബ്രോ പറയുന്നതിൻ്റെ എന്ത് പുള്ളിയിൽ നിന്ന് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി വച്ചിരിക്കുന്ന ആ ബെഞ്ച് മാർക്ക് അത് തന്നെയാണ് പുള്ളിയുടെ എന്നുള്ള പഠിത്തം. ബ്രോയിന്റെ പേഴ്സ് നോക്കിയ ബേസിന്റെ പടം കാണും. അപ്പോൾ ഇതിലിപ്പം സാധാരണ ഒരു ബ്രോ ഒരു സ്ക്രിപ്റ്റ് ഒരാളുടെ അടുത്ത് നരേറ്റ് ചെയ്യുമ്പോൾ, പ്രൊഡ്യൂസർ ആയാലും ബ്രോയിൻ്റെ മെൻറ്റേഴ്സ് നരേറ്റ് ചെയ്യുമ്പോഴും അവർ പറയും എൻഡിങ് കുറച്ചുകൂടെ കമേഴ്ഷ്യൽ ആക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങനത്തെ കമേഴ്ഷ്യൽ എലിമെൻറ്റ്സ്, അല്ലെങ്കിൽ അവർ പറയും ഇങ്ങനത്തെ എലിമെൻറ്റ്സ് യൂസ് ചെയ്യുക. അപ്പം ഒന്ന് ബ്രോ ഇതിലങ്ങനെ ഒരു ആൾക്കാരുടെ ഫീഡ്ബാക്കിൽ മാറ്റിയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഒരു എലിമെന്റ് എക്സ്ട്രാ? ഭയങ്കര കൺവിക്ഷൻ ഉള്ള ഫിലിം മേക്കർ ഇതാണ്. അല്ല, പറഞ്ഞുതരാം. ഇപ്പം വിജയ് സാറ് ഇപ്പം ഈ തുടക്കത്തിൽ ഈ പടത്തില് ബോഡിൻ്റെ ഒരു ചരിത്രമൊന്നും കാണിക്കില്ല. ബോഡിയൊക്കെ കിട്ടുന്ന പോലെയാണ് ഞാൻ എഴുതിയത്. എവിടെ നിന്നോ വരുന്നത്, എനിക്ക് എൻ്റെ ചരിത്രം കാണിക്കണമെന്നില്ലായിരുന്നു. പക്ഷെ വിജയ് സാറ് പറഞ്ഞ് പുള്ളി പ്രശ്നം ഉണ്ടാക്കിച്ച് വെച്ചതാണ് തുടക്കത്തിലെ 2D അനിമേഷൻ. വളരെ ഗുണം ചെയ്തു പടത്തിന്, വളരെ ഗുണം ചെയ്തിട്ടുണ്ടത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ആ കൊളാബറേറ്റീവ് എഫേർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കൺവിക്ഷൻ എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇച്ചിരി അധികം കൂടുതലാണ്. അതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഈ പറയുന്ന പോലെ ഈ പടത്തിൽ ആ കൺവിൻഷൻ ബൈ ചെയ്തവരാണ് കൂടുതൽ. ഇപ്പോൾ വിജയ് സാർ ആണെങ്കിലും പുള്ളിക്ക് വേണം എന്നുള്ള സാധനങ്ങളുണ്ട്, അത് പുള്ളി പറയുന്നതിൽ 100% കാര്യങ്ങളുമുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഡിബേറ്റിൽ പോവുകയും പുള്ളിയെ കൺവിൻസ് ചെയ്താലും മതി. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ആ കൺവിൻഷൻ എല്ലാവരും ബൈ ചെയ്തു എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു ഗുണമായിട്ട് വന്നത്. ഈവൻ ഈ പടം തീർക്കുമ്പോൾ അത് കൊമേഴ്ഷ്യലാക്കി തീർക്കണമെന്നില്ല. കാര്യം അത്രയും നല്ലൊരു നമുക്കൊരു പടം നമ്മൾ സെൽഫ് ഡൗട്ട് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, ഹൈ ആക്കി ഇറക്കി വിടുന്നതിലെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ പടം ഇങ്ങനെ തീർത്തിട്ട് അവസാനം പേരെടുത്ത് കാണിക്കുമ്പോൾ ഇങ്ങനെ 100 ഇറക്കി വിട്ട് കഴിഞ്ഞാൽ വെളിയിൽ മറ്റേ മയക്കും കൊണ്ട് ചെല്ലുന്നത് പടം കണ്ടു സൂപ്പർ പടം പറയും, അത് പറയും. നമ്മളിങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ഇട്ടിട്ട് അവിടെ നിർത്തിയിട്ട് പടം കണ്ട് കൊള്ളാം. ഇതിൻ്റെ വ്യത്യാസമുണ്ട് പടത്തിന്. പക്ഷേ ഈ പടത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റും, എനിക്ക് അങ്ങനെ തന്നെ ചെയ്തുകൂടെ. കാര്യം നമ്മൾ അത്രയും വലിയൊരു ജേണി, പിള്ളേരുടെ ആർക്ക്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. തുടക്കത്തിലുള്ള ആൾക്കാരല്ല, ഒരുപാട് സാധനങ്ങളിലൂടെ കടന്നുപോയി ആ ജേണി തന്നെ ഇരുന്നോട്ടെ എന്നുള്ളതാണ്. ഇപ്പം
ഞാൻ ഈ പറയുന്ന പോലെ ഹൈ ആക്കി ഇറക്കിയിരുന്നെങ്കിൽ പടത്തിന്റെ കളക്ഷൻ ഒരു 4 കോടിയും കൂടെ കൂടുതലായിരുന്നേനെ, ആകുമായിരുന്നു. അതെനിക്കറിയാം. അപ്പോൾ ഞാനൊരു ബാഡ് മേക്കർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അതിന്റെ ഗുണം എവിടെയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഈ പടം കാണുമ്പോഴും ആ ഒരു നല്ല സാധനം ഉള്ള തോന്നൽ വരും. ഈ എല്ലാവരും ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ എഴുതി കാണിച്ച ഇടി വീഴും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ തന്നെ അത് മടുത്തു. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ഒരു ഹൈ ആണ്, പക്ഷെ അതൊരു കൺവിൻഷണൽ ഹൈ അല്ല, ഒരു കൺവിൻഷന്റെ പുറത്തുണ്ടാകുന്ന ഹൈ അല്ല. മനസ്സിലായി? അപ്പോൾ അങ്ങനത്തെ സാധനം വേണ്ട. ഒരു 20 കൊല്ലം കഴിയുമ്പോഴും നിങ്ങൾ ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ സി ഡി മൂസ് നമ്മളിപ്പോഴും കണ്ടിരിക്കുന്നില്ല. എത്ര കൊല്ലമായി? 20-25 കൊല്ലമായി. അല്ല കൺവിൻഷൻ ഉണ്ട്. മീശ മുതൽ ആ കൺവിൻഷൻ ഉണ്ട്. കൺവിൻഷൻ ഇല്ലാത്ത പടങ്ങൾ 100 കോടി 200 കോടി അടിക്കുമായിരിക്കാം, പക്ഷേ 5-6 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ആരും അതിനെക്കുറിച്ച് സംസാരിക്കില്ല. ഞാൻ ഈ ഹിന്ദി മലയാളം കാണുന്ന ഹിന്ദി റിവ്യൂവേഴ്സ് ഉണ്ട്, അവരൊക്കെ പടക്കളത്തിനെ പറ്റിയൊക്കെ ഭയങ്കര പോസിറ്റീവ് പറഞ്ഞു. ഇപ്പൊ ആൾക്കാരെല്ലാരും പറയുന്ന ഒരു സാധനം, ഒരു മലയാളം സിനിമയ്ക്ക് ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അത് 2 രീതിയിൽ പറയാം. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, എനിക്ക് മലയാള സിനിമയെ പുച്ഛമായിട്ട് ഹോളിവുഡിലോട്ട് പോയൊരു സാധനം അതാണ്. അവിടെ ഉള്ളവർക്ക് അവിടുത്തെ പടത്തിനെ പുച്ഛമാക്കി ആ ഒരു സാധനമുണ്ട്, ആ ഒരു ഇമോഷൻ ഇതിലുണ്ട്. പിന്നെ മലയാളം സിനിമ എനിക്ക് തോന്നുന്നു ഭയങ്കര കൾച്ചറലി റൂട്ടഡും ആണ്. നമ്മുടെ വോളിയം ഓഫ് മൂവി ഭയങ്കര കൂടുതലാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഓഡിയൻസും ഭയങ്കര റിസപ്റ്റീവാണ്. ചെറിയ സ്പെക്ട്രത്തിലല്ല, അവർ വലിയ സ്പെക്ട്രത്തിൽ പടം കാണുന്നുണ്ട്. അപ്പോൾ ഈ പടങ്ങളൊന്നും ഈ നമ്മൾ ഈ മലയാളത്തിൽ അവർ കിടിലമെന്ന് പറയുന്ന പടങ്ങൾ അതുപോലെ കൊണ്ട് ഹിന്ദിയിൽ ഇട്ടാലും അത് ഫ്ലോപ്പ് ആവാനേ സാധ്യതയുള്ളൂ. പിന്നെ ഇത് പറയുന്ന അവിടുത്തെ റിവ്യൂവേഴ്സാണ്, അല്ലാതെ അവിടെ മറ്റേ സാധാരണ ചായക്കടയിൽ നിൽക്കുന്ന ആൾക്കാരല്ല. അതും വലിയൊരു ഫാക്റ്റാണ്. അവർ ഈ പടം കണ്ടു ക്യാ പടഹളം അത്ര പറയും. അപ്പോൾ നമ്മൾ ആ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആണ് സംസാരിക്കുന്നത്. അത് ഒരു അഭിമാനപ്പെടേണ്ട കാര്യമാണെന്ന് അതാണ് കേട്ടോ. കാര്യം ഇപ്പം നമ്മൾ അന്നപൂർണ്ണ സ്റ്റുഡിയോസിൽ ഹൈദരാബാദ് ചെന്നിട്ട് ഞാൻ ഈ മറ്റേ ട്രാക്ക് സൂട്ടൊക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ ചെന്നിരിക്കും. അപ്പോൾ അതാണ് മൂഡ്. അപ്പോൾ ഇങ്ങനെ ഡയറക്ടറാണ് മലയാളം എന്ന് പറയുമ്പോൾ ഒരു ഓറ ഷിഫ്റ്റാണ് മൊത്തത്തിൽ. ഓക്കെ അതാണ് ഒരു വൈബ്. പക്ഷേ അതൊരു ഫ്രാക്ഷനാണ്. ക്രിട്ടിക്കൽ ഇപ്പം എൻ്റെ വെരി പേഴ്സണൽ സാധനം എന്ന് പറഞ്ഞാൽ ഒരു ക്രിട്ടിക്സ് നിങ്ങളുടെ ഇൻഡസ്ട്രിയെ പൊക്കുമ്പോഴല്ല നല്ലൊരു ഇൻഡസ്ട്രി ആവുന്നത്. അത് ആൾക്കാർ സാധാരണക്കാരൻ പറയണം. വർഷത്തിൽ ഒരു പടം കാണുന്ന ഒരുത്തൻ അത് കിടിലോ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ പടം വർക്കാവുന്നത്. ഇപ്പോൾ തുടരുവിലെ സ്ലീപ്പർ സെൽസിനെ പോലെ. അതാണ് ഇൻഡസ്ട്രിയുടെ വിൻ. അല്ലാതെ ക്രിട്ടിക്സ് പറയുന്നതിനോട് ക്രിട്ടിക്സ് മോശം എന്നല്ല ഞാൻ പറയുന്നത്. ക്രിട്ടിക്സ് പറയുന്നതിലല്ല ഒരു പടത്തിൻ്റെ വിജയം നിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പം ബാംഗ്ലൂരിൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുമ്പോൾ സാധാരണ സ്റ്റാൻഡപ്പ് കോമഡിയൻസ് ഇവിടുത്തെ പോലല്ല, അവിടെ കുറേ സ്റ്റാൻഡപ്പ് കോമഡി കാണും നമ്മൾ വേറെ ഉള്ളവരുടെയൊക്കെ. അപ്പോൾ സാധാരണ ഡിസ്കഷൻ സ്റ്റാൻഡപ്പ് കോമഡി ആണ്. പക്ഷെ ഞാൻ പോകുന്നവരിടത്ത് മലയാള സിനിമയാണ്. ഫിലിമിലോട്ട് മാറും. കാരണം മലയാള സിനിമ അർബൻ ഓഡിയൻസ് ആണ്, വളരെ അർബൻ ഓഡിയൻസ് ആണ്. അപ്പൊ നമ്മൾ അതൊരിക്കലും അത് പ്രൗഡ് ആവണോന്ന് ചോദിച്ചാൽ പ്രൗഡ് ആവുന്നേ തെറ്റൊന്നുമില്ല. പക്ഷെ അത് വളരെ ചെറിയ കോക്കസ് ആണ്. മൾട്ടിപ്ലക്സ് ഓഡിയൻസും OTT ആക്സസ് ഉള്ള ഓഡിയൻസും ആണ്. നമ്മൾ മറ്റേ ഈ കോമഡി അങ്ങനെ ഇത് മിന്നൽ മുരളി ഷൂട്ട് ചെയ്യാൻ പോയത് ഹസൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ 60 വയസ്സിന് മേലെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റൊക്കെയാണ് അവിടെ ഉള്ളത്. അവർക്ക് തിയേറ്റർ പോലും കണ്ടിട്ടില്ല. അപ്പം അവരുടെ അടുത്ത് നമ്മൾ ഈ പടം ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊവിനോ തോമസ് അറിയില്ല. അത് തെറ്റെന്നുള്ളതല്ല, ബേസിൽ ജോസഫ് അറിയില്ല. മലയാളം ഇൻഡസ്ട്രി അറിഞ്ഞൂടാത്ത ആൾക്കാരാണത്. അപ്പോൾ എന്ത് ചെയ്തിട്ടും നടക്കണുള്ള ആരെന്നും പറഞ്ഞിട്ട് അറിയുന്നില്ല. നമ്മുടെ ഒരു ആർട്ട് ഡയറക്ടർ, ആർട്ടിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് കിച്ചു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരുടെ കൗതുകത്തിൻ്റെ പേരിൽ ആരാണ് അഭിനയിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പുനീത് രാജ്കുമാർ എന്ന് പറഞ്ഞു. വണ്ടിയും പിടിച്ചാണ് ആൾക്കാർ വന്നത്. മനസ്സിലായി? അപ്പം അതാണ് നമ്മൾ ക്രിട്ടിക്സ് പറയാം. ക്രിട്ടിക്സ് വേണ്ട, ചില സാധനങ്ങൾ അകത്ത് ഫിൽട്ടർ ചെയ്യണം, ഇല്ലെങ്കിൽ പണി പാളും. ക്രിട്ടിക്സ് നല്ലത് തന്നെയാണ്, പറയുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇൻഡസ്ട്രി വിജയമാവുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ളവൻ. മറ്റേ PVR കയറി കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് തന്നെ ഒരു കണക്ക് വന്നില്ല, ഒരു ഫാമിലി 4 പേരും കൊണ്ട് PVR കയറി കഴിഞ്ഞാൽ 1200 രൂപയാണ് ചിലവാകുന്നത്, പോപ്കോണും എല്ലാം ഉൾപ്പെടെ. അപ്പം 1200 രൂപ മുടക്കി അവൻ സിനിമ കാണുന്നിടത്താണ് അതിൻ്റെ വിജയം. ആ സാധാരണക്കാരൻ അവൻ അതിനുള്ള വൃത്തിയാണെന്ന്, അങ്ങനെയുള്ള പടങ്ങളുള്ള ഹിറ്റാണ്. പുഷ്പ ഇത്രയും കയറി ഹിറ്റായ എന്താ? പുഷ്പരാജ് എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എടേ ഞാൻ എന്ന് തോന്നും. എനിക്ക് പുഷ്പ 2 ശരിക്കും അവര് ആ ഒരു ഓഡിയൻസിനെ നോക്കി ആ ഒരു വീട്ടുപേര്. പുഷ്പയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡീറ്റെയിൽ ഉണ്ട്. പുഷ്പ 1 ഈ പുഷ്പരാജ് ഒബ്വിയസ് ആയിട്ടെന്ന് പറഞ്ഞാൽ ആദ്യം മറ്റേ ഈ ലുങ്കി ബനിയനൊക്കെ ഇട്ട് വരുന്ന പുള്ളിക്കാരൻ ഒന്ന് റിച്ച് ആയി കഴിയുമ്പോൾ കോട്ടൺ സൂട്ടിലോട്ട് മാറുമെന്ന് വെച്ചാൽ അല്ല, അയാൾ മറ്റേ ബെൽ ബോട്ടം പാൻറ്, വലിയ ബെൽറ്റ്, മാല, വേറെ മൂഡ്. അതപ്പോൾ ബേസിക്കലി അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇച്ചിരി പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവൻ അങ്ങനെ തന്നെ ആയിരിക്കും. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചു. അവിടേക്കാണ് അതിന്റെ പരിപാടി കിടക്കുന്നത് എന്നാ എനിക്ക് തോന്നുന്നത്. തെറ്റാവാം.
ഇല്ല കറക്റ്റ്. അതുകൊണ്ടാണ് പുഷ്പ ഇത്രയും കളക്ട് ചെയ്യുന്നത്. നമുക്ക് കാണുമ്പോൾ തോന്നും കുറച്ചൊക്കെ നമുക്ക് ഈ പുഷ്പ 2ന്റെ സ്പോയിലറാണ്. അവസാനം ആ പേര് ഇടുമല്ലോ, അൽ പുഷ്പരാജ് എന്ന് പറഞ്ഞിട്ട് കല്യാണക്കാടി കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ അല്ലു അർജുൻ ഇമോഷണൽ ആവുന്നു. അവിടെയൊക്കെ ഞാൻ പുഷ്പ മലയാളത്തിൽ ബാംഗ്ലൂരിൽ കണ്ടതാണ്. മലയാളത്തിൽ കണ്ടതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞാനാണെങ്കിൽ മലയാളത്തിൽ ഫുൾ ഹൗസ് ആയിരുന്നു. ഞാൻ ഡേ 1 പുഷ്പ കാണുമ്പോൾ മലയാളത്തിൽ കണ്ടപ്പോൾ അവിടെ തിയേറ്ററിൽ എല്ലാവരും ചിരി ആ സീനിൽ. പക്ഷെ അത് ബാംഗ്ലൂർ മലയാളികൾ എന്ന് പറയുന്ന ഒരു അർബൺ ഓഡിയൻസിന് കണക്ട് ആവാത്തതാണ്. പക്ഷെ ഒരു ഭയങ്കര ഒരു ഇതേപോലെ ഒരു ടയർ 3 അല്ല, റൂറലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര വർക്കാണ്. ചിലപ്പോൾ പല ആൾക്കാരുടെയും ഫസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് പുഷ്പരാജ് ആയിരിക്കും. ഇവിടെ നിന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പടം അവിടെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോകുന്ന ഒരു സാധനമുണ്ട്. ഭയങ്കര ഒരു കൾച്ചറൽ ഫിനോമിന. അതെ, തീർച്ചയായും. ബ്രോയിൻ അതുപോലെ ഒരു ഭയങ്കര ഒരു കമേഴ്ഷ്യൽ സ്റ്റാറിനെ കൊണ്ട്, സൂപ്പർ സ്റ്റാറിനെ കൊണ്ട് ഒരു കമേഴ്ഷ്യൽ പടം ചെയ്യണം എന്നുണ്ടല്ലോ. കൊമേഴ്ഷ്യൽ പടം ചെയ്യണമെന്നുണ്ട്. അത് സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോഴാണ് അതിലെ പ്രശ്നം വരുന്നത്. ബ്രോ അത് വലിയ കമ്മിറ്റ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സ്റ്റാർ ഓറ അതുപോലെ ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. അപ്പൊ അത് ഭയങ്കര തന്നെ റിസ്ക് ആണ്. ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ അത് ഇപ്പം എനിക്കൊരു പ്ലോട്ട് ഡ്രിവൺ സ്റ്റോറി, ഭയങ്കര കിടിലമായിട്ട് പ്ലോട്ട് ഡ്രിവൺ സ്റ്റോറിയിൽ ഒരു പ്രൊട്ടഗണിസ്റ്റ് ഒരു സ്റ്റാറാക്കി കൊണ്ടുവന്നാൽ ചിലപ്പോൾ ഫ്ലോപ്പ് ആവും. സ്റ്റാറിനെ ആരാധിക്കുന്ന ഒരു ആളുണ്ടാവും. ഇപ്പം നമ്മൾ തുടരും എന്ന് പറഞ്ഞ പടം അതുപോലെ രജനി സാറിനെ വെച്ചാണ് എടുക്കുന്നെങ്കിൽ പടം പൊട്ടും, ഉറപ്പായിട്ട് പൊട്ടും. സിമ്പിളാണ് കാര്യം. വെരി പ്രീ ക്ലൈമാക്സ് തൊട്ടാണ് ആ മുരുക എന്ന് പറഞ്ഞ സമയം തൊട്ടാണ് അടി പൊടിയെന്ന്. അതുവരെയും ആ ക്യാരക്ടർ ഡൗൺ ആണ്. രജനീകാന്തിന്റെ പടത്തിൽ രജനി സാറിന്റെ പടത്തിൽ 3/4 രജനി സാർ ലോ ആണെങ്കിൽ പടം പൊട്ടും. അത് ഭയങ്കര സിമ്പിൾ സാധനമാണത്, ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതെ അതെ. മനു സ്റ്റാർട്ട് ചെയ്തത് AD ആയിട്ടാണ് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഈയിടെയായിട്ട് പ്രതിഫലത്തിന്റെ തർക്കം നല്ല ഒരു ഇഷ്യൂ വന്നായിരുന്നല്ലോ, പെയ്ഡ് അല്ല എന്നുള്ള രീതിയിൽ. ബ്രോ അതൊരു ഭയങ്കര വലിയ ഡിസ്കഷൻ്റെ ഭാഗമാണ്. ഇപ്പം ഞാൻ വേറൊരു രീതിയിൽ അത് പറഞ്ഞുതരാം. നമുക്കിപ്പം ഫെഫ്ക പോലൊരു യൂണിയൻ ഉണ്ട്. അപ്പോൾ ഈ യൂണിയൻ മെമ്പേഴ്സിന് ഫെഫ്ക അല്ല, ഇപ്പം അപ്പം അതിൽ കൊണ്ടുവരുന്ന യൂണിയനിലുള്ള ആൾക്കാരാണ്. അവർ മറ്റേ ഡെയിലി വേജസ് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതല്ല, അവർ ടെക്നിക്കലി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ സപ്പോസ് ഫെഫ്കയുടെ റൂളിനകത്ത് കൊണ്ടുവന്നു എന്നിരിക്കട്ടെ, അവർ ഡെയിലി എൻ്റെ ADs എന്ന് പറയുന്ന അവരെനിക്ക് ക്രിയേറ്റീവ് ഇൻപുട്ട് തരുന്ന ആൾക്കാരാണ്. എൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ AD എന്ന് പറഞ്ഞാൽ വിപിനാണ്. അവന് 22 വയസ്സുണ്ട്. അവൻ ഈ പടത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത സാധനങ്ങളുണ്ട്. അതുപോലെ അതുല്, ശരത്ത്, ഫിറാസ്, ഫൈസൽ. അപ്പോൾ ഇവരെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ കോൺട്രിബ്യൂഷനാണ് ഞാൻ ഇവരെ കൊണ്ടുവരുന്നത്. ഓക്കെ, അവർ പണിയെടുക്കുന്നുണ്ട്, പക്ഷേ ഇവരുടെ കോൺട്രിബ്യൂഷനാണ് ഞാൻ ഇവരെ ഇതിൽ വിളിക്കുന്നത്. അങ്ങനൊരു സമയത്ത് നമ്മൾ ഫെഫ്ക പോലൊരു ഇതിൽ കാർഡുള്ള ഒരാളെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് മനസ്സിലായോ, എനിക്ക് വേണ്ട സാധനം അവിടെ കിട്ടുമെന്ന് ഡൗട്ടുണ്ട്. വിപിൻ എന്ന് പറഞ്ഞവൻ എനിക്ക് അവൻ്റെ സ്ക്രിപ്റ്റും സാധനങ്ങളും എഴുതി കണ്ടിട്ട് ഇവൻ്റെ മെറിറ്റ് കണ്ടിട്ടാണ് ഞാൻ എടുക്കുന്നത്, നോട്ട് ബിക്കോസ് ഈസ് എ മെമ്പർ ഓഫ് ഒരു ഓർഗനൈസേഷൻ, യൂണിയൻ. അപ്പോൾ ADsന് യൂണിയനൈസ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് മെറിറ്റ് ആണോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അത് ഒരു ഡെയിലി വേജ് ഏണർ അല്ല. പിന്നെ ഒരാൾ ഒരിക്കലും, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ADs എന്ന് പറയുന്നൊരു സാധനത്തിൽ ഫെഫ്കയിൽ ഒരു സാധനം തുടങ്ങി കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ADs ആയിട്ട് തന്നെ നിൽക്കും. എൻ്റെ ADs എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പടം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അവർ 3 പടത്തിനപ്പുറത്ത് ADs ആവരുത്. അപ്പോൾ ഇങ്ങനെ കാര്യമുണ്ട്. പിന്നെ വേതനത്തിൻ്റെ കാര്യം അത് പറയേണ്ട ആൾ ഞാനാണോ എന്ന് എനിക്ക് അറിയില്ല, മനസ്സിലായോ? അത് വെരി ഡിഫറെൻറ്റ് ഡിസ്കഷനാണ്. ഇപ്പം ഞാൻ അണ്ടർ പെയ്ഡ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളതും അത് ഭയങ്കര വലിയൊരു ഡിസ്കഷനാണ് ബ്രോ. അത് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇല്ല, പക്ഷെ ബ്രോ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടല്ലോ ഫിനാൻഷ്യലി. അതെ, ഭയങ്കരമായിട്ട്. അല്ലേ, അത് ബ്രോ 4 സിനിമ കഴിഞ്ഞിട്ടേ പറയുള്ളൂ എന്ന് പറഞ്ഞു. അതെ, 3 പടം ആകുമ്പോഴേ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവും, അതാണ് കണക്ക്. ഇപ്പോഴും അല്ല, പക്ഷെ ബ്രോയിന്റെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ട്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ നമ്മൾ 3 പടം കഴിഞ്ഞ് നമ്മുടെ പോഡ്കാസ്റ്റ്. അല്ല, ഞാൻ പറയട്ടെ, ആ ഒരു ഫേസിലും നമ്മൾ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഉള്ള ഒരു ഡിസിഷൻ എടുക്കാന്ന് പറയുന്നത് ഭയങ്കര ബ്രോ. അത് നമ്മള് വീട്ടിൽ നിന്നായാലും ഒരു അങ്ങനല്ല, എന്തായാലും പെട്ട് ഇനി വെച്ച് കാണാം. ആ ലൈനാണ്. ഒരു 1.5 years എനിക്ക് മനസ്സിലായി എന്തായാലും പെട്ട്. 1.5 കൊല്ലം പോയി എങ്കിൽ പിന്നെ ഇതിന്റെ പുക കണ്ടിട്ട് തന്നെ ആവാം എന്നുള്ളതായിരുന്നു ആ ലൈൻ. അച്ഛനും അമ്മയും ഇവർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഒരു മുടക്കം വരുത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും നോട്ട് വെരി ഗുഡ് ഏണേഴ്സ്. അച്ഛന് മാത്രം ജോലി ഉണ്ടായിരുന്ന ഒരു സമയത്താണ് എന്നെ ICSE സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത്. അന്ന് എഡ്യൂക്കേഷൻ ബുദ്ധിമുട്ട് തന്നെയാണ് വീട്ടിൽ. നമുക്ക് പട്ടിണി ഉണ്ടായിരുന്ന സമയങ്ങളുണ്ട്, അത് അറിയിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴും എഡ്യൂക്കേഷൻ ഇവർ ഭയങ്കര കാര്യമായിട്ട് ചെയ്തു. അപ്പോഴും ആ എഡ്യൂക്കേഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് നീ വേണം ഈ കുടുംബം നോക്കാനെന്നുള്ള ബാധ്യത അവർ വെച്ചില്ല.
ഓക്കെ, കടം വാങ്ങിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു കിഡിലും എഡ്യൂക്കേഷൻ തന്നു. നിനക്ക് ഇനി എവിടെ പോയാലും ജീവിക്കാനുള്ള സാധനം നിന്റെ പഠിത്തമാണ്, ബാക്കി നീ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ എന്നുള്ള സാധനം തന്നെയായിരുന്നു. അത് വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദം. കാര്യം എനിക്ക് എഞ്ചിനീയറിംഗ് മെറിറ്റിലാണ് കിട്ടിയെങ്കിൽ അതിനും ഇച്ചിരി സാധനങ്ങളുണ്ടായിരുന്നു. അവർ ആ എഞ്ചിനീയറിംഗിൻ്റെ ഫീസ് എനിക്കൊരു ലോണായിട്ടാണ് തന്നിരുന്നതെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാനായിട്ട് എനിക്ക് മറ്റേ ജോലിക്ക് അതും ചെയ്തില്ല. അവർ വെരി ക്ലിയർലി പറഞ്ഞു, നിന്റെ മറ്റേ ഡിഗ്രി കഴിയുന്നവരെ നിന്നെ നമ്മൾ പഠിപ്പിക്കും, അതിന് ഒരു മുടക്കും വരുത്തില്ല, അത് കഴിഞ്ഞിട്ടുള്ള തീരുമാനം നിൻ്റെതാണ്. ഒരു പോയിന്റ് പോലും പ്രഷറൈസ് ചെയ്തിട്ടില്ല. പിന്നെ ഇടയ്ക്കൊരു പോയിന്റിൽ ഞാൻ ഇങ്ങനെ ഇത്രയും വീട്ടുകാർക്ക് അറിയില്ല ഈ പ്രോസസ്സ് എന്താണെന്നുള്ളത്. അപ്പം അമ്മ ഭയങ്കര കൺസേൺഡ് ആയിപ്പോയി, ഇവൻ രക്ഷപ്പെടും എന്നുള്ള പേടിയുണ്ട്, അത് എനിക്കും ഉണ്ടായിരുന്നു ചില സമയങ്ങളിൽ. അപ്പോൾ വീട്ടുകാരുടെ കാര്യം പറയണ്ടല്ലോ. പിന്നെ ഇപ്പം അത് ഹാപ്പിയായി. അപ്പോൾ വീട്ടുകാരിലത്തെ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ഇതാണ്, അതായത് വേണ്ട സ്ഥലത്ത് പഠിത്തം എന്ന് പറയുന്ന സാധനത്തിന് ഒരു മുടക്കം വരുത്തിയിട്ടില്ല, അതിന് കാരണം ഒരു ബാധ്യത ഉണ്ടാക്കി തന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ഇവിടെ ഇരിക്കാൻ പറ്റുന്നു. ഇല്ല, ബ്രോ ചെയ്ത പടങ്ങളെല്ലാം കൾട്ട്. ഇപ്പം മിന്നൽ മുരളി ഒരു കൾട്ട് പടമാണ്. എനിക്ക് തോന്നുന്നത് CID മൂസ പോലെ തന്നെ കുഞ്ഞിരാമായണോ. മിന്നൽ മുരളി കുറച്ചുകൂടെ ഒരു സൂപ്പർ ഹീറോ പടം ഫുൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു 25 വർഷം കഴിഞ്ഞ് നമ്മളിപ്പോൾ CID മൂസ പറയുന്ന പോലെ മിന്നൽ മുരളി ഭയങ്കര റിപ്പീറ്റ് ഉള്ള ഒരു പടമാണ് മിന്നൽ മുരളി. മിന്നൽ മുരളിയിൽ ബ്രോയിന്റെ കോൺട്രിബ്യൂഷൻ അതേപോലെ ബ്രോ അതാണ് അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ സാധനം. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു ലേഡീസിന്റെ കോൺട്രിബ്യൂഷൻ വേണമെന്ന്. നമ്മുടെ അടുത്തൊക്കെ മറ്റേ വേറെ സിനിമാക്കാരൊക്കെ പറയടാ ലേഡീസാണ് മറ്റേ ഡയറക്ടറിനോട് സംസാരിക്കരുത്. അപ്പോൾ നമ്മൾ ആ മൂഡാണ്. അപ്പോൾ പുള്ളി ഡിസ്കഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളൊക്കെ മിണ്ടായിരിക്കും. പുള്ളി എന്ന് പറയും, എടേ നിന്നെയൊക്കെ ഇവിടെ എടുത്തെങ്കിൽ അഭിപ്രായം പറയാണ്, നീക്ക് എന്തെങ്കിലും പറ. ഈ മൂഡാണ് പുള്ളി സ്ക്രിപ്റ്റ് തന്നെ ഫ്ലിപ്പ് ചെയ്ത്. അപ്പോൾ പുള്ളി പിന്നെ ഭയങ്കരമായിട്ട് പുള്ളിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഈ സാധനം വർക്കാണോ എന്നുള്ളത് പുള്ളി ഇങ്ങനെ വെറുതെ ചോദിക്കും. അപ്പോൾ പിന്നെ റൈറ്റർ ജസ്റ്റിനായിരിക്കും, ഇപ്പുറത്ത് ഞാനായിരിക്കണം. നമുക്ക് രണ്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഡിബേറ്റ് ചെയ്യാൻ പറയും. ഇതാണ് പുള്ളിയുടെ പ്രോസസ്സ്. പുള്ളി അങ്ങനെ ഒരുപാട് ഇപ്പം ആ സാധനം പുള്ളിക്ക് വേണമെന്നാണ് മനസ്സിലായി. അതായത് ഇവൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവനേക്കാൾ മേലെ പോകുന്നുള്ളതല്ല, അവൻ്റെ ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഈ പടത്തിനത് ഗുണം ചെയ്യും എന്നുള്ളതറിയാം. ആ കൾച്ചർ തന്നെയാണ് പുള്ളി വയ്ക്കുന്നത്. എല്ലാ ഐഡിയസിൻ്റെ എല്ലാ ഒപ്പീനിയനും പുള്ളി ചോദിക്കും. അതിന് വേണ്ടി തന്നെയാണ് അവരെ വച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പം മിന്നൽ മുരളിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഞാനൊരു മെയ് 2019 ജോയിൻ ചെയ്യുന്നത്. അവിടെ തൊട്ട് 2022 സെപ്റ്റംബർ വരെ ഞാൻ മിന്നലിൻ്റെ പിറകെയായിരുന്നു. അപ്പോൾ വലിയ ജേണിയാണ്. അപ്പോൾ ഞാൻ ആദ്യം കയറിയത് RTD ആയിട്ടാണ്, ആർട്ട് നോക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള ലെവലിലാണ് കയറിയത്. പക്ഷേ പിന്നെ അതിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സാധനം കിട്ടി. പിന്നെ ഡയറക്ടേഴ്സ് നോട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റി. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പ്രീ വിഷ്വലൈസേഷൻ VFX കയറി കഴിഞ്ഞ് ലൈവ് എഫക്ട്സ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര എനിക്ക് തോന്നുന്നു അതിൽ കോസ്റ്റ്യൂം ഒഴികെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ഫിലിം സ്കൂളായിരുന്നു. പിന്നെ അതിലൊക്കെ ഭയങ്കര രസമുള്ള കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ ടോവിനോ സ്പീഡിന് ഓടുന്ന സാധനമൊക്കെ ഉണ്ട്, സ്പീഡ് റണ്ണ്. അപ്പോൾ അതെങ്ങനെ ക്രാക്ക് ചെയ്യാം, അപ്പോൾ ബേസിലായിട്ട് ഇവിടെ ഇങ്ങനെ ഓടണം, അതിനെന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് മറ്റേ ഈ വീഡിയോസൊക്കെ കണ്ടുപിടിച്ചാണ് റണ്ണിങ് മാജിക് കാർപ്പറ്റ് പരിപാടി. അപ്പോൾ പുള്ളി കാണിച്ചാൽ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റി. മറ്റേ ഇയാൾക്ക് ടെലികൻസ് കിട്ടുമ്പോൾ വീട് വിറയ്ക്കും, ഈ വീട് വിറയ്ക്കുന്നത് എങ്ങനെ ചെയ്യാം എന്ന് പുള്ളി ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ നമ്മൾ അതിന് 2-3 ടെക്നിക്സ് കണ്ടുപിടിച്ചുകൊണ്ട് പോയി. ചിലതിൽ ഈ മറ്റേ പറഞ്ഞ ഓരോ ഇൻഡിവിജ്വൽ സാധനത്തിനകത്ത് മറ്റേ സെന്റർ ഓഫ് ഗ്രാവിറ്റി മാറ്റിയിട്ട് മോട്ടോർ സെറ്റ് ചെയ്യും. പിന്നെ വേറെ ടങ്കീസ് ഇട്ട് വലിക്കും. അതല്ലെങ്കിൽ പിന്നെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഫുൾ സാധനം ഈ എന്താ പറയുക ക്രെയിൻ ഇട്ട് കുലുക്കുക എന്നുള്ളതാണ്. പക്ഷേ ക്രെയിൻ ഇട്ട് കുലുക്കുമ്പോൾ അതിൻ്റെ യൂണിഫോമിറ്റി കിട്ടില്ല. അപ്പം ഈ ടെലികൻസസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫിക്സഡ് സോഴ്സ് അല്ല. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ സ്പ്രേ കുപ്പി ആയിരിക്കും അനങ്ങുന്നത്, അത്ര എനിക്ക് ഇവിടെ കിട്ടില്ല. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് അതിലുണ്ടായിരുന്നു. ഇത് വളരെ ചിലതാണ്. ത്രൂ ഔട്ട് ആ പടത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റി. പിന്നെ അവസാനമൊക്കെ VFXൽ നല്ല രീതിയിൽ നമുക്ക് അതിൽ ഇരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഭയങ്കര കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു മിന്നൽ. മിന്നൽ ചെയ്ത സമയത്ത് ബ്രോ ആ 3 വർഷം മൊത്തം മിന്നൽ അതെ ആയിരുന്നു. ഇടയ്ക്കൊരു കൊറോണയുടെ ഒരു 4-5 months മാത്രം നമുക്കൊന്ന് ബ്രേക്ക് വന്നായിരുന്നു. അപ്പൊ അന്ന് ട്രിവാൻഡ്രത്തൊക്കെ പോയി. അത് കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ. അതെ അയ്യോ അതും പക്ഷെ അത് കാരണം നമുക്ക് ഗുണമുണ്ടായത് ആ കർണാടകത്തിൽ അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ആ പള്ളി കർണാടകത്തിൽ അത് അടിപൊളി സ്ഥലമായിരുന്നു. അപ്പൊ ഗുണമുണ്ട് ബ്രോ. നമുക്ക് ഇപ്പം മറ്റേ ആരുടെയോ വാചകമാണ്, ആരുടെയാണെന്നുള്ള ട്രൂ എനിമി ഓഫ് ആർട്ട് ഇസ് ലാക്ക് ഓഫ് ലിമിറ്റേഷൻസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ആർട്ടിന്റെ ഏറ്റവും വലിയ പോരായ്മ, പ്രശ്നം. ലിമിറ്റേഷൻസ് ഉള്ള സ്ഥലത്താണ് ക്രിയേറ്റിവിറ്റി വരുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ അതിന്റെ പരിപാടി. ഞാൻ ചോദിക്കാം, ഒരു ആസ്പയറിംഗ് ഫിലിം മേക്കർ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അയാളൊരു സെറ്റിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് ഒരു ആവശ്യമാണോ? ഗുണമുണ്ട് ദോഷമുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റ് കൾച്ചർ മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു സാധനമാണ്. ഇപ്പൊ ഞാൻ എൻ്റെ സെറ്റിൽ നിന്ന് മനസ്സിലാക്കി AD പോയി കഴിഞ്ഞിട്ടും എൻ്റെ സെറ്റിൽ ഞാൻ വച്ച ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ
മറ്റേ സെറ്റിലോട്ട് പോകുമ്പോൾ യൂണിറ്റുള്ള എല്ലാവരുടെ അടുത്തും ഗുഡ് മോർണിംഗ് പറയും. അതിനൊരു വ്യത്യാസമുണ്ട്. ഇത് ഞാൻ പഠിച്ചത് ഞാൻ സെറ്റുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ ഗുണവും ദോഷവും ഒരേ സാധനം തന്നെയാണ്. അതായത് നമ്മളൊരു സെറ്റ് കൾച്ചറിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇൻ പേപ്പർ എഴുതുന്ന സമയത്ത് ഓക്കെ ഇതിങ്ങനെ ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിക്കും. ഇതിങ്ങനെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ആ സെറ്റിലുള്ള ഒരു 30 ക്രൂ മെമ്പേഴ്സ് എങ്കിലും വിചാരിക്കണം. ആ ക്രൂ മെമ്പേഴ്സ് വിചാരിക്കണമെങ്കിൽ അവരുടെ മൊറാല് ഭയങ്കര വലിയൊരു സംഭവമാണ്. അപ്പോൾ നമ്മളൊരു സെറ്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് കുഡ് ഗോ റോങ് എന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനും കൂടെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. ഐഡിയൽ സിനാരിയോയിൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ഗോ റൈറ്റ്, ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ വാട്ട് കുഡ് ഗോ റോങ് എന്നുള്ള ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കാം. ഇനി എൻ്റെ പ്രശ്നം അത് തന്നെയാണ്. ചിലപ്പോൾ വാട്ട് കുഡ് ഗോ റോങ് എന്നുള്ളത് ചിന്തിച്ചിട്ട് പടം ചെയ്യണ്ടെന്ന് വിചാരിക്കും. അതെ അതെ, ഈ രണ്ടും അതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ നിൽക്കുന്നതിലും ഗുണമുണ്ട്, നിൽക്കാതിരിക്കുന്നതിലും ഗുണമുണ്ട്. കാരണം നമ്മൾ അറിയുന്ന കുറച്ച് കൂട്ടുകാർ ഇതുപോലെ ആസ്പിറൻസ് ആണ്, പക്ഷെ അവർ ഇതൊരു സെറ്റ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ ഒരു റൈറ്റർ ഡയറക്ടർ സാധനമുണ്ടല്ലോ, ചിലരുണ്ട് അവർ എഴുതിയ സാധനം ഡയറക്റ്റ് ചെയ്യുന്നത്, ചിലരുണ്ട് എനിക്ക് അതേ പറ്റൂ. എനിക്ക് റൈറ്റർ ഡയറക്ടർ ആയിട്ടേ പറ്റുള്ളൂ തോന്നുന്നു സോഫാർ. എനിക്ക് വേറൊരു സ്ക്രിപ്റ്റ് കണ്ടിട്ട് അതിലോട്ട് കയറുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള പ്രോസസ്സാണ്. അത്രയും ക്രിയേറ്റീവ് കൺട്രോൾ വേണം. ക്രിയേറ്റീവ് കൺട്രോളിൻ്റെ അല്ല, അതിൻ്റെ അകത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ചില സാധനങ്ങളുണ്ട്. ഈ എഴുതുന്ന ആളുടെ ഇന്റൻഷൻ എന്താണെന്ന് മനസ്സിലാവണം. അപ്പോൾ എനിക്കൊരു സാധനം എടുത്തൊരു 40 പ്രാവശ്യം പഠിച്ചിട്ട് അപ്പുറത്തിരിക്കുന്ന ആളുടെ ഇന്റൻഷൻ ഗ്രാസ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പാടാണ്. അതേസമയം എഴുതുന്ന ഞാനാണെങ്കിൽ എനിക്ക് എൻ്റെ ഇന്റൻഷൻ അറിയാം. ഇന്റൻഷൻസ് അറിയുക എന്ന് പറയുന്നത് ഭയങ്കര ഗുണം ചെയ്യുന്ന സാധനമാണ്. ചിലപ്പോൾ ഇപ്പോൾ ബേസിലേട്ടൻ പുള്ളി റൈറ്റ് ചെയ്യില്ല എന്നേ ഉള്ളൂ, പുള്ളി റൈറ്റേഴ്സിൻ്റെ കൂടെ ഇരുന്ന് ഡെവലപ്പ് ചെയ്യുന്ന ആളാണ്. ഒരു പ്രിമൈസ് കിട്ടിക്കഴിഞ്ഞാൽ സ്ക്രിപ്റ്റായിട്ടല്ല പുള്ളി എടുക്കുന്നത്. പുള്ളി അതിൽ ഇരുന്ന് വർക്ക് ചെയ്ത് പുള്ളിക്ക് അപ്പോൾ ആ പ്രോസസ്സ് അറിയാം. നോയിങ് ദ പ്രോസസ് ഡയറക്ഷൻ ഒരുപാട് ഗുണം ചെയ്യും. ചിലരുടെ സ്കില്ല് അതാണ്. സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എൻ്റെ പ്രോസസ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എനിക്ക് അത്രയും വലിയ സ്കില്ലുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് എഴുതി ചെയ്യുക എന്നുള്ള മൂടി പോകുന്നത്. അത് എപ്പോൾ പണി വീഴുമെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ വീഴുന്നവരെയും പോവാം. ബ്രോ ഈ ഭയങ്കര ക്രിട്ടിക്കൽ ആണല്ലോ ബ്രോ, ഇങ്ങനെ സ്ക്രിപ്റ്റ് ഇങ്ങനെ ബെറ്റർ ആക്കണം ഒരു സാധനം ഇതിനെക്കാട്ടി ബെറ്റർ. ഇപ്പം തന്നെ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് തന്നെ ബ്രോ കഴിഞ്ഞ 1 മണിക്കൂറിൽ ഇത് എങ്ങനെ ബെറ്റർ ആക്കാം ഒരു 5 രീതി പറഞ്ഞു. ബ്രോ എങ്ങനെയാണ്? അല്ല, അത് ഒരിക്കലും ബെറ്റർ ആക്കാന്ന് പറഞ്ഞതല്ല. അതായത് ഞാൻ പടത്തിന്റെ ലൂപ്പ് ഹോളല്ലേ, അത് ഞാൻ അവിടെ ഹൈഡ് ചെയ്തു എന്നുള്ളതേ പറഞ്ഞുള്ളൂ. അതെനിക്ക് അത് ബെറ്റർ ആക്കാൻ പോയി കഴിഞ്ഞാൽ പടത്തിൽ ഫണ്ണില്ല. പടം ഇങ്ങനെ മറ്റേ ടൈറ്റ് ആയിട്ടിരിക്കും, പഴുതുകളൊന്നുമില്ല, പക്ഷെ പക്ഷേ ഇതെന്ന് വെച്ചാൽ പലരും സ്റ്റക്കായി പോകുന്ന അവിടെയാണ്. ഈ ഒരു പ്രശ്നം വന്നു, അതുകൊണ്ട് അവര് സ്ക്രിപ്റ്റ് പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞിട്ട്. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ നിങ്ങൾ ആരെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് അറിയാവുന്നുള്ളൊരു കൂട്ടുകാരൻ പൊളിറ്റിക്കൽ ആക്യുറസിയുടെ ലൂപ്പിൽ പെട്ട ഒരു കൂട്ടുകാരനുണ്ട്. കഥ അനങ്ങണില്ല, പൊളിറ്റിക്കൽ ആക്യുറസി വിട്ടിട്ട് കഥ എത്തിക്കാൻ പറ്റണില്ല. അപ്പം നിങ്ങൾ ആരെ ചിന്തിക്കുന്നു, നിങ്ങൾ ആരുടെ സാധനമാണ് കേൾക്കുന്നതെന്നുള്ളതാണ്. നിങ്ങൾ ക്രിട്ടിക്സിന്റെ സാധനമാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്കൽ ആക്യുറസി വിട്ടൊരു പരിപാടി ചെയ്യില്ല. എനിക്ക് അനിമൽ എന്ന് പറഞ്ഞ പടം ഇവിടെ ഇല്ല. അനിമൽ 900 കോടിയാണ് അടിച്ചത്. നിങ്ങൾ കേൾക്കേണ്ടത് സാധാരണക്കാരനെയാണ്. 5 വയസ്സ് കുട്ടി അല്ലെങ്കിൽ 5 വയസ്സ് കുട്ടിക്ക് വേണ്ടിയാണ് അത് മാത്രമല്ല ബ്രോ, ഈ 5 വയസ്സുകാരൻ 10 വയസ്സുകാരൻ്റെ അറ്റൻഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈസിയാണ്, ഒരേ സമയത്ത് ഡിഫിക്കൽട്ടുമാണ്. മനസ്സിലായി? നമ്മൾ അവർ കൊണ്ടിട്ടിട്ട് ഇൻസെപ്ഷൻ കാണിച്ചു കൊടുക്കുമെങ്കിൽ ഇടി വീഴും, പക്ഷേ ഇൻസെപ്ഷന്റെ കഥ പറഞ്ഞാൽ അവന് വർക്കാവും. അതാണ് 5 വയസ്സുകാരൻ, അത് മാത്രം ചിന്തിച്ചാൽ മതി. എന്റെ പേഴ്സണലി ഇതേപോലെ ആദ്യത്തെ മൂവി എക്സ്പീരിയൻസ് എന്താണ് ഓർമ്മയുള്ളത്? സിനിമയോ? ഞാൻ 6 മാസം ആയിരുന്നപ്പോൾ എന്നെ തിയേറ്ററിൽ കൊണ്ട് കയറ്റിയിട്ടുണ്ട് മാന്ത്രിക സിനിമ കാണാൻ. അപ്പൊ ഞാൻ തിയേറ്ററിൽ തന്നെ വളർന്നതാണ്. എനിക്ക് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. 95. പക്ഷെ എനിക്ക് എപ്പോഴും അത് ഏത് പടമാണെന്നറിയില്ല, UTV മോഷൻ പിക്ചേഴ്സിന്റെ പഴയ മറ്റേ 3 കളറുകൾ, അത് എവിടെയോ തിയേറ്ററിൽ കാണുന്ന ഒരു ഓർമ്മ എനിക്ക്. അത് മാത്രമായിരിക്കാം എന്റെ ആദ്യത്തെ UTV മോഷൻ പിക്ചേഴ്സ് ആണെന്ന് തോന്നുന്നു. അല്ല, അതിനേക്കാളും പഴയത് ഏതോ ട്രെയിലറോ എന്തോ കണ്ടാന്ന് തോന്നുന്നു. അത് മാത്രമാണ് എനിക്ക് കുഞ്ഞിലെയാണ്, അത് എനിക്ക് ഭയങ്കര കിടിലായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ ഈ ഫ്രണ്ട്സ്, അത് അച്ഛൻ പറഞ്ഞതാ, ഫ്രണ്ട്സ് സിനിമ കണ്ടിറങ്ങിയിട്ട് അതിന്റെ അവസാനം മറ്റേ ഈ ജയറാമേട്ടനെ കൂടിയൊക്കെ വെച്ചിട്ട് ഞാൻ കണ്ടിറങ്ങിയിട്ട് അത് എനിക്ക് ഓർമ്മയുണ്ട്. ആ സാധനം ഭയങ്കര. എന്നിട്ട് അച്ഛനോട് ചോദിച്ചപ്പോൾ അടുത്ത പടം തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന്. ഈ പടം ഇവിടെ തീരുന്നതല്ല, അടുത്ത ഷോയിൽ ഇനി അവിടെ നിന്ന് തുടങ്ങും പടം. ആ മൂഡിലൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ. പിന്നെ മറ്റേ സ്റ്റാലിൻ ശിവദാസ് എന്ന് പറഞ്ഞൊരു പടമില്ലേ മമ്മൂക്കയുടെ, അതിന്റെ അവസാനം ഇതേപോലെ ഒരു മറ്റേ ഫ്ലാഗ് എറിഞ്ഞിട്ട് ആ സായികുമാറിനെ കൊല്ലുന്നത്, ആ സീനൊക്കെ എനിക്ക് എവിടെയോ ഇങ്ങനെ കണ്ടുപോകുന്ന മിന്നി പോകുന്ന പോലത്തെ ഒരു ഓർമ്മയുണ്ട്. അല്ലാതെ എനിക്ക് ക്ലിയർ കട്ടായിട്ട് ഇന്ന പടമാണ് ഞാൻ ആദ്യം കയറിയത് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ 3 തിയേറ്ററിന് വേണ്ടി ഉണ്ടാക്കുക ആ മൂവി മാജിക് എന്ന് പറഞ്ഞ തിയേറ്ററുകളിൽ ഉണ്ടാവുന്ന ഒരു ഇരുട്ടിലുണ്ടാവുന്ന ഒരു മാജിക് ആണെന്നുള്ള തിയേറ്റർ വ്യൂ തന്നെയാണ് മൂവി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിയേറ്റർ മൂവിയിൽ കൂടുതൽ നമുക്ക്
എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് കൊടുക്കണം. എക്സ്പീരിയൻസ് വേണം. നമുക്ക് നമ്മുടെ ചിന്തയെ ഉത്ബോധിപ്പിക്കാൻ, നമ്മളെ ചിന്തിക്കാം, അതല്ല. പക്ഷെ അതല്ല, അതിന് മുന്നിൽ ഒരു എക്സ്പീരിയൻസ് കൊടുക്കണം. എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്. അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. ചിരിയാവാം, ത്രില്ലാവാം, പക്ഷെ പ്രീച്ച് ചെയ്യാവരുത്. അതായത് നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാടുണ്ട്. പറയൂല. ഹിന്ദുവിലെ റിപ്പോർട്ടറിന്റെ അടുത്ത് ചോദിച്ചാൽ പടം ഞാൻ പറഞ്ഞില്ല. ബ്രോയുടെ ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഏതായിരിക്കും കണ്ടതിൽ? ഞാൻ അത് ഒരുപാടുണ്ട്. എനിക്ക് ഏറ്റവും ലാസ്റ്റ് എനിക്ക് മരിച്ചാൽ മതി എന്നുള്ളൊരു ഗുഡ് ബാഡ് അഗ്ലി. അല്ല, അത് പല സമയത്തുണ്ട്. ഗുഡ് ബാഡ് അഗ്ലി ഞാൻ ചെന്നൈയിലൊരു തിയേറ്ററിൽ ചെന്നാണ്. അപ്പോൾ അജിത് ഫാൻസ് ആണ് അപ്പുറം ഇപ്പുറത്ത്. എൻ്റെ തൊട്ടിപ്പുറത്ത് നൈറ്റി ഇട്ടൊരു ചേച്ചി, ഒരു കൊച്ച്, അതിൻ്റെ അപ്പുറത്ത് വേറൊരു ചേച്ചിയായിരുന്നു. ഇവരൊക്കെ ഫുൾ ഓൺ. അജിത്ത് എന്ന് പറഞ്ഞാൽ കടവുളെ സീനാണ്. അപ്പോൾ ആ ഇരിക്കണ കൊച്ച് സീൻ അത് തളപതി ഫാൻ. അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇത് വീരാധീര സൂര കണ്ടത് തമിഴ്നാട്ടിലായി ഗെയിം മധുര വീരന്താനെ തിയേറ്ററൊക്കെ വൻ പരിപാടിയായിരുന്നു. അപ്പൊ എല്ലാ തിയേറ്റർ എക്സ്പീരിയൻസ് അങ്ങനെ എൻജോയ് ചെയ്യണം. മാർക്ക് ആന്റണി എനിക്ക് ഭയങ്കര കിടിലൻ എക്സ്പീരിയൻസ്. റീ റിലീസിൽ എനിക്ക് ചെറിയ തിയേറ്റർ ആയിരുന്നെങ്കിലും വടക്കം വീരകഥയുടെ ലാസ്റ്റ് 20-25 മിനിറ്റ്സ് അന്യായ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഇച്ചിരി ആള് കുറവായിരുന്നു, പക്ഷെ ആ പടം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മങ്കാത്ത കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് വാട്ടെവർ നിങ്ങൾ ഞാൻ കണ്ടോളാം, ആ മൂടാണ്. അങ്ങനെ ഭയങ്കര ആസ്വദിക്കാൻ പാടുള്ള ആളൊന്നുമല്ല. ചെറിയ സാധനം തന്നെ ഞാൻ ചിരിക്കും. ചളി കണ്ടാൽ ഞാൻ ചിരിക്കും. അപ്പൊ ആസ്വദിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ബ്രോ ഇപ്പൊ ഒരു ഫിലിം മേക്കർ ആയി കഴിഞ്ഞിട്ട് വേറെ ഒരു പടം കാണുമ്പോൾ ബ്രോയിന് ഒന്നുമില്ല, ഇത് അടിപൊളി ത്രെഡ്, ഇത് എനിക്ക് എന്ത് കത്താത്തെന്നുള്ള? അല്ല, എനിക്ക് അതിനേക്കാൾ ഉപരി ഒരു 10 കൊല്ലം എടുത്താൽ ഇതുപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് തോന്നിയിട്ടുള്ള പടങ്ങളുണ്ട്. അത് ഒന്ന് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് കണ്ട്, എന്റെ ദൈവമേ എന്ത് പടപാടാതെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ആവാസ വ്യൂഹവും, പക്ഷെ ആവാസ വ്യൂഹം അല്ല, സോറി, പുള്ളിക്കാരൻ തന്നെ മൂന്നാമത്തെ പടം അല്ല പുരുഷപ്രദം സൂപ്പർ. അതെ, ചില പടങ്ങളുണ്ട് നമ്മളത് എനിക്കൊരു എത്ര കൊല്ലം എടുത്താലും എഴുതാൻ പറ്റില്ല എന്നറിയാം. അതാണ് എന്നെ വണ്ടടിപ്പിക്കുന്ന പടം. ഈ 2 മേക്കേഴ്സും ഇപ്പം കണ്ടംപററി മേക്കേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 മേക്കേഴ്സ്, ഒന്ന് കൃഷാന്തും വേറൊന്ന് അഭിനവേട്ടനുമാണ്. 2 പേരും അടിപൊളി സാധനങ്ങൾ. അങ്ങനത്തെ പടങ്ങളാണ്. ബാക്കിയുള്ള പടങ്ങളൊക്കെ നമുക്ക് ഇത് എനിക്കും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അഹങ്കാരമുണ്ട്. ഇത് നമ്മുടെ കംപ്ലീറ്റ് സാധനം ഫ്ലിപ്പ് ചെയ്ത് കളയും. അങ്ങനത്തെ പടങ്ങൾ. തമിഴില് ടൂറിസ്റ്റ് ഫാമിലി ഒക്കെ നോട്ട് എ ഫാൻ ഓഫ് ഫീൽ ഗുഡ്. പക്ഷെ അത് നല്ല പടമാണ് കേട്ടോ. അതിന്റെ ടെയിലിലൊക്കെ ക്ലൈമാക്സിലൊക്കെ ഇമോഷൻ ഭയങ്കര വർക്കായിരുന്നു. പക്ഷെ ജനറലി ഞാൻ ഫീൽ ഗുഡ് അത്ര പ്രിഫർ ചെയ്യില്ല. അതാണ് തമിഴില്. പക്ഷേ മേക്കേഴ്സ് കാർത്തിക് സുബ്രാജ് ഒബ്വിയസ്ലി ഭയങ്കര ഇഷ്ടമാണ്. വെങ്കട് പ്രഭു ഇഷ്ടമാണ്. അത് തന്നെയാണ് മണിരത്നം സാർ ഒബ്വിയസ്ലി, അത് പണ്ടോട്ടേ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇതുവരെയും തഗ് ലൈഫ് കണ്ടിട്ടില്ല. കണ്ടാലും ഞാൻ കൊള്ളൂലെന്ന് പറയൂല, ഉറപ്പാണ്. കണ്ടാലും ആ പടം കൊള്ളാന്നേ ഞാൻ പറയൂ. ബ്രോ ഒരു 5 മസ്റ്റ് വാച്ച് സിനിമകളാണെങ്കിൽ എന്തൊക്കെ? അത് മാറിക്കൊണ്ടിരിക്കും എപ്പോഴും. കണ്ടംപററി പടമാണോ ബ്രോയിന് ഇഷ്ടമുള്ള? അതായത് ഈ 5 പടങ്ങൾ ഭയങ്കര ഞാൻ റിപ്പീറ്റ് കാണുന്ന പടങ്ങളൊക്കെ പ്രശ്നമാണ്. ഞാൻ റിപ്പീറ്റ് കാണുന്ന പടം നമ്മുടെ തിയേറ്ററിലെ ആൾക്കാർ അല്ലെങ്കിൽ റിവ്യൂസ് എടുത്തിട്ട് ഉടുത്ത പടങ്ങളായിരിക്കും ഞാൻ ചിലപ്പോൾ റിപ്പീറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് കണ്ടിട്ടുള്ള പടം ഗോൾഡാണ്. ഞാൻ അത് എനിക്ക് ഭയങ്കര വർക്കാണ് ഗോൾഡ്. മനസ്സിലായി? അത് ഓരോരുത്തരുടെ രീതിയാണത്. അപ്പോൾ ഞാൻ റിപ്പീറ്റ് കാണുന്ന പടങ്ങൾ ഡെസിമീൻ അത് കിടിലം പടമൊന്നുമില്ല. പക്ഷേ മസ്റ്റ് വാച്ച് പടം എന്ന് പറഞ്ഞാൽ ഇപ്പം ഫാൻറ്റസി എന്ന് പറഞ്ഞ ജോണറിലാണെങ്കിൽ പാൻസ് ലെബറിന്ത് എന്ന് പറഞ്ഞ പടം കാണണം. മലയാളത്തിൽ ത്രില്ലർ ആണെങ്കിൽ ഉത്തരം കണ്ടിരിക്കണം. ഇഫ് യു ആർ റൈറ്റ് ഡ്രാമ ശ്രമിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് തോന്നുന്നു മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട പടം ഉത്തരമാണ്. അതിൻ്റെ ഡയറക്ടർ എനിക്ക് തോന്നുന്നു ആ സാർ വേറൊരു പടം ചെയ്തിട്ടില്ല. MD സാറിൻ്റെ തിരക്കഥയാണ്. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് സ്ക്രിപ്റ്റ് ഇൻ മലയാളം. പിന്നെ അനന്തഭദ്രം, മയിൽപ്പീലിക്കാവ് ഉണ്ട് ബ്രോ. അത് ഇങ്ങനെ കിടക്കും, അകത്ത് പിണഞ്ഞുകൊണ്ടെന്ന് കിടക്കും. ഒരുപാട് പടങ്ങളുണ്ട്. നായകൻ, അത് ഒരിക്കലും എനിക്ക് ഡെഫിനറ്റ് ലിസ്റ്റ് പറയാൻ പറ്റില്ല. എൻ്റെ എവർ ടൈം റീവാച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ പോലും വീരാധീര സൂര ഞാൻ കണ്ട പടമാണ്. പക്ഷെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴും TV ഇടുന്നതിന് വരെ ഈ പടം ഇങ്ങനെ ഏതെങ്കിലും പടം ഇട്ടിട്ടായിരിക്കും പണിയെടുക്കുന്നത്. ജസ്റ്റ് ലോണ്ടറി മടക്കാനായിരിക്കും അത്. അപ്പം ഇരുന്ന് റിപ്പീറ്റ് വാച്ച് എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ്. തുമ്പാത്. പിന്നെ മുകുന്ദനുണ്ണി ഒബ്വിയസ്ലി വേണമെങ്കിൽ പറയാം. ഞാൻ എപ്പോഴൊക്കെ എടുത്ത് കാണുന്ന പടം. മുകുന്ദനുണ്ണി വയ്ക്കുന്ന ഒരു അഗ്രസീവ് ഫിലോസഫി ഉണ്ട്, ഭയങ്കര അതല്ല ബ്രോ. ഈ മുകുന്ദനുണ്ണിയുടെ സാധനം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫീൽ ഗുഡ് പടം ഇഷ്ടമല്ല. ഫീൽ ഗുഡ് പടം ഒരു ഫേക്ക് പരിപാടിയാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക, നിങ്ങൾക്ക് കിട്ടും. ദൈവം ഉണ്ട്. ഇതാ മുകുന്ദനുണ്ണി അതല്ല. എടാ നീ എടുത്തില്ലെങ്കിൽ നീ തീർന്നു, എങ്ങനെയെങ്കിലും എത്തിക്കണം. മറ്റേ എന്താ
തോക്കുന്നതിനേക്കാൾ ഭേദമാണ് ചത്തു തൊലയുന്നത്. അങ്ങനത്തെ ഒരു അഗ്രസീവ് ഫിലോസഫിയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ്. മനസ്സിലായത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് കണ്ട പടമാണ് മുകുന്ദനുണ്ണി. മുകുന്ദനുണ്ണി കണ്ടതിന് ശേഷമാണ് മാറ്റം ഉണ്ടായത്. അതെ, എന്നേരം ഞാൻ ആരെ കൊല്ലാനൊന്നും പോകുന്നല്ല. ഇങ്ങനെയും ചിന്തിക്കാം, ഹാർഡ് വർക്ക് മാത്രമല്ല, ഒരു അഗ്രഷനിലൊരു സാധനം ഉണ്ട്, അഗ്രഷനിലൊരു സാധനം ഉണ്ടെന്ന് തിരിച്ച്. മറ്റേത് ഫേക്ക് ആണ് ബ്രോ. ഇൻസ്റ്റാഗ്രാമിൽ ചെന്നിട്ട് നിങ്ങൾ അത് ചെയ്യൂ, അത് ഫേക്ക് പരിപാടിയാണ്. അത് നോക്കിക്കൊണ്ട് നിൽക്കുമെങ്കിൽ അവിടെ നിൽക്കുകയുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്ത് നാട് ഒടിഞ്ഞവനാണ് ഞാൻ. ഹാർഡ് വർക്കാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നതെങ്കിൽ കല്ല് പണിക്കാരായിരിക്കണം ഏറ്റവും വലിയ. അതെ അതെ, അപ്പൊ ഹാർഡ് വർക്ക് അല്ല പരിപാടി, വേണം, പക്ഷെ അത് മാത്രമല്ല. ബ്രോ അങ്ങനെ പ്ലാൻ ചെയ്ത് ഇപ്പൊ പറയണ്ട നമ്മൾ, എന്നാലും ബ്രോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ പടം ചെയ്യണം, ഈ പടം ചെയ്യണം, പിന്നെ ഒരു ബോളിവുഡ് പിടിക്കണം, അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഒരു പ്ലാൻ ഉണ്ട്, മൂവിങ് ഹെഡ്. എനിക്ക് പ്ലാൻസ് ഉണ്ട്. അതിപ്പം ഏതെന്ത് ഈ ആദ്യത്തെ പടം ഇതാവോ എന്നുള്ളത് ഈ പടത്തിന്റെ ഐഡിയ കിട്ടുന്ന ദിവസം എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. ഫെബ്രുവരി 23 ഈ ഐഡിയ കിട്ടിയപ്പോൾ പിന്നെ ഇത് ആദ്യത്തെ പടം ചെയ്യാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല. പക്ഷേ എനിക്കും ഇതിനും പറയാൻ ഇൻട്രസ്റ്റ് ഉള്ള, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. ഇത് പിന്നെ ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് റീക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. മാനാടിലെ SJ സൂര്യയുടെ ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ എക്സ്പീരിയൻസ് റീക്യാപ്ചർ ചെയ്യാനുള്ള ശ്രമമായിരുന്നു ഈ പടം. ഇപ്പം നാളെ ഇപ്പം വേറെ ഏതെങ്കിലും പടം ഇപ്പം പറയുന്ന പോലെ ഒരു അനന്തഭദ്രൻ റീക്യാപ്ചർ ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, സിനിമയിൽ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ്, അതൊന്നും കൂടെ റീക്യാപ്ചർ ചെയ്യുക, അത്രേ ഉള്ളൂ ഈ പരിപാടി. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള റീക്യാപ്ചർ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് പടങ്ങളുണ്ട്. ഇതിന്റെ കൂടെ തന്നെയായിരിക്കും നിതിൻ്റെ കൂടെ തന്നെയാണ്. നിതിന് ഞാനും തന്നെയാണ് അത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നത്. അത് ഭയങ്കര എളുപ്പമാണ് എനിക്ക് അവനോട് വർക്ക് ചെയ്യാനായിട്ട്. അത് ഇങ്ങനെ പേന പേപ്പർ പരിപാടിയല്ല. നമ്മൾ മറ്റേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഇതിൽ ആ വെള്ളവാടി എപ്പിസോഡ് ഒരിക്കൽ ക്രിക്കറ്റ് കളിച്ചിട്ട് വന്നിട്ട് പാട ഇച്ചിരി ലാഗ് ഉണ്ട്, എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് പൂജപ്പുര LBSന്റെ ഇപ്പുറത്തൊരു നൊങ്ക് കിടക്കണം. അവിടെ നൊങ്ക് വാങ്ങിച്ച് പിടിച്ച് ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും നൊങ്ക് പിടിച്ച് വെള്ളം അടിച്ചാലോ, വെള്ളം അടിക്കുന്നവരല്ല നമ്മൾ, വെള്ളം അടിച്ചിട്ട് ഒരുത്തരം മറ്റേവന് കിക്കായാലോ, അതിലൊരു സാധനമുണ്ട്. അപ്പം ഇതാണ് ഈവൻ നമ്മൾ മറ്റേ റൂം എടുത്ത് ഡിസ്കഷൻ ഇരിക്കുന്നവരല്ല. ക്രിക്കറ്റും കളിച്ച് അവൻ്റെ ടീമിനെ ഞാൻ തോപ്പിച്ച് അതിൻ്റെ ഊക്കും കേട്ട് മൊത്തത്തിൽ കളിയാക്കി തീർത്തിരിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധനമുണ്ട്. അത് ഈസിയാണ് നമുക്ക് എവിടെയും. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് പിച്ച് ചെയ്യാൻ പോയ സമയത്ത് എയർപോർട്ടിൽ ഒരു 2 മണിക്കൂർ പോസ്റ്റായിട്ട് ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് കഥ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ, ഉണ്ടാക്കാം, ഇതാണ് മൂഡ്. അല്ലാതെ എഴുത്ത് എന്ന് പറയുന്ന പ്രോസസ്സില്ല. അതാ ബ്രോ ഈ പടക്കളം കഴിഞ്ഞിട്ട് കുറെ ഇതേപോലെ പലപ്പോഴും സിനിമ വർക്കാവുന്ന നമ്മുടെ ലോവസ്റ്റ് പോയിന്റിൽ നമ്മൾ ഒരു ആ ഓഡിയൻസ് എന്തൊരു മൈൻഡ് സെറ്റിലാണെന്നുള്ളതിലും ആ സിനിമ ചിലപ്പോൾ ബ്രോയിന് ഗോൾഡ് വർക്കായ ചിലപ്പോൾ ബ്രോ അങ്ങനത്തെ ഒരു ഫേസ് കൂടെ കണ്ട സിനിമയായിരിക്കും. അപ്പം നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് വരുന്നതാണ്. അപ്പം അല്ല, ഗോൾഡ് റിലേറ്റബിലിറ്റി കൊണ്ടല്ല കണ്ടത്. ഗോൾഡില് എനിക്ക് തോന്നുന്നു ഗോൾഡിന്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. അവസാനം എന്തോ ഗോൾഡിന്റെ സൗണ്ടിങ്ങിൽ എന്തോ ഒരു സാധനമുണ്ട്. അതെന്താന്ന് എനിക്ക് ഇതുവരെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഗോൾഡ് നിങ്ങൾ സിനിമ കാണണ്ട, അത് വെറുതെ സൗണ്ട് മാത്രം കേട്ടാൽ അതിന്റെ സൗണ്ടിങ്ങിൽ എന്തോ ഒരു സാധനമുണ്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാത്ത. അതാണ് ആ പടം പിന്നെയും കാണുന്നത്. ഭയങ്കര രസമുള്ള സൗണ്ടിങ്സ് ആണ് അതിന്റെ. നമ്മൾ അങ്ങനെയും കൂടെ ചിന്തിക്കണമല്ലോ. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നോണ്ടല്ല, ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അതിനകത്ത്. ചില സാധനങ്ങൾ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കണം. ബ്രോ ഒരു മേക്കർ പെർസ്പെക്റ്റീവ് എപ്പോഴും ആലോചിക്കുന്നതുകൊണ്ടാണ് ഒരു സിനിമയെ. അതിലെ സംഭവം എന്ന് പറഞ്ഞാലേ, ഞാൻ ഈ മറ്റേ ഗോൾഡ് ഇട്ടിട്ട് ഇതിന്റെ സൗണ്ടിങ് എനിക്ക് എടുക്കണമെന്നുള്ളതല്ല. നമ്മളൊരു ഓളത്തിൽ മറ്റേ ഈ വീട് വൃത്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ മാരിവില്ലിൻ ഗോപുരങ്ങൾ, ഞാനും അനിയനും പണ്ട് മറ്റേ വീട് വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ വെറുതെ ഈ പാട്ടിടും. അങ്ങനത്തെ എന്തോ സാധനങ്ങളുണ്ട് അതിൽ, എന്തൊക്കെ സാധനങ്ങളുണ്ട് അതിൽ. അതാണ് നമ്മുടെ ഒരു കോർ മെമ്മറി ആയി മാറുന്നുണ്ട് ചില സിനിമ. അതെ അതെ അതെ, അതാ ഈ പഠിക്കാനല്ല, അതിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാനാണ്. കാണുമ്പോൾ എക്സ്പീരിയൻസ് എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ പ്രോസസ്സ്. ജസ്റ്റ് ഫോർ ദ എക്സ്പീരിയൻസ്, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പഠിക്കാൻ പേനയും പേപ്പറും എടുത്ത് എഴുതി കഴിഞ്ഞാൽ നടപടിയാവുന്ന പരിപാടിയല്ലേ ബ്രോ. പക്ഷേ സേവ് ദ കാറ്റ്, അതുപോലെ സേവ് ദ കാറ്റ് മാത്രമേ വായിച്ചിട്ടുള്ളൂ, അത് വേറെ സേവ് ദ കാറ്റ് പറയുമ്പോഴേ, ഇപ്പൊ നാളെ നിങ്ങൾ തിരക്കഥ എഴുതാൻ പോയിട്ട് സേവ് ദ കാറ്റ് എടുത്തിട്ട് എഴുതാൻ അതല്ല. നിങ്ങളൊരു കഥ എഴുതും, ഒരു തിരക്കഥ ഉണ്ടാക്കുക, എന്നിട്ട് അത് സേവ് ദ കാറ്റുമായിട്ട് മാച്ച് ചെയ്യാനേ നോക്കാവും. ഇതൊക്കെ ടൂൾസ് ആണ്, ഇതൊന്നും ബൈബിൾ അല്ല. അത് ആ ധാരണയും വേണം. അല്ല ആദ്യമേ സേവ് ദ കാറ്റ് പഠിച്ചിട്ട് എഴുതാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഫിലിം സ്കൂളിൽ പോകാനും തോന്നിയിട്ടില്ല. ഇല്ല, അത് ബ്രോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ്. 8ാം ക്ലാസ് നമ്മൾ അവിടെ ഇവിടെ കാണുന്ന സിനിമയുണ്ട്, ഈ സിനിമയുണ്ട്, ആ മൂടാണ്. ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ആവശ്യമില്ല. ഞാൻ മാത്രമല്ല, നമ്മുടെ അന്ന് ആ ക്ലാസ്സിൽ പഠിച്ചിരുന്ന എല്ലാവരും അങ്ങനെ ഒരു 5 ഷോർട്ട് ഫിലിം കണ്ട് ആ ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുണ്ട് സിനിമയിൽ. അതാ നമ്മൾ അത്രയും സിനിമയുടെ എക്സ്പോഷറിൽ വരുമ്പോൾ നമ്മൾ മറ്റേ സ്കൂൾ കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വിട്ടു, സ്കൂൾ കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഇത് എല്ലാവരും
ചെയ്യണ പരിപാടിയല്ലേ ആ ഒരു മൂഡായിരുന്നു. അല്ലാതെ ഇതൊരു മറ്റേ പഠിച്ച് എടുക്കണമെന്ന് പറയുന്ന സ്കീമിലോട്ട് വന്നിട്ടില്ല ഒരിക്കലും. വേറെ എത്ര പേര് ഈ ഫീൽഡിലോട്ട് വന്നു? പലരും ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഉണ്ട്. അത് എത്തുമായിരിക്കും, എത്തണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഈ ട്രൈ ചെയ്യുന്നവരിലൊരു സക്സസ് ആവാനുള്ള ഒരു ക്വാളിറ്റി ബ്രോ കാണുന്നത് എന്താണ്? അതായത് മൊത്തത്തിൽ ഒരാളെ കാണുമ്പോ ഇവൻ നാളൊരു നല്ലൊരു സിനിമ ചെയ്തേക്കാം. അതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കിടിലം കഥകളുള്ള ആൾക്കാരുണ്ട്, കിടിലം ടാലന്റ് ഉള്ള ആൾക്കാരുണ്ട്, കിടിലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പെർസിവറൻസ്, ഈ പറഞ്ഞ മുകുന്ദനുണ്ണി ലൈനിലെ ഈ പടം നടക്കും, അത് ഭയങ്കര ബ്രൂട്ടൽ ട്രൂത്താണ്, ആരും പറയില്ല. ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ നല്ലൊരു കഥയുണ്ടെങ്കിൽ സിനിമയാവും എന്ന് പറയുന്നത് ഭയങ്കര 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 റോങ് സാധനമാണ്. നല്ല കഥയുണ്ട്, നല്ല ആൾക്കാരിൽ റൈറ്റ് പീപ്പിൾ റൈറ്റ് കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ പടം നടക്കൂ. അപ്പോൾ പറയാനുള്ള ഒറ്റ സാധനമേ ഉള്ളൂ, നിങ്ങൾ ഈ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അങ്ങനെ ചെയ്താൽ പടം നടക്കും, ഇങ്ങനെ ചെയ്താൽ പടം നടക്കും, ഈ ഡയറക്ടറിൻ്റെ ആദ്യത്തെ പടം ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര വൺ ഓഫ് സാധനമായിരിക്കും. ഈവൻ ബേസിലേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിരാമായണം പോലൊരു പടം പുള്ളിക്ക് ആ ടൈമിങ് ഭയങ്കര റൈറ്റ് ആയണ്ട. അതുപോലത്തെ പിന്നെയും ഒരുപാട് സ്ക്രിപ്റ്റ്സുകൾ പുള്ളി കേട്ടിട്ടുണ്ട്, അതിനൊന്നും ആ ടൈമിങ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒറ്റ അഡ്വൈസേ ഉള്ളൂ, പെർസിവറൻസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ബ്രൂട്ടലാണ്, അത് സഫറിങ് ആണ്, ഭയങ്കര പാടാണ്. മോട്ടിവേഷൻ്റെ പിറകെ പോകരുത്, മോട്ടിവേഷൻ നടക്കില്ല, മോട്ടിവേഷൻ ഫേക്കാണ്, മോട്ടിവേഷനിലോട്ട് പോകരുത്. പെർസിവറൻസ് അത് മാത്രമേ ഉള്ളൂ. കാര്യം നിങ്ങൾ എത്ര ടാലന്റ് എന്ന് പറഞ്ഞാലും മെനി കണ്ടീഷൻസ് ഷുഡ് മീറ്റ്. അപ്പോൾ അത് ടാസ്ക്കാണ്. ബ്രോ ഇപ്പോഴും അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് എഴുതായിരിക്കും. ഞാൻ ഇനി ഒരു ഈ എഴുതാനിരുന്ന കാര്യം, ബ്രോ ഇപ്പോൾ 7 സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറഞ്ഞത് വലിയ 1000 പേജ് ബ്രോ എഴുതിയിട്ടുണ്ട്. അത് ബ്രോ ഞാൻ ഇന്ന് എഴുതാനിരിക്കും എന്ന് ചിന്തിക്കുക, അതോ ഈ നമ്മൾ എഴുത്തെന്ന് പറയുന്നത് ഇരുന്ന് ഒരിടത്ത് ചെയ്യേണ്ട പ്രോസസ്സാണെന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര തെറ്റാണ്. എപ്പോഴും ഒരു സമയത്ത് പേപ്പറിലാവുന്നതാണ്, അതുവരെ തലയിലായിരിക്കാം, ഞാൻ ഇതിലുള്ള സംസാരത്തിലായിരിക്കാം, ഇത്രയേ ഉള്ളൂ. അതിനുള്ളൊരു എന്താ പറയുക, സിനിമ കണ്ടോണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മറ്റേ എഴുത്ത് സ്റ്റക്കായി കഴിഞ്ഞിട്ട് ഇവിടെ ക്രാക്ക്, ഇനി ഇപ്പം എനിക്ക് ഒന്ന് മൂന്നാർ പോയിട്ട് വന്നാൽ എഴുത്ത് വരുന്നതല്ല, അപ്പോൾ തന്നെ അടുത്ത പടം ഇട്ട് കാണുക. അല്ലെങ്കിൽ ഇപ്പം വൺ പീസ് എന്ന് പറഞ്ഞാൽ അനിമെ ഫോളോ ചെയ്യുന്നവരാണ്. അനിമെ അതിപ്പോൾ ഞാൻ 900 ചില്ലറ എപ്പിസോഡിൽ നിൽക്കുവാണ്. ഇച്ചിരി ലാഗാണെങ്കിൽ വൺ പീസ് ഇട്ടങ്ങ് കാണും, അടുത്ത സാധനം കിട്ടും. അവിടെയൊക്കെ ആൾക്കാർ അൺഎക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ കിടപ്പുണ്ട്. അനിമേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തോരം കഥകളാണ് കിടക്കുന്നതെന്ന് അറിയാമോ? നല്ല സാധനം കിട്ടും. അപ്പോൾ ഇതൊരു ഇരുന്ന് എഴുതുന്ന പ്രോസസ്സല്ല. ഏതോ ഒരു പോയിന്റിൽ നിങ്ങൾ ഇരുന്ന് എഴുതിയേ പറ്റൂ. എപ്പോഴും ഒരിക്കൽ പഠിക്കുമ്പോൾ എപ്പോഴും ഒരിക്കൽ. അതാണ് എനിക്ക് കൊറോണ സമയത്ത് ഞാൻ അറിയാതെ സംഭവിച്ചതാണ്. വേറെ ഒന്നും ചെയ്യാനില്ല, അപ്പോൾ ഇരുന്ന് എഴുതിയേ പറ്റൂ. അങ്ങനെ ഒരു നോട്ട് സോ ഗുഡ് സ്ക്രിപ്റ്റിൽ ഏകദേശം ഒരു 8-9 മാസത്തോളം ഇരുന്ന് പണിഞ്ഞ് പിന്നെ നടക്കൂല എന്ന് കണ്ടിട്ട് അതിൻ്റെ വെരി തോട്ടിലാണ് പ്രശ്നം എന്ന് പറഞ്ഞ് മാറ്റി. പക്ഷെ ആ 8 മാസമാണ് എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഞാൻ ഇരുന്ന് എഴുതിയിട്ടുള്ളത്. പിന്നെ ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് പോയ സമയത്തും ചരല് വർക്ക് കയറി പോലായിരുന്നു. അതായത് 1 മണിക്കൂർ ഷോർട്ട് ഫിലിം, 1 മണിക്കൂർ ഷോർട്ട് സ്റ്റോറി, 1 മണിക്കൂർ സ്ക്രിപ്റ്റ്, അങ്ങനെയൊക്കെ എഴുതി മറ്റേ ടൈം വച്ചിട്ട് ഇങ്ങനെ എഴുതി ഇത് രണ്ടും എനിക്ക് പിന്നെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലായി. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു സാധനം ക്രിയേറ്റീവ്ലി എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനും പഠിച്ചു. ഇത് രണ്ടും ഉള്ളൂ. ഇത് രണ്ടും ഇപ്പം സെക്കൻഡ് നേച്ചറായി. അതുകൊണ്ട് എനിക്കിപ്പോൾ നാളെ ഒരു കഥ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഷൂട്ടിൻ്റെ തലേ ദിവസം പേന എടുത്താൽ മതി. ഇറ്റ്സ് എ റോങ് തിങ്. അത് റോങ് തിങ് ആണ്, ഒരിക്കലും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ഷൂട്ട് പോകുന്നതിന് മുന്നേ സ്ക്രിപ്റ്റ് ബൈൻഡ് ചെയ്ത് സ്പൈറലും ചെയ്ത് ഉറപ്പിച്ചിട്ടേ പോകൂ. പക്ഷെ എങ്കിലും ഇരുന്നെഴുതുക എന്ന് പറയുന്നത് അത്ര വലിയൊരു ചടങ്ങല്ല. അത് നടക്കും, അത് നടന്നോളും. അത് അഗെയിൻ അത് ടു മേക്കേഴ്സ് ഔട്ട് ദെയർ. പണ്ട് എനിക്ക് ഒരു സമയത്ത് ഞാൻ ഇന്ന പേന വാങ്ങിച്ച് ഇന്ന പേപ്പറിൽ എഴുതണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ അതല്ല, സൂര്യൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പൊ ഒരു ടിഷ്യൂ പേപ്പർ കിട്ടിയാൽ ഏത് ടോയ്ലറ്റിലിരുന്ന് എഴുതും. മനസ്സിലായോ? അതാണ് വരമ്പ് പിടിക്കുക. അതും തിരിച്ചു പറഞ്ഞുതരാം. എൻ്റെ അടുത്ത് ഈ ആസ്മി ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ ഒരു പുള്ളിക്കാരൻ ചോദിച്ചു, റൈറ്റേഴ്സ് ബ്ലോക്ക് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? എഴുതുക, അത്രേ ഉള്ളൂ. അത് എഡിറ്റ് ചെയ്യണം, പിന്നെ ചെയ്യാം. റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയുന്നതാണ്. ഇവിടെ വന്നിട്ട് എനിക്കിത് വർക്കാവുന്നില്ല, കുഴപ്പമില്ല, ഞാൻ ഒരു 5 പേജും കൂടെ എഴുതി അങ്ങ് നിർത്താം. നാളെ എനിക്ക് 5 പേജ് ചിലപ്പോൾ വർക്കാവും, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം മനസ്സിലാവും, അത് എഡിറ്റ് ചെയ്യാം. വി വിത്ത് ദ പ്രോസസ്. അത് വലിയ പരിപാടിയല്ല. ബ്രോ, ഇത് പടക്കളം കഴിഞ്ഞിട്ട് കുറെ പോസിറ്റീവ് ഫീഡ്ബാക്ക് വന്നല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര അതൊരു രജനീകാന്ത് ഒക്കെ പറഞ്ഞില്ലേ, സൂപ്പർ പഠന കണ്ണാന്നൊക്കെ. അല്ല, എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബേസിലേട്ടൻ പറഞ്ഞത് ഒബ്വിയസ്ലി അത്. പക്ഷെ പുള്ളി എൻ്റെ മെൻറ്ററാണ്, അപ്പോൾ പുള്ളി പറയുന്നതിൽ എന്നെ അറിയാമെന്നുള്ള എൻ്റെ സാധനമുണ്ട്. ഏറ്റവും ബെസ്റ്റ് റിവ്യൂ എനിക്ക് വന്നിരിക്കുന്നത് അജ്മൽ സാബുവിൻ്റെ കയ്യിൽ നിന്നാണ്, പ്രേമലുവിൻ്റെ സിനിമാറ്റോഗ്രാഫർ. അജ്മൽ ബ്രോ, അതെനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അജ്മൽ ബ്രോ ഈ സ്ക്രിപ്റ്റ് കണ്ടിട്ട് പുള്ളിക്കാരൻ ആ പ്രോസസ്സ് ഡൈസെക്റ്റ് ചെയ്യാൻ പറ്റി. അതായത് ഈ പടത്തിൽ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതല്ല പുള്ളി പറഞ്ഞു, ഈ പടത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തില്ല, അതെന്തുകൊണ്ട് നന്നായി എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഈ പടം നന്നായി, ഞാൻ VFXന്റെ സാധ്യത അധികം എടുക്കാത്തതുകൊണ്ട് ഇത് നന്നായി, ഞാൻ പല ഷോട്ടുകളുടെ ലെങ്ത് കൂട്ടാത്തത് കൊണ്ട് ഇത് നന്നായി.
ഞാൻ എന്തൊക്കെ ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് ഈ പടത്തിന്റെ കൺവിക്ഷൻ. അത് എനിക്ക് അതുപോലെ പറഞ്ഞു തന്ന ഒരാൾ അജ്മൽ സാബു ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2.5 മിനിറ്റ് കോൺവെർസേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെന്റ് അജ്മൽ സാബുവിനാണ്. അണ്ടർസ്റ്റുഡ് മൈ പ്രോസസ്, ഇതാണ് അതിന്റെ പറയുക, അതൊരു ഫ്ലൂക്കിന് സംഭവിച്ചല്ല എന്നുള്ളത് മനസ്സിലാക്കി. ബ്രോ അത് ഞാൻ പറയുന്നതിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പടം ഭയങ്കര സീരിയസ് നോട്ടുള്ളൊരു സാധനമാണെങ്കിൽ ഈ മറ്റേ ഈവൻ ബാഗ് വെച്ചിട്ട് മറന്നുപോയില്ലേ, അതായത് ആ ബാഗ് വലിയ ഗുണമില്ലാത്തതുകൊണ്ട് ഞാൻ ലാബിൽ തന്നെ വെച്ചു എന്ന് പറയുന്ന സാധനം അതർ മൂവി ഇതേ സാധനമാണെങ്കിൽ അത് ഭയങ്കര ബ്രില്യൻ സ്ക്രീൻ പ്ലേ ആണ്. നമ്മളത് ഫണ്ണായിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ആൾക്കാർ അത് അറിയുന്നില്ല. ഞാൻ ഇതൊരു 4-5 സാധനം മാറ്റി കഴിഞ്ഞാൽ ഇത് ഹാർഡ് കോർ ത്രില്ലർ ആവും. അപ്പോൾ ഈ പറയുന്ന ക്രിട്ടിക്സും എല്ലാവരും ഇത് അടിപൊളി സ്ക്രിപ്റ്റ് എന്ന് പറയും. സ്ക്രിപ്റ്റ് റിമെയിൻസ് ദ സെയിം. ഈ ജോണറിന്റെ പ്രശ്നം അതാണ്. കോമഡി ഫീൽസ് ലൈക്ക് ആൻ ഈസി ജോണർ എല്ലാവർക്കും. പക്ഷേ എൻ്റെ സ്ക്രിപ്റ്റിന് പിറകെ പോകുന്ന പണി വലിയ പണിയാണ്. ഞാൻ നാളെ ഒരു ത്രില്ലർ എഴുതി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ക്രിട്ടിക്സ് എല്ലാവരും പറയും അടിപൊളി സ്ക്രിപ്റ്റിംഗ് ഇങ്ങനെ വേണം. പക്ഷേ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചിരുന്ന ആ ത്രില്ലറിൻ്റെ അത്ര തന്നെ പണി ഇതിലും എടുത്തിട്ടുണ്ട്. അതറിയില്ല ആൾക്കാർ. അത് മനസ്സിലായ ആളാണ് അജ്മൽ സാബു. അപ്പോൾ എനിക്കത് ഭയങ്കര. പിന്നെ വേറൊരെണ്ണം ഞാനത് ഓൾറെഡി ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞാണ്, ഒരു ഫാമിലി അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല. തൃശ്ശൂർ ഇതേപോലെ പടം കാണാൻ പോയിട്ട് അവർക്ക് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് പടക്കളത്തിന് കയറി. അവർക്ക് പടം ഇഷ്ടപ്പെട്ടു, എനിക്ക് മെസ്സേജ് വിട്ടു, ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്ത് അവർ റീൽ ചെയ്ത് ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവർ 22 പേർക്ക് ടിക്കറ്റ് കൊടുത്ത് ഈ പടം കാണിച്ചു. അത് മറ്റേ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ പടത്തിൻ്റെ മെറിറ്റ് കണ്ടിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്. അത് ഭയങ്കര ഹാപ്പി മൂവ്മെൻ്റ് ആയിരുന്നു. ഇത് രണ്ടും തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് ഒരു കിടിലം സാധനം വന്നിട്ടുള്ളത്. ഞാനൊരു പേഴ്സണൽ ചോദ്യം ചോദിക്കട്ടെ? എന്താണ്? ബ്രോയിന്റെ ലവ് ഇല്ല, ബ്രോയിന്റെ ഇൻസ്റ്റ ഐഡി വഗബോണ്ട്. വഗബോണ്ട് അതെന്താ വഗബോണ്ട്? അത് ഒരു 4 പടം കഴിഞ്ഞിട്ട് പറയാം. അതിൽ കഴിഞ്ഞ് നമ്മുടെ കൂടെ ഇരിക്കണം തീർച്ചയായും. 4 പടം കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പിടിക്കണം. ഓക്കെ, ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ? അതായത് ഒരു കോമഡി പടം ചെയ്യുമ്പോൾ ആ സെറ്റിൽ ഒരു വൈബ് കൊണ്ടുവരണം, ഫണ്ണും ആയിരിക്കണം, കുറച്ച് ഡിസിപ്ലിനും വേണം. അപ്പം അത് ബ്രോ 2 സെറ്റിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ബ്രോയിൻ്റെ. അപ്പം അതെങ്ങനെയാ ബ്രോ ചെയ്ത് ആ ഫണ്ണ് കൊണ്ടുവന്ന്? കാരണം ആക്ടേഴ്സിനെ അങ്ങനെ എനിക്കതിൽ ഗുണമുണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എന്താ പറയുക, നമുക്ക് ലക്കി ആയിട്ട് സംഭവിച്ചത്. ലക്കി എന്നുള്ള വാക്ക് തന്നെ പറയാം. നമ്മളെല്ലാവരും താമസിച്ച ഒരു സ്ഥലത്തായിരുന്നു എന്നുള്ളതാണ്. അമൽ ജ്യോതി കോളേജിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് നമ്മളെല്ലാവരും താമസിക്കുന്നത്. സുരാജേട്ടൻ, ഷറഫൊക്കെ പിള്ളേരെല്ലാം. അപ്പോൾ കോളേജ് ആയതുകൊണ്ട് തന്നെ അവിടെ മദ്യപാനം പുകവലി അതുമില്ല. അപ്പോൾ യു വിൽ ഹാവ് ടു സോഷ്യലൈസ്, മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ പിള്ളേരെല്ലാം വൈബ്. ഞാൻ സുരാജേട്ടനെ ഏറ്റവും ലാസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ റൂമും അരുൺ പ്രദീപിൻ്റെ റൂമും അടുത്താണ്. അപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ചിലപ്പോൾ കയറുമ്പോൾ അരുൺ പ്രദീപിന് ഷൂട്ടില്ലെങ്കിൽ ചുമ്മാ റൂം തുറന്ന് അകത്ത് കയറും. അപ്പോൾ അരുൺ പ്രദീപ് അത് സംസാരിക്കും. ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ റൂം തുറന്ന് കയറുമ്പോൾ അകത്ത് സുരാജായിട്ടായിരിക്കുന്നത്. ആ ലെവലിൽ വൈബായി ഇവർ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഗുണമായിരുന്നു. ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി, സുരാജേട്ടൻ, ഷറഫ്, അത് ഈ പടത്തിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഫാക്ടറായിട്ട് ഭവിച്ചിരിക്കുന്ന അവരുടെ ഓഫ് സ്ക്രീൻ ഉള്ള ആ റാപ്പാണ്. ആ പടത്തിന് ഭയങ്കര ലക്കായിട്ട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയും എനിക്ക് സെറ്റ് ചെല്ലുമ്പോൾ കൂടുതൽ ഡിസിപ്ലിനിലോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാനും ആ ലൂസായിട്ട് നിന്ന് പിന്നെ ഡിസിപ്ലിൻ കൊണ്ടുവരണം. ഈ പടം ഇപ്പം കാണുന്ന രീതിയിൽ അവൻ ഒരു 40% സഹായിച്ചിട്ടുള്ളത് ഇവരുടെ ഓഫ് സ്ക്രീൻ കെമിസ്ട്രിയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് സംഭവിച്ചിരുന്ന സാധനമാണത്. അവരുടെ ജീവിതത്തിൽ ഒരു ലാൻഡ്മാർക്ക്. അതെ, അവന്മാർ 4 പേരും എനിക്ക് തോന്നുന്നു അവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഓഫ് സ്ക്രീൻ കെമിസ്ട്രി തമ്മിൽ വലിയ വ്യത്യാസമില്ല. 4 പിള്ളേർ എനിക്ക് തോന്നുന്നു വളരെ കാലം കഴിഞ്ഞിട്ട് ഒരു ക്വാഡ്, നമ്മുടെ ഒരു ഗ്യാങ് ഓഫ് 4 നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ ഫീൽഡിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു. നാട്ടുകാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വിന്ന് തന്നെയാണ്. എനിക്ക് വല്ല സാഫ് ബോയ് ഒക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ നമ്മളെ കുറേ നാളായിട്ട് റീല് കാണുന്നതാണല്ലോ. പക്ഷെ സിനിമയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റായിട്ട് എന്റെ സംശയങ്ങളൊക്കെ തീർത്തന്നുകൊണ്ടിരുന്ന സാഫ് ബോയ് ആണ് അതിനകത്ത് ഓരോ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് ശരിക്കും ആരാണ്? നിതിനാണോ അത് എഴുതിയത്? അല്ല, അത് നമ്മുടെ വേറൊരു സംഭവം ഉണ്ട്. അത് ഏത് ക്യാരക്ടറായിട്ടാണ് റെഫറൻസ്? അത് ജിതിൻ എന്ന് പറയുന്നത് എൻ്റെ നിതിൻ്റെയും മിക്സ് ആണ്. ഫസ്റ്റ് ഹാഫിലെ നിതിനും സെക്കൻഡ് ഹാഫിൽ എൻ്റെയും ഷെയ്ഡ് അങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മിക്സ് ആൻഡ് മാച്ചാണ്. സാഫും നമ്മുടെ 2 പേരുടെയും ഷെയ്ഡുണ്ട്. നകുൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ നകുൽ തന്നെയാണ്. അതുപോലെ റംസാ എന്ന് പറയുന്ന എൻ്റെ കോളേജിൽ പഠിച്ച 2 പേരുടെ മിക്സാണ്. അപ്പോൾ എല്ലാം ബേസിക്കലി റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിൽ നിന്ന് തന്നെ പിടിച്ചതാണ്. അങ്ങനെ വേറെ എന്തൊരു കേസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. അതെ, അതിലേക്ക് പറഞ്ഞുതരാം. അതായത് ഈ പടത്തിന് നമ്മൾ ഈ നിയമാവലി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കളിക്ക് 11 നിയമങ്ങളുള്ള വെരി ക്ലിയർ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പഴുതടച്ച സിനിമയാവും ഇത്. പക്ഷെ ആ നിയമങ്ങൾ നമുക്ക് സിനിമയിൽ കാണിക്കാനുള്ള ബുദ്ധിമുട്ട് എന്തെന്ന് പറഞ്ഞാൽ, ഈ പടത്തിൻ്റെ ഒരു 5 മിനിറ്റിൽ പഴുതടക്കുകയും പിന്നെ അങ്ങോട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് പടം. നമ്മൾ ഒരു സ്ഥലത്തെങ്കിലും അങ്ങനെ ഒരു ടോൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചോദ്യമാവും. അപ്പം നമുക്ക് ഈ സാധനം ഡൈല്യൂട്ട് ചെയ്തേ പറ്റൂ. അപ്പം അങ്ങനെ ഡൈല്യൂട്ട് ചെയ്യണമെന്നുള്ളപ്പോഴാണ്
ഒരു ക്യാരക്ടർ ഫിഗർ ഔട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അപ്പോഴും നിതിൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ എടാ ഇത് അപ്പോൾ ഇപ്പോഴും ഓക്കെ ഇവന് ലിമിറ്റഡ് നോളജേ ഉള്ളൂ, ആ ലിമിറ്റഡ് നോളജ് മതി ഓഡിയൻസ്, അതൊക്കെയാണ്. പക്ഷെ അപ്പോഴിത് ലാഗ് ആക്കാതെ എങ്ങനെ എടുക്കും? അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഈ കുഞ്ഞിരാമായണത്തിൽ ബേസിലായിട്ടൊന്നും ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്, അത് അതുപോലെ കോപ്പി അടിച്ചു വെച്ചാൽ ഈ വെൽഡൻ വാസു അത് ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലം അങ്ങനെ എന്നാ പറയുന്നത്. ഒരേ ഷോട്ട് ആദ്യം കവലയിൽ പിന്നെ ഉത്സവത്തിന്, അതേ സാധനമാണ് ഈ സാഫിന്റെ സാധനത്തിലും ചെയ്തിരിക്കുന്നത്. ഒരേ കോൺവെർസേഷൻ പല സ്ഥലങ്ങളിലോട്ട്. അതായത് ഇപ്പൊ നമ്മൾ ജുറാസിക് പാർക്ക് കണ്ടു കഴിഞ്ഞാൽ ജുറാസിക് പാർക്കിൽ ആ DNA എടുക്കുന്ന എക്സ്പോസിഷൻ ഒരു അനിമേറ്റഡ് ഒരു സാധനത്തിനെ കൊണ്ടുവന്നാ പറയുന്നത്. ആ കൗതുകത്തിൽ നമുക്ക് ആ എക്സ്പോസിഷൻ പ്രശ്നം തോന്നിയില്ല. അതേ സാധനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവർ അടിയുടെ ഇടയിൽ ബാത്റൂമിൽ ഫുഡ് കഴിക്കുമ്പോൾ വേറൊരു വിഷ്വലി ഒരു സാധനം കൊടുത്തിട്ട് നമുക്ക് പറയാനുള്ള സാധനം, അതെ പറയാനുള്ള സാധനം അതിനിടയിൽ കൂടെ പതുക്കെ കയറ്റി അങ്ങ് വിട്ടു കൊടുത്തു. വ്യക്തമായ 11 നിയമങ്ങളുള്ള കളിയാണ്. അതിന് നമ്മൾ ഫേക്ക് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആ നിയമങ്ങൾ പറഞ്ഞാൽ പടത്തിന്റെ ബാക്കി ലോജിക്കുകൾ നമ്മൾ പൂട്ടേണ്ടിയിരിക്കും. അങ്ങനെ ലോജിക്ക് പൂട്ടിക്കഴിഞ്ഞാൽ ലോജിക്ക് പൂട്ടിയൊരു പടമാവും. പക്ഷെ അപ്പോഴും ഇങ്ങനെ ഇരിക്കും. ഒരു പോയിന്റിൽ വെച്ച് പുള്ളിക്കാരനും വട്ടാവുന്നുണ്ടല്ലോ. ഇത് 3 പേരും കൂടെ ആവുമ്പോ അതൊക്കെ പിള്ളേരുടെ കൺഫ്യൂഷനാണ് കേട്ടോ. അത് എനിക്ക് ഇതിന് പണി പാളി തന്നെ. അത് പിള്ളേരും എല്ലാവരും കൂടെ രക്ഷിച്ചത്. അതായത് ഇന്റർവെൽ കഴിഞ്ഞ് ഞാൻ ഇതിന് വിചാരിച്ചിരുന്ന ആൾക്കാർ കൺഫ്യൂഷൻ വരില്ല എന്നാ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് വന്ന കൺഫ്യൂഷനാണ് കാണിക്കണം. ജിതിൻ അല്ല ഷാജി സാർ ജിതിൻ ഇവിടെ ആരുടെ ഇതൊക്കെ അവന്മാർ അവിടെ നിന്ന് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അങ്ങനെ അല്ല, അടുത്ത പ്ലാനുകളൊന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ OTTയുടെ ഓട്ടം കൂടെ കഴിഞ്ഞതേ ഉള്ളൂ. എനിക്കിത് കഴിഞ്ഞൊരു 2 ആഴ്ച തന്നെ ട്രിവാൻഡ്രത്ത് വീട്ടിൽ വെറുതെ ഒന്നിരിക്കണം. ഇത് ഹിറ്റ് അടിച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് ഡിമാൻഡ് ആയില്ലേ, ഇനി ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ചു തുടങ്ങിയില്ലേ? എങ്ങനെയാണ് അത് വർക്കാവുന്നത്? ബ്രോ കഥ ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ പിടിക്കരുത്, അത് പിടിച്ച പണി ഇപ്പോഴത്തെ സമയത്ത്. ഇത് മനു ഡയറക്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു അങ്ങനെ ആരെങ്കിലും ഇതുവരെ അപ്രോച്ച് ചെയ്തോ? മനു ഡയറക്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു? ഇല്ലില്ല. അല്ല, അതാ ഇപ്പം ആരപ്രോച്ച് ചെയ്താൽ നമുക്ക് കഥയുണ്ടെങ്കിൽ കമ്മിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്രോച്ച് ചെയ്തിട്ട് അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ആ പ്രഷറിൽ എഴുതുന്നതിനേക്കാളും നല്ലത് സന്ദീപാണ് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത്. സന്ദീപ് പറയുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പട്ടണി നടന്നിട്ടാണെങ്കിൽ നല്ല ഫിലിമിന്റെ ഭാഗമായ മതി എന്നുള്ളതാണ് സന്ദീപിന്റെ തിയറി. അപ്പം ഞാനും അങ്ങനെ തന്നെ പോകാന്ന് വിചാരിച്ചു. വെറുതെ നമുക്ക് കിട്ടും, നല്ല തുക വന്ന് വരാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും. പക്ഷെ കഥ ഇല്ലെങ്കിൽ പെട്ടുപോകും. ഒരു 4 പടം ചെയ്തിട്ട് വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇപ്പൊ കുറച്ചൊന്ന് വീട്ടിൽ ഇരുന്നിട്ട് ഒരു 10-20 കൊല്ലം പടം ചെയ്യുക. അപ്പോൾ അത്ര വിചാരിക്കുന്നു. ലോങ്ങിവിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഡയറക്ടേഴ്സിൻ്റെ എക്സ്പയറി ഉണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ എനിക്കൊരു ലോങ്ങിവിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അതാ ബ്രോയിന് ഇതേപോലെ ഇപ്പം ബ്രോ ഒരു നമ്മൾ കാണാത്തൊരു സിനിമയാണ്, നമ്മൾ കണ്ടു ശീലമില്ലാത്തൊരു ഫാൻറ്റസി സാധനം. അതേപോലെ ബ്രോയിന് ഭയങ്കര മലയാള സിനിമയിൽ കൊണ്ടുവരാൻ താല്പര്യമുള്ള ജോണർ. ഇത് കണ്ട് പരിചയമില്ലാത്തെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ റെഫറൻസുകൾ അല്ല എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്കത് മനസാക്ഷിക്ക് മറ്റേ ഉത്തരം പറയേണ്ടി വരും. കാര്യം പുതിയ സാധനം അല്ല ബ്രോ. ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകളിലെല്ലാം ഉണ്ട് ഇതിൽ. അപ്പം അങ്ങനെ ആരും കാണാത്ത സാധനങ്ങളൊന്നും ഇല്ല ഇവിടെ. നമ്മൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, ട്രെൻഡിനനുസരിച്ച് പോകാതിരിക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി തൽക്കാലം, ഫോർ ദ ടൈം ബീയിങ്. കാര്യം ഒരുപാട് പടങ്ങൾ ഉണ്ട് ഇവിടെ, ഇനിയും വരും ഒരുപാട് പടങ്ങൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള യുണീക്ക് എക്സ്പീരിയൻസ് മാത്രം ക്യാപ്ചർ ചെയ്യുക, വേറൊരു പടം ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ആരും കാണാത്ത സിനിമകളൊന്നുമില്ല. എല്ലാ സിനിമയും എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇനി അങ്ങനെ പുതിയൊരു സാധനം ഹൊറർ കോമഡി അല്ലെങ്കിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടോ? പുതിയ ഏതെങ്കിലും എനിക്കൊരു ഹൊറർ പടം പിടിക്കണം ചെയ്ത് വരുമ്പോഴായിരിക്കും ആൾക്കാർ പറയുന്നത് പുതിയ ജോണർ ആയിരിക്കുമെന്ന്. നമ്മൾ പുതിയ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് പുതിയ ജോണറായിട്ട് തോന്നി, പടക്കളം പുതിയ ജോണറായിട്ട് തോന്നി, അതെന്റെ വിജയമാണ്. പക്ഷെ അത് പുതിയ ജോണർ അല്ല എന്നുള്ളത് എനിക്കറിയാം. ചിലപ്പോൾ നാളെ ഞാൻ ചെയ്യുന്ന പടം നിങ്ങൾക്ക് പുതിയ ജോണർ ആയിരിക്കാം, പക്ഷെ എവിടെ നിന്ന് ചുരണ്ടി എന്നുള്ളത് എനിക്കറിയാം. സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് അല്ലേ, അങ്ങനെ ഒരു ബുക്ക് ഒക്കെ ഉണ്ടല്ലോ. തിരുവനന്തപുരം ബോയ്സ് ദീപക് മോഹൻ ആൻഡ് മനു സ്വരാജ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത പോഡ്കാസ്റ്റ് എപ്പിസോഡ് ആയിരുന്നു. അപ്പോൾ OTT നിങ്ങൾ പടക്കളം കണ്ട് നിങ്ങൾ എല്ലാവരുടെ അഭിപ്രായം പറയാം. എല്ലാവരും കാണും. നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് മനു അതിന്റെ OTT ഔട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ വന്ന് പിറ്റേന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. 10-ാം തീയതി ഇറങ്ങിയിട്ടുണ്ടാവും. ആക്റ്റീവ്ലി ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ടാവും ഈ എപ്പിസോഡ് വരുമ്പോഴേക്കും. പാൻ ഇന്ത്യൻ തലത്തിൽ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു മനു സ്വരാജ് ഫോർ യുവർ പ്രോജക്ട്സ്. ആ 4 സിനിമകൾ കഴിഞ്ഞിട്ട് അതുവരെ നമ്മുടെ പോഡ്കാസ്റ്റ് കൊണ്ടുപോട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ല സംഭവിക്കട്ടെ. ശുഭരാത്രി.